ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ക്രിസ്തയേശുവിനಲ್ಲಿರುವಂಥ ಎಲ್ಲರಿಗೂ ಕೂಡ ನನ್ನ ಪ್ರೀತಿಯ ವಂದನೆಗಳು. പ്രത്യേകിച്ച് ചർച്ച് പാസ്റ്ററോടും ഫാമിലിയോടും ഇവിടെയുള്ള ചർച്ച് മെമ്പേഴ്സിനോടും ഉള്ള സ്നേഹത്തെ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. ಇಲ್ಲಿರುವಂಥ ವಿಶೇಷವಾಗಿ ಇಲ್ಲಿರುವಂಥ ಸಭಾ ಸೇವಕರಿಗೆ, ಅವರ ಕುಟುಂಬಕ್ಕೂ, ಇಲ್ಲಿರುವಂಥ ಪ್ರತಿಯೊಂದು ವಿಶ್ವಾಸಿಗೂ ಕೂಡ ನಾನು ವಂದನೆಯನ್ನು ಸಲ್ಲಿಸ್ತೇನೆ. ആമേൻ. ಆಮೇನ್. നിങ്ങൾ വളരെ അനുഗ്രഹമായിരിക്കുന്നത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ನೀವು ಬಹಳ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಿರುವುದಕ್ಕಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನು ಸಲ್ಲಿಸ್ತೇನೆ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ರೋಮಪುರದ ಪತ್ರಿಕೆ 8ನೇ ಅಧ್ಯಾಯ 8ನೇ ಅಧ್ಯಾಯದ 14ನೇ ವಾಕ್ಯಕ್ಕೆ ಬರೋಣ. ರೋಮ 8:14. ಯಾರು ದೇವರ ಆತ್ಮನಿಂದ ನಡೆಸಿಕೊಳ್ಳುತ್ತಾರೋ ಅವರು ದೇವರ ಮಕ್ಕಳು. സഭ മുഴുവൻ ചേർന്ന് വായിക്കാമോ? ಎಲ್ಲರೂ ಸೇರಿ ಒಮ್ಮೆ ಓದಿಕೊಳ್ಳೋಣವಾ? ಯಾರ್ಯಾರು ದೇವರ ಆತ್ಮನಿಂದ ನಡೆಸಿಕೊಳ್ಳುತ್ತಾರೋ ಅವರು ದೇವರ ಮಕ್ಕಳು. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ದೇವರ ಆತ್ಮನಿಂದ ನಡೆಸಿಕೊಳ್ಳುವವರು ದೇವರ ಮಕ್ಕಳಾಗ್ತಾರೆ. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ಆ ವಾಕ್ಯದ ಅರ್ಥವೇನು? ഞാൻ വിശ്വാസത്തിലേക്ക് ആദ്യം വന്ന സമയത്ത്, ನಾನು ನಂಬಿಕೆಗೆ ಮೊದಲಾಗಿ ಬಂದಂಥ ಸಮಯದಲ್ಲಿ ഞാൻ ചിന്തിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, ನಾನು ಯೋಚಿಸಿರುವಂಥ ಒಂದು ಚಿಂತೆ ಮಾಡುವಂಥ ಒಂದು ವಿಷಯ ಅಂದರೆ, ഒരു മനുഷ്യരോടും സംസാരിക്കാതെ 24 മണിക്കൂറും ദൈവമായി മാത്രം സംസാരിച്ച് നടക്കുക എന്നുള്ളതാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. ಯಾವುದೇ ಮನುಷ್ಯರೊಂದಿಗೆ ಮಾತನಾಡದೆ ಕೇವಲ ದೇವರೊಂದಿಗೆ ಮಾತ್ರ 24 ಗಂಟೆ ಕೂಡ ಮಾತನಾಡ್ತಾ ಇರೋಣ ಎಂಬುದಾಗಿ ನಾನು ಆ ದಿನ ಯೋಚನೆ ಮಾಡಿದ್ದೆ. ಆದರೆ വർഷങ്ങൾക്ക് ശേഷം ദൈവം തൻ്റെ വചനം എന്നെ പഠിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല എൻ്റെ അർത്ഥം. ಆದರೆ ಅನೇಕ ವರ್ಷಗಳ ನಂತರ ದೇವರು ನನಗೆ ವಾಕ್ಯದ ಮೂಲಕ ಕಲಿಸಿದ್ರು ಇದರ ಅರ್ಥ ಅದು ಅಲ್ಲ ಎಂಬುದಾಗಿ. ബൈബിൾ നമ്മൾ ഈ വാക്യം വായിച്ചപ്പോൾ, ನಾವು ಈ ವಾಕ್ಯವನ್ನು ಓದಿದಾಗ, ദൈവ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ದೇವರ ಆತ್ಮನಿಂದ ಯಾರ್ಯಾರು ದೇವರ ಆತ್ಮ ನಡೆಸಿಕೊಳ್ತಾರೋ ಅವರು ದೇವರ ಮಕ್ಕಳಾಗ್ತಾರೆ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സൺ ഓഫ് ഗോഡ് എന്ന വാക്ക് കാണാൻ കഴിയുന്നുണ്ട്. ಅಲ್ಲಿ ನಮಗೆ ದೇವರ ಮಕ್ಕಳು ಎಂಬುದಾಗಿ ಆ ವಾಕ್ಯವನ್ನು ನೋಡಬಹುದು. അവിടെ സൺ ഓഫ് ഗോഡ് എന്ന് കൊടുത്തിരിക്കുന്ന വചനത്തിന്, ಅಲ್ಲಿ ದೇವರ ಮಕ್ಕಳು ಎಂಬುದಾಗಿ ಕೊಟ್ಟಿರುವ ವಾಕ್ಯದ ಅರ್ಥ, ബൈബിളിൽ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ദൈവപുത്രന്മാർ എന്ന പദം കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ಸತ್ಯವೇದದಲ್ಲಿ ಅನೇಕ ಕಡೆಗಳಲ್ಲಿ ದೇವರ ಮಕ್ಕಳು ಎಂಬುದಾಗಿ ಕೊಟ್ಟಿರುವಂಥ ವಾಕ್ಯಗಳನ್ನು ನಾವು ಕಾಣ್ತೇವೆ. ദൈവത്തിൻ്റെ പുത്രന്മാർ, ದೇವರ ಪುತ್ರರು. ഏഞ്ചൽസിനെ ദൈവപുത്രന്മാർ എന്ന് വിളിക്കുന്നുണ്ട്. ದೇವದೂತರುಗಳನ್ನು ದೇವಪುತ್ರರು ಎಂದು ಕರೀತಾರೆ. വീണ്ടും ജനനം പ്രാപിച്ചവരെ ദൈവപുത്രന്മാർ എന്ന് വിളിക്കുന്നുണ്ട്. ತಿರುಗಿ ಹುಟ್ಟಿದವರನ್ನ ದೇವಪುತ್ರರು ಎಂಬುದಾಗಿ ಕರೀತಾರೆ. ഇവിടെ കൊടുത്തിരിക്കുന്ന പദം, ಇಲ್ಲಿ ಕೊಟ್ಟಿರುವಂಥ ಪದ, ദൈവപുത്രന്മാർ എന്ന വാക്കിനെ ഗ്രീക്കിൽ കൊടുത്തത്, ದೇವಪುತ್ರರು ಎಂಬಂಥ ಮಾತಿಗೆ ಗ್ರೀಕಲ್ಲಿ ಕೊಟ್ಟಿರುವಂಥದ್ದು ഹ്യൂയിസ് എന്ന ഗ്രീക്ക് വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ಹ್ಯೂಯಿಸ್ ಎಂಬಂಥ ಗ್ರೀಕ್ ಪದವನ್ನಲ್ಲಿ ಕೊಟ್ಟಿದ್ದಾರೆ. ഹ്യൂയിസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ദൈവപുത്രന്മാർ എന്നല്ല. ಹ್ಯೂಯಿಸ್ ಎಂಬಂಥ ಗ್ರೀಕ್ ಪದದ ಅರ್ಥ ದೇವಪುತ್ರರು ಎಂಬುದಾಗಿ ಅಲ್ಲ, അഡോപ്റ്റഡ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ದತ್ತು ತೆಗೆದುಕೊಂಡಂಥದ್ದು ಎಂಬುದಾಗಿ ಅದರ ಮಾತಿನ ಅರ್ಥ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ദൈവം എങ്ങനെയാണ് നമ്മെ അഡോപ്റ്റ് ചെയ്തത്? ದೇವರು ಹೇಗೆ ನಮ್ಮನ್ನು ದತ್ತಾಗಿ ತೆಗೆದುಕೊಂಡಿದ್ದಾನೆ? ഈ അഡോപ്ഷൻ എന്ന വാക്ക് നമ്മളുമായി യാതൊരു ബന്ധവുമില്ല. ಈ ದತ್ತು ತೆಗೆದುಕೊಳ್ಳುವಂಥ ಮಾತಿಗೆ ನಮಗೂ ಯಾವುದೇ ಒಂದು ಸಂಬಂಧ ಇಲ್ಲ. നമ്മൾ ദത്തെടുക്കപ്പെട്ട മക്കൾ അല്ല. ನಾವು ದತ್ತು ತೆಗೆದುಕೊಂಡಿರುವಂತಹ ಮಕ್ಕಳು ಅಲ್ಲ. ദൈവം തൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചതാണ്. ದೇವರು ತನ್ನ ವಾಕ್ಯದ ಮೂಲಕ ನಮ್ಮನ್ನು ಜನಿಸಿರುವಂತೆ ಮಾಡಿದ್ದು. പിന്നെന്താണ് ഇങ്ങനെ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ಮತ್ತೆ ಯಾಕೆ ಇಂಥ ಒಂದು ಮಾತನಲ್ಲಿ ಉಪಯೋಗಿಸಲ್ಪಟ್ಟಿದೆ? പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್.
നിങ്ങൾ വളരെ എന്നെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഞാൻ ദൈവനാമത്തെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ನೀವು ಹೆಚ್ಚಾಗಿ ನಮ್ಮನ್ನು ಗಮನಿಸಬೇಕೆಂಬುದಾಗಿ ನಾನು ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ತೇನೆ. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു ഭാഗം അല്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാ. ಇಲ್ಲದ್ರೆ ಈ ಒಂದು ಭಾಗ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಲಿಕ್ಕೆ ಸ್ವಲ್ಪ ಕಠಿಣವಾದದ್ದು. ദൈവം തൻ്റെ വചനത്താൽ ജനിപ്പിച്ച മക്കളാണ് നാം. ದೇವರು ತನ್ನ ವಾಕ್ಯದ ಮೂಲಕ ಹುಟ್ಟಿಸಿರುವಂಥ ಮಕ್ಕಳಾಗಿದ್ದೇವೆ ನಾವು. എന്നാൽ ഇവിടെ പറയുന്നത്, ಆದರೆ ಇಲ್ಲಿ ಹೇಳಿರುವಂಥದ್ದು നാം അഡോപ്റ്റഡ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ನಾವಿಲ್ಲಿ ದತ್ತು ತೆಗೆದುಕೊಂಡವರು ಎಂಬುದಂಥ ವಾಕ್ಯ ಮಾತನಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ആമേൻ, ಆಮೇನ್. ഒരു വ്യക്തി ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ, ಒಂದು ವ್ಯಕ್ತಿ ಒಂದು ಮಗುವನ್ನ ದತ್ತು ತೆಗೆದುಕೊಳ್ಬೇಕಾದ್ರೆ അഡോപ്റ്റ് ചെയ്യുന്ന കുഞ്ഞിൻ്റെ മേൽ തൻ്റെ സമ്പത്ത് മുഴുവൻ എഴുതി വെക്കണം. ಆ ದತ್ತು ತೆಗೆದುಕೊಳ್ಳುವಂಥ ಮಗುವಿನ ಮೇಲೆ ತನ್ನ ಸಂಪತ್ತನ್ನೆಲ್ಲ ಆಸ್ತಿ ಎಲ್ಲವನ್ನು ಬರೆದಿಡಬೇಕು. ദൈവം തനിക്കുള്ളതൊക്കെ തൻ്റെ പുത്രനായി യേശു ക്രിസ്തുവിന് നൽകിക്കൊടുത്തു. ದೇವರು ತನಗಿರುವಂಥ ಏಕಪುತ್ರನಾಗಿರುವಂಥ ಯೇಸು ಕ್ರಿಸ್ತನನ್ನೇ ನಮಗೆ ಒಪ್ಪಿಸಿಕೊಟ್ಟಿದ್ದಾನೆ. ദൈവത്തിന് ഇനി മറ്റൊന്നും അധികം നൽകാനായി തൻ്റെ കയ്യിലില്ല. ದೇವರಿಗೆ ಇನ್ನೂ ಬೇರೆಯನ್ನು ಕೊಡುವುದಕ್ಕಾಗಿ ತನ್ನ ಕೈಯಲ್ಲಿ ಇಲ್ಲ. ദൈവം നമ്മെ ജനിപ്പിച്ച സമയത്ത്, ದೇವರು ನಮ್ಮನ್ನು ಹುಟ್ಟಿಸಿದ ಸಮಯದಲ್ಲಿ ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ എടുത്ത് നമ്മുടെ ആത്മാവിൽ വെച്ചു. ದೇವರು ತನ್ನ ಪುತ್ರನ ಮಗನ ಆತ್ಮವನ್ನು ತೆಗೆದು ನಮ್ಮ ಒಳಗೆ ಇಟ್ಟನು. അതിൻ്റെ 15ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കാം. 15. ಅದರ 15ನೇ ವಾಕ್ಯವನ್ನು ನಾವು ಓದಿಕೊಳ್ಳೋಣ. Roman chapter 8 verse 15. ರೋಮ ಬರೆದ ಪತ್ರಿಕೆ 8ನೇ ಅಧ್ಯಾಯದ 15ನೇ ವಾಕ್ಯ. ನೀವು മുഴുവൻ ചർച്ച മുഴുവൻ വായിച്ചാൽ ಸಭೆಯರೆಲ್ಲರೂ ಸೇರಿ ಓದಿಕೊಳ್ಳೋಣ. ನೀವು ತಿರುಗಿ ಭಯದಲ್ಲಿ ಬೀಳುವ ಹಾಗೆ ದಾಸನ ಭಾವವನ್ನು ಹೊಂದಿದವರಲ್ಲ, ಮಗನ ಭಾವವನ್ನು ಹೊಂದಿದವರಾಗಿದ್ದೀರಿ. ಈ ಭಾವದಿಂದ ನಾವು ದೇವರನ್ನು ಅಪ್ಪ, ತಂದೆ ಎಂದು ಕೂಗುತ್ತೇವೆ. ആമേൻ. നിങ്ങളെല്ലാവരും ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കാതെ പ്രസംഗം കേൾക്കരുത്. ನೀವೆಲ್ಲರೂ ಸತ್ಯವೇದನ ಓದಬೇಕು. ಸತ್ಯವೇದನ ಓದದೆ ಪ್ರಸಂಗವನ್ನು ಕೇಳಬಾರದು. നിങ്ങളുടെ ഉള്ളിൽ വചനം ഒരിക്കലും ക്രിയ ചെയ്യത്തില്ല. ಹಾಗಿರುವುದಾದ್ರೆ ನಿಮ್ಮ ಒಳಗೆ ಯಾವುದೇ ವಾಕ್ಯ ನಿಮ್ಮಲ್ಲಿ ಕ್ರಿಯೆ ಮಾಡುವುದಿಲ್ಲ. Praise the Lord. Praise the Lord. Okay. Okay. ഇവിടെ പറയുന്നത്, ಇಲ್ಲಿ ಹೇಳುವಂಥದ್ದು, അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ആത്മാവിൽ എടുത്തു വെച്ചു. ಅಪ್ಪ ತಂದೆ ಎಂದು ಕರೆಯುವಂಥ ಮಗನ ಆತ್ಮನ ತೆಗೆದು ನಮ್ಮ ಆತ್ಮದಲ್ಲಿ ಇಟ್ಟಿದ್ದಾನೆ. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ಎಲ್ಲರಿಗೂ ಗಮನದಿಂದ ಕೇಳ್ರಿ. അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവ്, ಅಪ್ಪ ತಂದೆಯೇ ಎಂದು ಕರೆಯುವಂಥ ಆತ್ಮನು. പഴയ നിയമം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ, ಹಳೆ ಒಡಂಬಡಿಕೆ ಎಲ್ಲವನ್ನ ನಾವು ಕಲಿಯುವುದಾದ್ರೆ, ദൈവത്തെ ದೇವರನ್ನ ഫാദർ എന്ന് വിളിച്ചിട്ടില്ല അവരാരും. ಅಲ್ಲಿ ಯಾರು ಕೂಡ ದೇವರನ್ನ ತಂದೆಯೇ ಎಂಬುದಾಗಿ ಕರೆಯಲಿಲ್ಲ. അവരെ വിളിച്ചത് അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് അവർ വിളിച്ചു. ಅಲ್ಲಿ ಅಬ್ರಹಾಮನ ದೇವರೇ, ಯಾಕೋಬನ ದೇವರೇ ಎಂಬುದಾಗಿ ಅಲ್ಲಿ ಅವರು ಕರೀತಿದ್ರು. അവർ ദൈവത്തെ പിതാവെന്ന് വിളിച്ചിട്ടില്ല. ಅವರು ದೇವರನ್ನ ತಂದೆಯೇ ಎಂಬುದಾಗಿ ಕರೆಯಲಿಲ್ಲ. യേശു മാത്രമാണ് സ്വർഗീയ പിതാവെന്ന് അഡ്രസ് ചെയ്തത്. ಯೇಸು ಮಾತ್ರ ಪರಲೋಕದ ತಂದೆಯೇ ಎಂಬುದಾಗಿ ಕರೆದಿರುವಂಥದ್ದು. Praise the Lord. Praise the Lord. സ്വർഗീയ പിതാവിനെ ഫാദർ എന്ന് വിളിച്ചത് യേശു മാത്രമാ. ಸ್ವರ್ಗೀಯ ತಂದೆಯನ್ನ ತಂದೆಯೇ ಎಂಬುದಾಗಿ ಕರೆದದ್ದು ಯೇಸು ಮಾತ್ರವೇ. ആ യേശുവിൻ്റെ ആത്മാവിനെ എടുത്ത് ദൈവം നമ്മുടെ ഉള്ളിൽ നൽകി തന്നു. ಆ ಯೇಸುವಿನ ಆತ್ಮವನ್ನು ತೆಗೆದು ದೇವರು ನಮ್ಮೊಳಗೆ ಇಟ್ಟಿದ್ದಾನೆ. Praise the Lord. Praise the Lord. ആമേൻ. ಆಮೆನ್. നമ്മുടെ ആത്മാവിൽ നൽകി തന്നെന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ನಮಗೆ ಆತ್ಮವನ್ನು ತಂದಿದ್ದಾನೆ ಎಂಬುದಂತ ಮಾತಿನ ಅರ್ಥವೇನು? നാം യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിച്ച നിമിഷം മുതൽ, ನಾವು ಯೇಸುವನ್ನು ಕ್ರಿಸ್ತನು ಎಂಬುದಾಗಿ ನಂಬುವಂತ ಆ ದಿನದಿಂದ നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. ನಮ್ಮ ಆತ್ಮಕ್ಕೆ ದೇವರ ಮಗನಾಗಿರುವಂತ ಪುತ್ರನಾಗಿರುವಂತ ಕ್ರಿಸ್ತನು ಇಳಿದು ಬರುವಂತದ್ದು. Praise the Lord. Praise the Lord. ആമേൻ. ಆಮೆನ್. എൻ്റെ ആത്മാവും ക്രിസ്തുവിൻ്റെ ആത്മാവും കൂടെ കൂട്ടിച്ചേരുക ചെയ്യുന്നത്. ನನ್ನ ಆತ್ಮವು ಕ್ರಿಸ್ತನ ಆತ್ಮನು ಒಟ್ಟಾಗಿ ಸೇರುವಂತದ್ದಾಗಿದೆ. എൻ്റെ ആത്മാവും ക്രിസ്തുവിൻ്റെ ആത്മാവും ഒന്നായി തീരുന്നു. ನನ್ನ ಆತ್ಮನು ಕ್ರಿಸ್ತನ ಆತ್ಮನು ಒಂದಾಗಿ ತೀರುವಂತದ್ದು. Praise the Lord. Praise the Lord. എന്ന് പറഞ്ഞാൽ
ಇನ್ನು ಹೇಳುವುದಾದ್ರೆ ഒരു ജലത്തിനകത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് പോലെ, ജലം മീൻസ് ಒಂದು ನೀರಿನ ಒಳಗೆ ಇಳಿದು ಹೋಗುವ ಹಾಗೆ ക്രിസ്തുവിന്റെ ആത്മാവിലേക്ക് ഞാൻ ഇറങ്ങിപ്പോകുക ചെയ്യുന്നത്. ಕ್ರಿಸ್ತನ ಆತ್ಮಕ್ಕೆ ನಾನು ಇಳಿದು ಹೋಗುವಂಥದ್ದು. ഞാൻ അവന്റെ ആത്മാവുമായി ഒന്നായി തീരുകയാണ്. ನಾನು ಆತನ ಆತ್ಮದಲ್ಲಿ ಒಂದಾಗುತ್ತೇನೆ. ആ നിമിഷം എന്റെ ആത്മാവ് ആത്മസ്നാനത്തിലേക്ക് പോകുന്നു. ಆ ನಿಮಿಷದಲ್ಲಿ ನನ್ನ ಆತ್ಮವು ಆತ್ಮದ ದೀಕ್ಷಾ ಸ್ನಾನಕ್ಕೆ ಹೋಗುತ್ತದೆ. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. നാം രക്ഷ ഏറ്റു പറഞ്ഞ നിമിഷം മുതൽ, ನಾವು ರಕ್ಷಣೆಯನ್ನು ಬಾಯಿಂದ ಹೇಳಿದಂಥ ನಿಮಿಷದಿಂದ നമ്മളുടെ ആത്മാവ് ദൈവപുത്രനായ യേശുവിന്റെ ആത്മാവിൽ മുങ്ങിത്താഴുന്നു. ನಮ್ಮ ಆತ್ಮವು ದೇವಪುತ್ರನಾಗಿರುವಂಥ ಯೇಸುವಿನ ಆತ್ಮದೊಂದಿಗೆ ಮುಳುಗುತ್ತದೆ. അവിടെയാണ് ആത്മസ്നാനം നമുക്കുണ്ടാകുന്നത്. ಅಲ್ಲಿ ನಮಗೆ ಆತ್ಮನ ದೀಕ್ಷಾ ಸ್ನಾನ ಉಂಟಾಗುವಂಥದ್ದು. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. ആമേൻ. ಆಮೆನ್. ദൈവം തന്റെ പുത്രന്റെ ആത്മാവിനെ നമ്മുടെ ആത്മാവിൽ നൽകി. ದೇವರು ತನ್ನ ಪುತ್ರನ ಆತ್ಮನ ನಮ್ಮ ಆತ್ಮದೊಟ್ಟಿಗೆ ಇಟ್ಟಿದ್ದಾನೆ. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തുവിന്റെ ആത്മാവും എന്റെ ആത്മാവും കൂടെ ചേർന്ന് ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. ಕ್ರಿಸ್ತನ ಆತ್ಮನು ನನ್ನ ಆತ್ಮದೊಂದಿಗೆ ಸೇರಿ ಒಂದು ಹೊಸ ಸೃಷ್ಟಿಯಾಗ್ತದೆ. ഇതാണ് നമ്മുടെ അകത്തെ മനുഷ്യന്റെ രൂപം. ಇದೇ ಆಗಿದೆ ನಮ್ಮ ಒಳಗಿನ ಮನುಷ್ಯನ ರೂಪ. Praise the Lord. Praise the Lord. Amen. Amen. ആ മനുഷ്യൻ ആ നിമിഷം മുതൽ വീണ്ടും ജനിച്ചു. ആ മനുഷ്യನು ಆ ನಿಮಿಷದಿಂದ ತಿರುಗಿ ಹುಟ್ಟುತ್ತಾನೆ. ദൈവം അവന് നൽകിയത് സ്വന്തം പുത്രൻ എന്ന പദവി നമുക്ക് നൽകി. ದೇವರು ನಮಗೆ ತನ್ನ ಸ್ವಂತ ಮಗನು ಎಂಬಂತ ಒಂದು ಪದವಿಯನ್ನು ಕೊಡ್ತಾನೆ. അതിന്റെ 16ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ಅದರ 16ನೇ ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. ನಾವು ದೇವರ ಮಕ್ಕಳಾಗಿದ್ದೇವೆ ಎಂಬುದಕ್ಕೆ ಪವಿತ್ರಾತ್ಮನೇ ನಮ್ಮ ಆತ್ಮದೊಂದಿಗೆ ಸಾಕ್ಷಿ ಹೇಳುತ್ತಾನೆ. പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ പറയുന്നത്, ಪರಿಶುದ್ಧಾತ್ಮ ನಮ್ಮ ಒಳಗೆ ಹೇಳುವಂಥದ್ದು, നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ನೀವು ದೇವರ ಮಕ್ಕಳಾಗಿದ್ದೀರಿ. ആത്മാവ് നമ്മോട് പറയുന്ന വാക്കെന്താണ്? ಆತ್ಮನು ನಮ್ಮೊಂದಿಗೆ ಹೇಳುವಂತಹ ವಾಕ್ಯ ಏನಾಗಿದೆ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന സാക്ഷ്യം എന്താണ്? ದೇವರ ಆತ್ಮನು ನಿಮ್ಮೊಂದಿಗೆ ಹೇಳುವಂತ ಸಾಕ್ಷಿ ಏನಾಗಿದೆ? നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ನೀವು ದೇವರ ಮಕ್ಕಳಾಗಿದ್ದೀರಿ. ಹಲೋ. ആദാം പാപം ചെയ്ത സമയത്ത്, ಆದಾಮನು ಪಾಪವನ್ನ ಮಾಡಿದ ಸಮಯದಲ್ಲಿ അവന്റെ അകത്തൊരു സൗണ്ട് ഉണ്ടായി. ಅವನ ಒಳಗಡೆ ಒಂದು ಶಬ್ದ ಉಂಟಾಯಿತು. ആ സൗണ്ട് എന്ന് പറയുന്നത്, ಆ ಶಬ್ದ ಎಂದು ಹೇಳುವಂಥದ್ದು അവന്റെ മിസ്റ്റേക്കുകളെ കുറിച്ചുള്ള ബോധ്യമാണ്. ಅವನ ತಪ್ಪುಗಳ ಕುರಿತಾಗಿರುವಂತ ಯೋಚನೆ. അവൻ നഗ്നനെന്ന ബോധ്യമുണ്ടായി. ಅವನು ನಗ್ನನಾಗಿದ್ದೇನೆಂಬಂತ ಅರಿವು ಅವನಿಗೆ ಉಂಟಾಯಿತು. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. വീണ്ടും ജനനം പ്രാപിച്ച നമ്മുടെ മേൽ, ತಿರುಗಿ ಹುಟ್ಟಿದಂತ ನಮ್ಮ ಮೇಲೆ, നമ്മുടെ അകത്തെ മനുഷ്യനിൽ, ನಮ್ಮ ಒಳಗಿನ ಮನುಷ್ಯನು ലഭിക്കുന്ന ശബ്ദം, ಅವನಿಗೆ ಸಿಗುವಂತ ಶಬ್ದ അത് ദൈവത്തിന്റെ ശബ്ദമാണ്. ಅದು ದೇವರ ಶಬ್ದವಾಗಿದೆ. എന്താണ് സൗണ്ട്? ಆ ಶಬ್ದವೇನು? നീ ദൈവത്തിന്റെ മകനാകുന്നു, ദൈവത്തിന്റെ മകൾ ആകുന്നു. ನೀನು ದೇವರ ಮಗನಾಗಿದ್ಯಾ, ನೀನು ದೇವರ ಮಗಳಾಗಿದ್ಯಾ ಎಂಬುದಾಗಿ. എന്താണ് അതിന്റെ അർത്ഥം? ಅದರ ಅರ್ಥವೇನು? നിന്നെ മകനായിട്ടും മകളായിട്ടും ദൈവം അംഗീകരിക്കുന്നു. ನಿನ್ನನ್ನು ಮಗನಾಗಿ ಮಗಳಾಗಿ ದೇವರು ಅಂಗೀಕಾರ ಮಾಡಿದ್ದಾನೆ. ಹಲೋ. ആമേൻ. ಆಮೆನ್. ദൈവം നിന്നെ അംഗീകരിച്ചിരിക്കുന്നു. ದೇವರು ನಿಮ್ಮನ್ನು ಅಂಗೀಕರಿಸಿದ್ದಾನೆ. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നോക്കി എന്താ പറയുന്നത്? ನೀವು ನಿಮ್ಮ ಮಕ್ಕಳ ನೋಡಿ ಏನ್ ಹೇಳ್ತೀರಾ? നിങ്ങൾ അവരെ കുഞ്ഞെന്ന് അഡ്രസ് ചെയ്യുന്നു. ನೀವರ ಮಗನೇ ಎಂಬುದಾಗಿ ಕರೀತೀರಾ. നിങ്ങൾ നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങൾ എന്ന് അഡ്രസ് ചെയ്യുന്നു. ನಿಮ್ಮ ಹೆಣ್ಣು ಮಕ್ಕಳನ್ನ ಮಗಳೇ ಎಂಬುದಾಗಿ ಕರೀತೀರಾ. പിതാവ് തന്റെ വചനത്താൽ ജനിപ്പിച്ച ശേഷം, ತಂದೆ ತನ್ನ ವಾಕ್ಯದ ಮೂಲಕ ಜನಿಸಿದ ನಂತರ, പരിശുദ്ധാത്മാവാം ദൈവം, ಪರಿಶುದ್ಧಾತ್ಮ ದೇವರು നിങ്ങളെ നോക്കി എന്താ പറയുന്നത്? ನಿಮ್ಮನ್ನು ನೋಡಿ ಏನ್ ಹೇಳ್ತಾರೆ? നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നു. ನೀವು ದೇವರ ಮಕ್ಕಳಾಗಿದ್ದೀರಾ. You are a son of God. ನೀವು ದೇವರ ಮಗನಾಗಿದ್ದಿ. അതാരാ പറയുന്നത്? ಅದು ಯಾರು ಹೇಳುವಂತದ್ದು? ദൈവം പറയുക. ಅದು ದೇವರೇ ಹೇಳ್ತಾರೆ. നീ എന്റെ സന്തതി തന്നെയാണ്. ನೀವು ನನ್ನ ಸಂತತಿಯೇ ಆಗಿದ್ದೀರಾ. You are my child. ನೀ ನನ್ನ ಮಗನು. You are my child. ನೀವು ನನ್ನ ಮಗಳು. We are children of God. ನಾವು ದೇವರ ಮಕ್ಕಳಾಗಿದ್ದೇವೆ. ಹಲೋ. ദൈവം നമ്മെ അംഗീകരിക്കുന്നു. ದೇವರು ನಮ್ಮನ್ನು ಅಂಗೀಕರಿಸ್ತಾನೆ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ದೇವರು ನಿಮ್ಮನ್ನು ಪ್ರೀತಿಸ್ತಾನೆ. അപ്പൊ ദൈവം എപ്പോഴും സംസാരിക്കുന്നത് എന്താണ്? ದೇವರು ಯಾವಾಗಲೂ ಏನೇನು ಮಾತಾಡ್ತಾನೆ? You are my
Okay, child. ನೀವು ನನ್ನ മക്കളാಗಿದ್ದೀರಾ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നു. ನೀವು ದೇವರ മക്കളാಗಿದ್ದೀರಾ. പരിശുദ്ധാത്മ എപ്പോഴും പറയുന്ന വാക്കെന്താണ്? ಪರಿಶುದ್ಧಾತ್ಮನು ಯಾವಾಗಲೂ ಹೇಳುವಂತ ಮಾತೇನು? നീ ദൈവത്തിന്റെ സന്തതിയാ. ನೀವು ದೇವರ ಸಂತತಿಯಾಗಿದ್ದೀರಾ. ഹലോ. എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ദൈവം നിന്നോട് സംസാരിക്കുന്ന വാക്കെന്താ? ಏನಾದರೂ ಸಮಸ್ಯೆ ಬಂದ್ರೆ ದೇವರು ನಿಮ್ಮೊಂದಿಗೆ ಮಾತಾಡುವಂತ ಮಾತು ಯಾವುದು? നീ അത്യുന്നതന്റെ പുത്രനാ. ನೀನು ಅತ್ಯುನ್ನತನಾಗಿರುವಂತ ಮಗನು. അത്യുന്നതന്റെ ಮಗಳಾಗುന്നു. ನೀನು ಅತ್ಯುನ್ನತನಾದಂತ ಆತನ ಮಗನಾಗಿದ್ದೀಯಾ. You are a son of Almighty God. ನೀವು ಸರ್ವಶಕ್ತದ ದೇವರ ಮಗನಾಗಿದ್ದೀಯಾ. Hallelujah. Praise the Lord. Praise the Lord. നിങ്ങൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ, ನಿಮಗೆ ಈ ಶಬ್ದ ಕೇಳುವಾಗ നിങ്ങൾ അതിനെ അംഗീകരിക്കണം. ನೀವು ಅದನ್ನು ಅಂಗೀಕರಿಸಬೇಕು. Praise the Lord. Praise the Lord. പിതാവാം ദൈവം തന്റെ പുത്രനെ നോക്കിയിട്ട്, ತಂದೆಯಾದ ದೇವರು ತನ್ನ ಮಗನನ್ನು ನೋಡಿ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞ വാക്കെന്താ? ಪರಲೋಕ ಅಂತ ಹೇಳಿದಂತ ಮಾತೇನು? ಇವൻ എന്റെ പ്രിയ പുത്രനാകുന്നു. ಇವನು ನನ್ನ ಪ್ರಿಯ ಪುತ್ರನಾಗಿದ್ದಾನೆ. യേശുവിനെ നോക്കി പറഞ്ഞ beloved son. ಯೇಸುವನ್ನು ನೋಡಿ ಪ್ರಿಯ ಪುತ್ರನು. ദൈവത്തിന് ഒരിക്കലും മടിയില്ല. ದೇವರಿಗೆ ಯಾವುದಕ್ಕೂ ನಾಚಿಕೆ ಇಲ್ಲ. നിന്നെ അഡ്രസ് ചെയ്യാൻ, ನಿಮ್ಮನ್ನ ಕರೆಯುವುದಕ್ಕಾಗಿ. ഇಲ್ಲಿരിക്കുന്ന സിസ്റ്റർ, ಇಲ್ಲಿರುವಂತ ಸಹೋದರಿ, സഹോദരന്മാർ, ಸಹೋದರರೇ, നിന്നെ അഡ്രസ് ചെയ്യുവാൻ ನಿಮ್ಮನ್ನ ಕರೆಯುವುದಕ್ಕೆ ദൈവത്തിന് മടിയില്ല. ಯಾವುದೇ ನಾಚಿಕೆ ಇಲ್ಲ ದೇವರಿಗೆ. ദൈവം പറയുന്നത്, ದೇವರು ಹೇಳುವಂತದ್ದು, നീ എന്റെ സന്തതിയാകുന്നു. ನೀನು ನನ್ನ ಸಂತತಿಯಾಗಿದ್ದೀಯಾ. ദൈവം വിളിച്ചു പറയുമ്പോൾ, ದೇವರು ಕೂಗಿ ಹೇಳುವಾಗ ಏಂಜಲಿಕ್ ವರ್ಲ್ಡ್ ಅದು ಕೇಳುವ, ಆ ದೇವದೂತರ ಲೋಕ ಅದನ್ನು ಕೇಳ್ತದೆ. ಸಾತಾನ್ಯ ಲೋಕಂ ಅದು ಕೇಳುವ, ಸೈತಾನನ ಲೋಕ ಕೂಡ ಅದನ್ನು ಕೇಳ್ತದೆ. Praise the Lord. Praise the Lord. ദൈവം അവരുടെ മുമ്പിൽ നിന്നെ അംഗീകരിച്ചു. ದೇವರು ಅವರ ಮುಂದೆ ನಿಮ್ಮನ್ನು ಅಂಗೀಕರಿಸ್ತಾರೆ. You are my son. Okay, ദൈവം പറഞ്ഞു, നീ എന്റെ പുത്രൻ തന്നെയാണ്. ದೇವರು ಹೇಳ್ತಾರೆ, ನೀನು ನನ್ನ ಮಗನೇ ಆಗಿದ್ದೀಯಾ. നീ എന്റെ പുത്രിയാണ്. ನೀ ನನ್ನ ಮಗಳಾಗಿದ್ದೀಯಾ. ദൈവം അതിൽ ലജ്ജിക്കുന്നില്ല. ದೇವರು ಅದಕ್ಕೆ ನಾಚಿಕೆ ಪಡುವುದಿಲ್ಲ. ദൈവം അതിൽ മടിക്കുന്നില്ല. ದೇವರು ಅದಕ್ಕೆ ನಾಚಿಕೆಯನ್ನು ಪಡುವುದಿಲ್ಲ. ഒരു പക്ഷേ വലിയ വീടൊന്നും നിനക്ക് കാണത്തില്ലായിരിക്കാം. ಒಂದು ವೇಳೆ ದೊಡ್ಡ ಮನೆ ನಿನಗೆ ಇಲ್ಲದೇ ಇರಬಹುದು. വലിയ സമ്പത്തൊന്നും കാണത്തില്ലായിരിക്കാം. ದೊಡ್ಡ ಸಂಪತ್ತು ನಿನಗೆ ಇಲ್ಲದೇ ಇರಬಹುದು. എങ്കിലും നീ അവന്റെ സന്തതി തന്നെയാ. ಆದರೂ ನೀನು ಆತನ ಸಂತತಿಯಾಗಿದ್ದೀಯಾ. ഹലോ. ബൈബിൾ പറയുന്നത് അങ്ങനെ തന്നെയാ. സത്യവേദ ಹೇಳುವಂತದ್ದು ಹಾಗೆಯೇ. Praise the Lord. Praise the Lord. Amen. Amen. അടുത്ത വാക്യം നമുക്കൊന്ന് നോക്കാം. ಮುಂದಿನ ವಾಕ್ಯವನ್ನು ಕೇಳಿ ನೋಡಿಕೊಳ್ಳೋಣ. 17ാമത്തെ വാക്യം. 17ನೆಯ ವಾಕ್ಯ. ಮಕ್ಕಳಾಗಿದ್ದರೆ ಬಾಧ್ಯರಾಗಿದ್ದೇವೆ, ದೇವರಿಗೆ ಬಾಧ್ಯರು, ಕ್ರಿಸ್ತನೊಂದಿಗೆ ಬಾಧ್ಯರು. ಹೇಗೆಂದರೆ ಕ್ರಿಸ್ತನಿಗೆ ಸಂಭವಿಸಿದ ಬಾಧೆಗಳಲ್ಲಿ ನಾವು ಪಾಲುಗಾರರಾಗುವುದಾದರೆ ಆತನ ಮಹಿಮೆಯಲ್ಲಿಯೂ ಪಾಲುಗಾರರಾಗುವೆವು. ആമേൻ. ആമേൻ. ഇവിടെ നാം മക്കളായതുകൊണ്ട് ദൈവത്തിൻ്റെ അവകാശമാണ് നാം. ಇಲ್ಲಿ ನಾವು ಮಕ್ಕಳಾಗಿದ್ದರಿಂದ ದೇವರ ಅವಕಾಶವಾಗಿದ್ದೇವೆ. ദൈവത്തിൻ്റെ അവകാശമാണ്. ದೇವರಿಗೆ ನಾವು ಬಾಧ್ಯರಾಗಿದ್ದೇವೆ. ബൈബിൾ പറഞ്ഞു, മക്കൾ യഹോവ നൽകുന്ന അവകാശവും അനുഗ്രഹവുമാണ്. ಸತ್ಯದ ಹೇಳ್ತದೆ, ಮಕ್ಕಳು ದೇವರಿಂದ ಬರುವಂತ ಅವಕಾಶವೂ ಆ ಬಾಧ್ಯತೆಯೂ ಆಗಿದೆ. നിങ്ങൾ മക്കളായതുകൊണ്ട് ദൈവത്തിൻ്റെ അവകാശമാണ് നിങ്ങൾ. ನೀವು ಮಕ್ಕಳಾಗಿದ್ದರಿಂದ ದೇವರ ಅವಕಾಶಗಳಾಗಿದ್ದೀರಾ ನೀವು. അമ്മോനെന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞാട്ടെ. ನಿದ್ದೆ ಮಾಡಬಾರ್ದು. കുറച്ച് ചേർ മാറ്റിയിടാവോ? ಸ್ವಲ್ಪ ಚೇರ್ ಇನ್ನೀಚೆ ತನ್ನಿ, ಇನ್ನೀಚೆ ಬಾ. ಓಕೆ, എന്നെ ശ്രദ്ധിച്ചിരിക്കാൻ പറ. ಈ ಕಡೆಯಿಂದ ಇಲ್ಲಿ ಶ್ರದ್ಧೆ ಇರಬೇಕು. Praise the Lord. Praise the Lord. ಓಕೆ, നാം ദൈവത്തിന്റെ മക്കളാണ്. ನಾವು ದೇವರ ಮಕ್ಕಳಾಗಿದ್ದೇವೆ. ദൈവത്തിന്റെ അവകാശമാണ്. ದೇವರ ಅವಕಾಶ ಬಾಧ್ಯರಾಗಿದ್ದೇವೆ. 16ാമത്തെ വാക്യത്തിലേക്ക് ഒന്നുകൂടെ ഞാൻ വരുവാണ്. 16ನೇ ವಾಕ್ಯ ನಾನು ತಿರುಗುಂದವತ್ತಿ ಬರ್ತೇನೆ. അവിടെ പറയുന്നു, ആത്മാവ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ. ಅಲ್ಲಿ ಪವಿತ್ರಾತ್ಮ ಹೇಳ್ತಾನೆ, ನೀವು ದೇವರ ಮಕ್ಕಳಾಗಿದ್ದೀರಾ. നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ. ನೀವು ದೇವರ ಮಕ್ಕಳು. 14ാമത്തെ വാക്യം എന്താ? നമ്മൾ 15ാമത്തെ വാക്യം എന്താ വായിച്ചത്? 15ನೇ ವಾಕ್ಯದಲ್ಲಿ ಏನೆಂದು ಓದಿದೆವು? അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ, ಅಪ್ಪ ತಂದೆ ಎಂಬುದಾಗಿ ಕರೆಯುವಂತ ಯೇಸು ಕ್ರಿಸ್ತನ ಆತ್ಮವನ್ನ നമ്മുടെ ആത്മാവിൽ എടുത്തു വെച്ചു. ನಮ್ಮ ಆತ್ಮದಲ್ಲಿ ಇಟ್ಟಿದ್ದಾನೆ. ഇരുവരും ചേർന്ന് ഒരു പുതിയ സൃഷ്ടിയായി. ಇಬ್ಬರು ಸೇರಿ ಒಂದು ಹೊಸ ಸೃಷ್ಟಿ എന്ന് പറഞ്ഞാൽ ಅದರ ಅರ್ಥ, ദൈവം നമ്മെ റീക്രിയേറ്റഡ് ആക്കി തീർത്തു. ದೇವರು ನಮ್ಮನ್ನ ಹೊಸ ಸೃಷ್ಟಿಯಾಗಿ ಮಾರ್ಪಡಿಸಿದ್ದಾನೆ. ആമേൻ. ಆಮೆನ್. Praise the Lord. Praise the Lord.
ಪುನಃ ಸೃಷ್ಟಿಯಾಗಿ ತೀರ್ತು. ಹೊಸ ಸೃಷ್ಟಿಯಾಗಿ ಇಟ್ಟಿದ್ದಾನೆ. ಆಮೆನ್. ಆಮೆನ್. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ, ಹೊಸ ಸೃಷ್ಟಿ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ, ನ್ಯೂ ಕ್ರಿಯೇಷನ್ എന്ന് പറഞ്ഞാൽ, ಹೊಸ ಸೃಷ್ಟಿ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ, ರೀಕ್ರಿಯೇಟೆಡ್ എന്നാണ് അതിന്റെ അർത്ഥം. ಹೊಸತಾಗಿ ಸೃಷ್ಟಿ ಮಾಡಿದ್ದು ಎಂಬುದಾಗಿ ಅರ್ಥ. കറക്റ്റ്. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ആമേൻ. ಆಮೆನ್. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ನಮ್ಮನ್ನು ಗಮನ ಇಟ್ಟು ಕೇಳ್ರಿ. ರೀಕ್ರಿಯೇಟೆಡ್ ആണ് നാം. ನಾವು ಹೊಸತಾಗಿ ಸೃಷ್ಟಿಸಲ್ಪಟ್ಟವರು. ರೀಕ್ರಿಯೇಟೆಡ್ എന്ന് പറഞ്ഞാൽ, ಹೊಸ ಸೃಷ್ಟಿ ಮಾಡಲ್ಪಟ್ಟದು ಎಂದು ಹೇಳುವುದಾದ್ರೆ, അതൊരു പുതിയ ഉൽപ്പന്നമാണ്. ಅದು ಹೊಸ ಒಂದು ಉತ್ಪನ್ನವಾಗಿದೆ. ആത്മാവ് നമ്മളോട് പറയുന്നത്, ಆತ್ಮನ ಮಂದಿಗೆ ಹೇಳುವಂಥದ್ದು, നീ ഒരു പുതിയ പ്രോഡക്റ്റ് ആകുന്നു. ನೀನು ಹೊಸ ಒಂದು ಉತ್ಪನ್ನವಾಗಿದೆಯಾ. അതാ ദൈവപുത്രൻ എന്ന് പറയുന്നത്. ಅದಕ್ಕೆ ದೇವರ ಪುತ್ರರು ಎಂಬುದಾಗಿ ಹೇಳುವಂಥದ್ದು. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ബൈബിൾ എന്താ പറയുന്നത്? ಸತ್ಯವೇದ ಏನು ಹೇಳ್ತದೆ? മുമ്പ് ജനമല്ലാത്തവർ, ಮೊದಲು ಜನ ಅಲ್ಲಾಗಿದ್ದವರು, മുമ്പ് മക്കൾ അല്ലാത്തവർ, ಮೊದಲು ಮಕ್ಕಳು ಆಗದೇ ಇದ್ದವರು, എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടെ ಆದರೆ ಯೇಸುವಿನೊಂದಿಗೆ നമ്മെ മക്കളാക്കി തീർത്തു. ನಮ್ಮನ್ನು ಮಕ್ಕಳನ್ನಾಗಿ ಮಾರ್ಪಡಿಸಿದ್ದಾನೆ. യേശുവിന്റെ ആത്മാവും ಯೇಸುವಿನ ಆತ್ಮನು നമ്മളുടെ ആത്മാവും, ನಮ್ಮ ಆತ್ಮನು ഒന്നായി തീർന്നു. ಒಂದಾಯಿತು. പുതിയൊരു പ്രോഡക്റ്റ് ആയി തീർന്നു. ಹೊಸ ಒಂದು ಉತ್ಪನ್ನವಾಗಿ ಉಡ್ಲಾಯ್ತಲ್ಲಿ. ആമേൻ. ಆಮೆನ್. ആ പുതിയ പ്രോഡക്റ്റിനെ ಆ ಹೊಸ ಉತ್ಪನ್ನಕ್ಕೆ പരിശുദ്ധാത്മാ വിളിക്കുവാണ്. ಪರಿಶುದ್ಧಾತ್ಮನ ಕರೀತಾನೆ, You are a son of God. ನೀವು ದೇವರ ಮಕ್ಕಳು. ഗ്രീക്കിൽ അത് കൊടുത്തിരിക്കുന്ന വാക്ക്, ಗ್ರೀಕಲ್ಲಿ ಕೊಟ್ಟಿರುವಂತ ಮಾತು ഹുറ്റാസിയ എന്ന ഗ്രീക്ക് വാക്കാ. ಕುಟಾಸಿಯ ಎಂಬುದಾಗಿ. ഹുറ്റാസിയ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം, ಕುಟಾಸಿಯ ಅಂತ ಗ್ರೀಕ್ ಮಾತಿನ ಅರ್ಥ ന്യൂ പ്രോഡക്റ്റ്. ಹೊಸ ಉತ್ಪನ್ನ. Praise the Lord. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. Hallelujah. ಹಾಲೆಲೂಯಾ. എന്താണ് ന്യൂ പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ಯಾಕೆ ಈ ಒಂದು ಹೊಸ ಉತ್ಪನ್ನ ಎಂಬುದಾಗಿ ಹೇಳಿರುವಂತದ್ದು? 17ാമത്തെ വാക്യം, 17ನೇ ವಾಕ್ಯ അവിടെ പറയുന്നത്, ಅಲ್ಲಿ ಹೇಳ್ತದೆ, നിങ്ങൾ ദൈവത്തിന്റെ അവകാശമാണ്, ನೀವು ದೇವರಿಗೆ ಬಾಧ್ಯರಾಗಿದ್ದೀರಾ, ക്രിസ്തുവിന് നിങ്ങൾ കൂട്ടവകാശികളാണ്. ಕ್ರಿಸ್ತನೊಂದಿಗೆ ನೀವು ಬಾಧ್ಯರಾಗಿದ್ದೀರಾ. ക്രിസ്തുവിന് കൂട്ടവകാശി. ಕ್ರಿಸ್ತನೊಂದಿಗೆ ನೀವು ಒಟ್ಟಾಗಿ ಬಾಧ್ಯರಾಗಿದ್ದೀರಾ. നിങ്ങളുടെ പാസ്റ്റർ, ನಿಮ್ಮ ಸೇವಕರು, അദ്ദേഹത്തിന് ವೈಫ್ ഉണ്ട്, ಅವರಿಗೆ ಹೆಂಡತಿ ಇದ್ದಾರೆ. പാസ്റ്ററിന്റെ സ്വത്തിനെല്ലാം ಸೇವಕರ ಎಲ್ಲ ಸೊತ್ತುಗಳಿಗೆ സിസ്റ്റർ പാർട്ട്ണറാണ്, ಸಹೋದರಿ ಪಾರ್ಟ್ನರ್ ಆಗಿ ಜೊತೆಯವರಾಗಿದ್ದಾರೆ. Praise the Lord. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഇതേപോലെ ಅದೇ ರೀತಿ ದೇವರು യേശുവിന് നൽകിയ സമ്പത്തിന്, ಯೇಸುವಿಗೆ ಇಟ್ಟುಕೊಟ್ಟದ್ದೆಲ್ಲ ಸಂಪತ್ತಲ್ಲಿ, എല്ലാ അനുഗ്രഹത്തിനും, ಎಲ್ಲ ಆಶೀರ್ವಾದಗಳಲ್ಲಿ, എല്ലാ അധികാരത്തിനും, ಎಲ್ಲ ಅಧಿಕಾರಗಳಲ್ಲಿ, അവന്റെ രാജ്യത്തിനും, ಅವನ ರಾಜ್ಯದಲ್ಲಿ ഈക്വൽ പൊസിഷനിലേക്ക്, ಸರಿಯಾದ ಸ್ಥಾನಕ್ಕೆ, ഈക്വൽ പൊസിഷനിലേക്ക് ಸರಿಯಾದ ಒಂದು ಸ್ಥಾನಕ್ಕೆ ദൈവം നിന്നെ കൊണ്ടുവന്നു. ದೇವರು ನಿಮ್ಮನ್ನ ಕರ್ಕೊಂಡು ಬಂದರು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. നീ ക്രിസ്തുവിന് ഈക്വൽ ആണ്. ನೀನು ಕ್ರಿಸ್ತನಲ್ಲಿ ಸರಿಯಾಗಿದ್ದೀರಿ, ಸಮಾನರಾಗಿದ್ದೀರಾ. യേശുവിന് നീ സമമായി നിൽക്കുന്നു. ಯೇಸುವಿನೊಂದಿಗೆ ನೀವು ಸಮವಾಗಿ ನಿಂತಿದ್ದೀರಾ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ഇതാണ് നിന്റെ പൊസിഷൻ. ಇದೇ ಆಗಿದೆ ನಿಮ್ಮ ಸ್ಥಾನ. ഇതാണ് നിന്റെ പൊസിഷൻ. ಇದೇ ಆಗಿದೆ ನಿಮ್ಮ ಸ್ಥಾನ. നീ ഒരിക്കലും ബലഹീനനായ വ്യക്തിയല്ല. ನೀವು ಯಾವತ್ತೂ ಕೂಡ ಬಲಹೀನನಾದಂತ ವ್ಯಕ್ತಿ ಅಲ್ಲ. യേശുവിനെ പോലെ, ಯೇಸುವಿನ ಹಾಗೆ സെയിം ಅಥಾರಿಟಿ ഉള്ള വ്യക്തി, ಅದೇ ಅಧಿಕಾರ ಇರುವಂತ ವ್ಯಕ್ತಿ, അതേ ശക്തിയുള്ള വ്യക്തി, ಅದೇ ಶಕ್ತಿ ಇರುವಂತ ವ್ಯಕ್ತಿ, അതേ ബലമുള്ള വ്യക്തി, ಅದೇ ಬಲ ಇರುವಂತ ವ್ಯಕ್ತಿ, യേശു ഇരിക്കുന്ന പോലെ, ಯೇಸು ಇರುವ ರೀತಿ, higher authority, ಸೇಮ್ ಅಥಾರಿಟಿ ദൈവം നിന്നെ ആക്കി വെച്ചു. ದೇವರು ನಿಮ್ಮನ್ನು ಇಟ್ಟಿದ್ದಾರೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ഹലോ. ಹಲೋ. എത്ര പേർക്ക് മനസ്സിലായി? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥವಾಗ್ತದೆ? ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം എത്ര വലുതാ. ದೇವರು ನಮ್ಮನ್ನು ಪ್ರೀತಿಸುವಂತ ಪ್ರೀತಿ ಎಷ್ಟು ದೊಡ್ಡದು. ക്രിസ്തീയ ജീവിതം ഒരിക്കലും ಕ್ರೈಸ್ತಿಯ ಜೀವಿತ ಯಾವತ್ತೂ ബലഹീനതയുടെ ജീവിതമല്ല, ಬಲಹೀನತೆಯ ಜೀವಿತ ಅಲ್ಲ, ബലമുള്ള ജീവിതമാണ്. ಬಲ ಉಳ್ಳಂತಹ ಜೀವಿತ. Praise the Lord. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ക്രൈസ്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? ಕ್ರಿಸ್ತನು ಇರುವಂತದ್ದು ಎಲ್ಲಿ? എഫേസ്യ ലേഖനം 1-ാം അധ്യായം, ಎಫೆಸರ ಬರೆದಕ್ಕೆ 1ನೇ ಅಧ್ಯಾಯ 21-22 വാക്യം, 21-22ನೇ ವಾಕ್ಯ. അവിടെ പറയുന്നു, ಅಲ್ಲಿ ಹೇಳ್ತದೆ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ಸತ್ತವರ ಮಧ್ಯದಿಂದ ദൈവം അവനെ ഉയർത്തി, ದೇವರವರನ್ನು ಎಬ್ಬಿಸಿದನು, വിളിക്കപ്പെടുന്ന ಕರೆಯಲ್ಪಟ್ಟಂತ സകല നാമത്തിനും ಎಲ್ಲಾ ನಾಮಗಳಲ್ಲಿ അത്യന്തം മീതെ ಅತ್ಯಂತ ಉನ್ನತವಾದಂತ അവനെ ഇരുത്തി. ಅಲ್ಲಿ ಅವನ ಇಟ್ಟನು. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ಆ ಮಾತಿನ ಅರ್ಥವೇನು? കൊലോസ് ലേഖനം ಕೊಲೊಸ್ಸೆಯವರ ಪತ್ರಿಕೆ 2-ാം അധ്യായം 2ನೇ ಅಧ್ಯಾಯ
10ാമത്തെ വാക്യം എന്ന് വായിച്ചേ. 10ನೇ ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. അതിന്റെ ആംപ്ലിഫൈഡ് വേർഷൻ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് എഴുതാമോ? ഇല്ല, ഞാൻ വായിക്കാം. ഇറ്റ്സ് ഓക്കെ. സഭ വായിച്ചോളൂ. ಸಭೆ ಓದಿಕೊಳ್ಳೋಣ. ಕೊಲೊಸ್ಸೆದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 2ನೇ ಅಧ್ಯಾಯದ 2:10. Colossians chapter 2 verse 10. 10ನೇ ವಾಕ್ಯ. ಕ್ರಿಸ್ತನಲ್ಲಿಯೇ ದೇವರ ಸರ್ವ ಸಂಪೂರ್ಣತೆಯು ಅವತರಿಸಿ ವಾಸ ಮಾಡುತ್ತದೆ ಮತ್ತು ನೀವು ಆತನಲ್ಲಿದ್ದುಕೊಂಡೇ ಪರಿಪೂರ್ಣತೆಯನ್ನು ಹೊಂದಿದವರಾಗಿದ್ದೀರಿ. Praise the Lord. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. അവിടെ പറയുന്നത് ಅಲ್ಲಿ ಹೇಳುವಂಥದ್ದು എല്ലാ വാഴ്ചയ്ക്കും, ಎಲ್ಲ ನಾಮಕ್ಕಿಂತಲೂ 10ാമത്തെ വാക്യം verse 10. 2:10. No, Colossians 2:10. Colossians 2:10. ಕ್ರಿಸ್ತನಲ್ಲಿಯೇ ದೇವರ ಸರ್ವ ಸಂಪೂರ್ಣತೆಯು ಅವತರಿಸಿ ವಾಸ ಮಾಡುತ್ತದೆ ಮತ್ತು ನೀವು ಆತನಲ್ಲಿದ್ದುಕೊಂಡೇ ಪರಿಪೂರ್ಣತೆಯನ್ನು ಹೊಂದಿದವರಾಗಿದ್ದೀರಿ. Praise the Lord. Okay. Okay, ವಾಯಿಸಿ. 11ನೇ ವಾಕ್ಯ. ಆತನು ಎಲ್ಲ ದೊರೆತನಗಳಿಗೂ ಅಧಿಕಾರಿಗಳಿಗೂ ಶಿರಸ್ಸು. യെസ്. ഇത് ഇംഗ്ലീഷിൽ ഇത് 10ാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്. ಇಂಗ್ಲೀಷಲ್ಲಿ 10ನೇ ವಾಕ್ಯದಲ್ಲಿದೆ. മലയാളത്തിലും 10ാമത്തെ വാക്യം തന്നെയാണ്. ಮಲಯಾಳಂನಲ್ಲಿ ಕೂಡ 10ನೇ ವಾಕ್ಯದಲ್ಲಿದೆ. എനിക്ക് കന്നഡയിൽ എത്ര കിടക്കുന്ന അറിയത്തില്ല. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് അതിൻ്റെ അകത്ത് ഇടാവോ? കൊലോസിയൻസ് ചാപ്റ്റർ 10. ಕೊಲೊಸ್ಸೆ ചാപ്റ്റർ 2 verse 10. ಕೊಲೊಸ್ಸೆ 2ನೇ ಅಧ್ಯಾಯದ 10ನೇ ವಾಕ್ಯ. ഇംഗ്ലീഷ് ഇടാമോ? ഏതെങ്കിലും വേർഷൻ ഇട്ടോളൂ. ഓക്കെ, ഇവിടെ പറയുന്നു എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും, ഓൾ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്. ಅದು 11 പ്ലീസ്. യെസ്, സെയിം വേർഡ്. ಅಧಿಕಾರ ಅದೆಲ್ಲ 11. ಓಕೆ, ಪ್ಲೀಸ್ ರೀಡ್. ಅದು ಕನ್ನಡದಲ್ಲಿ 11ನೇ ವಾಕ್ಯದಲ್ಲಿದೆ. ಎಲ್ಲ ದೊರೆತನಗಳಿಗೂ ಅಧಿಕಾರಿಗಳಿಗೂ ಶಿರಸ್ಸು. യെസ്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശിരസ്സാണ് ക്രൈസ്റ്റ്. ಎಲ್ಲ ದೊರೆತನಗಳಿಗೂ ಅಧಿಕಾರಿಗಳಿಗೂ ಶಿರಸ್ಸಾಗಿದ್ದಾನೆ ಕ್ರಿಸ್ತನು. ആ ക്രിസ്തുവിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ಆ ಕ್ರಿಸ್ತನಲ್ಲಿ ನೀವು ಪರಿಪೂರ್ಣತೆಯಾಗಿದ್ದೀರಾ. നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കുന്നു. ನೀವು ಪರಿಪೂರ್ಣರಾಗಿದ್ದೀರಾ. എന്നാൽ ಅದರರ್ಥ ആംപ്ലിഫൈഡ് വേർഷനിൽ പറയുന്നത്, ಆಂಪ್ಲಿಫೈಡ್ ವರ್ಷನ್ ಅಲ್ಲಿ ಹೇಳ್ತದೆ, അല്പ വ്യത്യാസമുണ്ട്. ಅದಕ್ಕೆ ಸ್ವಲ್ಪ ವ್ಯತ್ಯಾಸವಿದೆ. ഓക്കെ, അവിടെ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്ന വാക്കിനെ, ಅಲ್ಲಿ ದೊರೆತನಗಳು ಮತ್ತು ಅಧಿಕಾರಿಗಳು ಮತ್ತು ವಾಕ್ಯಕ್ಕೆ ഇവിടെ പറയുന്നത് എവറി ഏഞ്ചലിക് പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്നത് ಎಲ್ಲ ದೇವದೂತರಗಳ ಒಂದು ಅಧಿಕಾರ ಎಂಬುದಾಗಿ, ಅಧಿಕಾರಿಗಳಿಗೂ ദൈവദൂതന്മാരുടെ അധികാരവും വാഴ്ചയും, ದೇವದೂತರುಗಳ ಅಧಿಕಾರಗಳಿಗೂ ದೊರೆತನಗಳಿಗೂ അതിന്റെ മുകളിൽ, ಅದರ ಮೇಲೆ യേശു ഇരിക്കുന്നു. ಯೇಸು ಇದ್ದಾನೆ. അതുകൊണ്ടാണ് അവനെ കിങ് ഓഫ് കിങ് എന്ന് പറയുന്നത്. ಅದಕ್ಕಾಗಿ ಆತನನ್ನ ರಾಜಾದಿ ರಾಜನು ಎಂಬುದಾಗಿ ಹೇಳುವಂಥದ್ದು. രാജാക്കന്മാരുടെ രാജാവ്, ರಾಜರುಗಳ ರಾಜ. അതിന്റെ മുകളിൽ വേറെ ആരുമില്ല. ಅದರ ಮೇಲೆ ಬೇರೆ ಯಾರೂ ಇಲ್ಲ. ക്ലിയർ? ಅರ್ಥವಾಯ್ತಾ? ആമേൻ. ಆಮೇನ್. ಏಂಜಲಿಕ್ വേൾഡിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ದೇವದೂತರ ಒಂದು ಲೋಕವನ್ನು ನಾವು ಎರಡಾಗಿ ನೋಡೋಣ. നമ്പർ 1, ಮೊದಲನೇದಾಗಿ ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാരുടെ വാഴ്ചയും അധികാരവും, ದೇವರ ಪರಿಶುದ್ಧ ದೇವದೂತರುಗಳ ದೊರೆತನಗಳಿಗೂ ಅಧಿಕಾರಗಳಿಗೂ. നമ്പർ 2, ಎರಡನೇದಾಗಿ fallen angelsന്റെ വാഴ്ചയും അധികാരവും, ಬಿದ್ದು ಹೋದಂತ ದೇವದೂತರುಗಳ ಅಧಿಕಾರಗಳಿಗೂ ದೊರೆತನಗಳಿಗೂ. ആമേൻ. ಆಮೇನ್. ഇതിന്റെ എല്ലാത്തിന്റെ അത്യന്തം മുകളിൽ, ಇದೆಲ್ಲದಕ್ಕಿಂತಲೇ ಅತ್ಯಂತ ಹೆಚ್ಚು ಮೇಲೆ ദൈവം യേശുവിനെ ഇരുത്തി. ದೇವರು ಯೇಸುವನ್ನು ಇಟ್ಟಿದ್ದಾರೆ. ആമേൻ. ಆಮೇನ್. അവനെ എങ്ങനെ ഇരുത്തിയത്? ಅವರನ್ನು ಹೇಗೆ ಇಟ್ಟದ್ದು? രാജാവായിട്ട് ഇരുത്തി. ರಾಜನಾಗಿ ಅವನು ಇಟ್ಟಿದ್ದಾರೆ.
He is a king of kings. ಆತನ ರಾಜಾದಿ ರಾಜನು. അവൻ രാജാതി രാജാവാകുന്നു. ಆತನ ರಾಜಾದಿ ರಾಜನಾಗಿದ್ದಾನೆ. ഈ അർത്ഥത്തിലാണ് ಈ ಅರ್ಥದಲ್ಲಿ അവനെ ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്നത്. ಆತನನ್ನ ಕ್ರಿಸ್ತನು ಎಂಬುದಾಗಿ ಕರೆಯುವಂತದ್ದು. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം, ಕ್ರಿಸ್ತನು ಎಂಬ ಮಾತಿನ ಅರ್ಥ അഭിഷിക്തൻ. ಅಭಿಷಿಕ್ತನು. അഭിഷിക്തനെ ദൈവൻ രാജാവാക്കിയത്. ಅಭಿಷಿಕ್ತನನ್ನ ದೇವರು ರಾಜನನ್ನಾಗಿ ಮಾಡಿದ್ದಾನೆ. യേശു ഇന്ന് ക്രിസ്തുവാണ്. ಯೇಸು ಇವತ್ತು ಕ್ರಿಸ್ತನಾಗಿದ್ದಾನೆ. നമ്മൾ എന്താണ് വിശ്വസിച്ചത്? ನಾವು ಏನು ನಂಬುತ್ತೇವೆ? യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിച്ചു. ಯೇಸುವನ್ನು ಕ್ರಿಸ್ತನು ಎಂಬುದಾಗಿ ನಂಬಿದ್ದೇವೆ. എന്താ വാക്കിന്റെ അർത്ഥം? ಆ ಮಾತಿನ ಅರ್ಥವೇನು? എല്ലാ ദൂതന്മാരുടെ മുകളിലും, ಎಲ್ಲ ದೂತರುಗಳ ಮೇಲೆ, എല്ലാ സാത്താനിക് രാജ്യത്തിന്റെ മുകളിൽ, ಎಲ್ಲ ಸೈತಾನಿಕ ರಾಜ್ಯಗಳ ಮೇಲೆ, ദൈവദൂതന്മാരുടെ രാജ്യത്തിന്റെ മുകളിൽ ದೇವದೂತರುಗಳ ರಾಜ್ಯಗಳ ಮೇಲೆ യേശുവിനെ രാജാവാക്കി, ಯೇಸುವನ್ನ ರಾಜನಾಗಿ ಮಾಡಿದ್ದಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമ്മൾ അത് വിശ്വസിച്ച നിമിഷം, ನಾವು ಅದನ್ನು ನಂಬಿದಂತ ನಿಮಿಷದಲ್ಲಿ നമ്മൾ പുതുതായി ജനിച്ചു. ನಾವು ಹೊಸದಾಗಿ ಹುಟ್ಟಿದೆವು. യേശുവിന് ഈക്വൽ ആയി തീർന്നു. ಯೇಸುವಿಗೆ ಸರಿ ಸಮಾನರಾಗಿದ್ದೇವೆ. അവൻ ഇരിക്കുന്ന ഇടത്ത്, ಆತನು ಇರುವಂತಹ ಸ್ಥಳದಲ್ಲಿ നമ്മെ കൂടെ ഇരുത്തി ನಮ್ಮನ್ನು ಕೂಡ ಇರಿಸಿದ್ದಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അതേ അധികാരത്തിൽ, ಅದೇ ಅಧಿಕಾರ, അതേ ശക്തിയിൽ, ಅದೇ ಶಕ್ತಿಯಿಂದ, അതേ ബലത്തിൽ, ಅದೇ ಬಲದಿಂದ, അതേ ഗ്ലോറിയിൽ ಅದೇ ಮಹಿಮೆಯಿಂದ ദൈവം നിന്നെ ഇരുത്തി. ದೇವರು ನಿಮ್ಮನ್ನು ಇರಿಸಿದ್ದಾರೆ. Praise the Lord. Praise the Lord. ഇത് തിരിച്ചറിഞ്ഞു ಇದನ್ನು ತಿಳ್ಕೊಂಡಂತವರು ജീവിക്കുന്ന ജീവിതത്തെയാണ് ಜೀವಿಸ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. ಅದೇ ಆಗಿದೆ ಕ್ರಿಸ್ತಿಯ ಜೀವಿತ. ആമേൻ. ಆಮೆನ್. എന്താണ് ക്രിസ്ത്യാനിറ്റി? ಹಾಗಾದ್ರೆ ಕ್ರೈಸ್ತತ್ವ ಅಂದ್ರೆ ಏನು? നാം born again ആയ നിമിഷം മുതൽ, ನಾವು ಹೊಸದಾಗಿ ಹುಟ್ಟಿದಂತಹ ನಿಮಿಷದಿಂದ ദൈവത്തിൽ നിന്ന് ജനിച്ചു. ದೇವರಿಂದ ಹುಟ್ಟಿದೆವು. 1 യോഹന്നാൻ 1 ಯೋಹಾನ 5-ാം അധ്യായം 5ನೇ ಅಧ್ಯಾಯ അതിന്റെ 3-4 വാക്യം നമുക്ക് നോക്കാം. ಅದರ 3-4ನೇ ವಾಕ್ಯವನ್ನು ನೋಡಿಕೊಳ್ಳೋಣ. 1 ಯೋಹಾನ 5, 3 ಮತ್ತು 4ನೇ ವಾಕ್ಯ. അവിടെ പറയുന്നത്, ಅಲ್ಲಿ ಹೇಳ್ತದೆ, ಯೇಸುವನ್ನ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവർ, ಕ್ರಿಸ್ತನೆಂಬುದು ನಂಬುವವರು ദൈവത്തിൽ നിന്ന് ജനിച്ചു. 1-ാമത്തെ വാക്യം പറയുന്നു, ಅಲ್ಲಿ 1ನೇ ವಾಕ್ಯ ಹೇಳ್ತದೆ, ಓಕೆ, ಯೇಸುವನ್ನು ಕ್ರಿಸ್ತನೆಂದು ನಂಬ ಪ್ರತಿಯೊಬ್ಬನು ದೇವರಿಂದ ಹುಟ್ಟಿದವನಾಗಿದ್ದಾನೆ. ಯಾವನು ಹುಟ್ಟಿಸಿದ ತಂದೆಯನ್ನು ಪ್ರೀತಿಸುತ್ತಾನೋ ಅವನು ತಂದೆಯಿಂದ ಹುಟ್ಟಿದವರೆಲ್ಲರನ್ನೂ ಪ್ರೀತಿಸುತ್ತಾನೆ. ಓಕೆ, ಇനി അതിന്റെ 4-ും 5-ും വാക്യം ഒന്നെടുത്തേ. 4 ಮತ್ತು 5ನೇ ವಾಕ್ಯ ತೆಗೆದುಕೊಳ್ಳೋಣ. ಯಾಕಂದರೆ ದೇವರಿಂದ ಹುಟ್ಟಿರುವಂತಹದೆಲ್ಲವೂ ಲೋಕವನ್ನು ಜಯಿಸುತ್ತದೆ. മതി. എന്താ അവിടെ വായിച്ചത്? ಅಲ್ಲಿ ಓದಿದ್ದೇನು? നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒന്നുകൂടെ അത് വായിച്ചേ. ಎಲ್ಲರೂ ಸೇರಿ ಇನ್ನೊಮ್ಮೆ ಓದಿಕೊಳ್ಳೋಣ, ನೋಡೋಣ. ഒന്നുകൂടെ ഉച്ചത്തിൽ വായിക്കുക. ಜೋರಾಗಿ ಒಮ್ಮೆ ಓದಿಕೊಳ್ಳೋಣ. ಸಭ ಮುഴുവൻ ಶಬ್ದത്തിൽ ವಾയിക്കാമോ? ಇಡೀ ಸಭೆಯವರ ಶಬ್ದದಿಂದ ಓದಿಕೊಳ್ಳಬಹುದೇ? ಯಾಕೆಂದರೆ ದೇವರಿಂದ ಹುಟ್ಟಿರುವಂಥದ್ದೆಲ್ಲವೂ ಲೋಕವನ್ನು ಜಯಿಸುತ್ತದೆ. ಲೋಕವನ್ನು ಜಯಿಸಿದಂಥದ್ದು ನಮ್ಮ ನಂಬಿಕೆಯೇ. ಆಮೆನ್. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. അവിടെ പറയുന്ന വാക്ക് എന്താണ്? ಅಲ್ಲಿ ಹೇಳಿದಂಥ ಮಾತು ಏನಾಗಿದೆ? ദൈവത്തിൽ നിന്ന് ജനിച്ചത് എല്ലാം, ದೇವರಿಂದ ಹುಟ್ಟಿದಂಥವರೆಲ್ಲರೂ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ಲೋಕವನ್ನು ಜಯಿಸಿದ್ದಾರೆ. നിങ്ങൾ എപ്പോഴാണ് ലോകത്തെ ജയിച്ചത്? ನೀವು ಯಾವಾಗ ಲೋಕವನ್ನು ಜಯಿಸಿದ್ದು? നിങ്ങളുടെ പ്രാർത്ഥനയിലാണോ? ನಿಮ್ಮ ಪ್ರಾರ್ಥನೆಯಲ್ಲಿಯೋ? നിങ്ങളുടെ വിശ്വാസത്തിലാണ് ജയിച്ചിരിക്കുന്നത്. ನಿಮ್ಮ ನಂಬಿಕೆಯಲ್ಲಿ ನೀವು ಜಯಿಸಿದ್ದೀರಾ? പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. നിങ്ങളുടെ വിശ്വാസം എന്താണ്? ನಿಮ್ಮ ನಂಬಿಕೆ ಏನಾಗಿದೆ? യേശുവിനെ ദൈവം ഉയർത്തി. ಯೇಸುವನ್ನ ದೇವರು ಮೇಲೆತ್ತಿದನು. സകല നാമത്തിൻ മീതെ അവനെ ഉയർത്തി. ಸಕಲ ನಾಮಕ್ಕಿಂತಲೂ ಮೇಲಕ್ಕೆ ಆತನ ಮೇಲೆತ್ತಿದನು. എല്ലാ നാമത്തിൻ മീതെ അവൻ രാജാവാണ്. ಎಲ್ಲ ನಾಮಕ್ಕಿಂತಲೂ ಮೇಲೆ ಆತನ ರಾಜನಾಗಿದ್ದಾನೆ. ಅದು ವಿಶ್വസിച്ച ನಿಮಿഷം, ಅದನ್ನು ನಂಬಿದಂತ ನಿಮಿಷ നാം ലോകത്തെ ജയിച്ചു. ನಾವು ಲೋಕವನ್ನ ಜಯಿಸಿದೆವು. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചു. ನಾವು ದೇವರಿಂದ ಜನಿಸಿದೆವು. ഇരിക്കുന്ന ആരെങ്കിലും പരാജയപ്പെട്ടിരിക്കുന്നുണ്ടോ? ಇಲ್ಲಿ ಯಾರಾದರೂ ಸೋಲನ್ನು ಅನುಭವಿಸಿದವರಿದ್ದೀರಾ? നോ, ಇಲ್ಲ. ഒരിക്കലും പരാജയപ്പെട്ടവരല്ല നിങ്ങൾ. ಯಾವತ್ತೂ ಕೂಡ ಸೋಲನ್ನು ಅನುಭವಿಸಿದಂತವರಲ್ಲ ನೀವು. നിങ്ങൾ സകലത്തെയും ജയിച്ചവരാ. ನೀವು ಎಲ್ಲವನ್ನ ಜಯಿಸಿದವರು. അടുത്തിരിക്കുന്നവരാക്ക് കരം കൊടുത്തു പറ. ಪಕ್ಕದಲ್ಲಿರೋರಿಗೆ ಕರಗ ಕೊಟ್ಟು ಹೇಳ್ರಿ, നിങ്ങൾ സകലത്തെയും ജയിച്ചതാ. ನೀವೆಲ್ಲವನ್ನ ಜಯಿಸಿದವರು. നീ എല്ലാത്തിനെയും ജയിച്ചതാ. ನೀ ಎಲ್ಲವನ್ನ ಜಯಿಸಿದವರು. നീ സകലത്തെയും ജയിച്ചതാ. ನೀವು ಸಕಲವನ್ನ ಜಯಿಸಿದವರು. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್.
നിങ്ങൾ ജയത്തിന് കാത്തിരിക്കണ്ട. ನೀವು ಜಯಕ್ಕಾಗಿ ಕಾದಿರುವುದು ಬೇಡ. നിങ്ങൾ ജയിച്ചവരാ. ನೀವು ಜಯಿಸಿದವರೇ. Praise the Lord. Praise the Lord. എഫേസ്യ ലേഖനം ಎಫೆಸರ ಪತ್ರಿಕೆ 2-ാം അധ്യായം 2ನೇ ಅಧ್ಯಾಯ 4 മുതൽ 7 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. 4ರಿಂದ 7 ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. ಎಫೆಸ 2:4ರಿಂದ 7. ಆದರೆ ಕರುಣಾನಿಧಿಯಾಗಿರುವ ದೇವರು, സഭ മുഴുവൻ വായിച്ചാട്ടെ, ಎಲ್ಲರೂ ಸೇರಿ ಓದಿಕೊಳ್ಳೋಣ. ಆದರೆ ಕರುಣಾನಿಧಿಯಾಗಿರುವ ದೇವರು ನಮ್ಮ ಮೇಲೆ ಮಹಾ ಪ್ರೀತಿಯನ್ನಿಟ್ಟು ಅಪರಾಧಗಳ ದೆಸೆಯಿಂದ ಸತ್ತವರಾಗಿದ್ದ ನಮ್ಮನ್ನು ಕ್ರಿಸ್ತನೊಂದಿಗೆ ಬದುಕಿಸಿದನು. ಕೃಪೆಯಿಂದಲೇ ರಕ್ಷಣೆ ಹೊಂದಿದವರಾಗಿದ್ದೀರಿ. ಬದುಕಿಸಿದಲ್ಲದೆ ತಾನು ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿ ನಮಗೆ ಮಾಡುವ ಉಪಕಾರದ ಮೂಲಕ ತನ್ನ ಅಪಾರವಾದ ಕೃಪಾತಿಶಯವನ್ನು ಮುಂದಣ ಯುಗಗಳಲ್ಲಿ ತೋರಿಸಬೇಕೆಂದು ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿರುವ ನಮ್ಮನ್ನು ಆತನೊಂದಿಗೆ ಎಬ್ಬಿಸಿ ಪರಲೋಕದಲ್ಲಿ ಆತನೊಂದಿಗೆ ಕೂಡಿಸಿದ್ದಾನೆ. Praise the Lord. Praise the Lord. എന്താ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്? ಅಲ್ಲಿ ಏನು ನಾವು ನೋಡ್ತೇವೆ? യേശുവിനോട് കൂടെ ಯೇಸುವಿನೊಂದಿಗೆ നമ്മെ ഉയർപ്പിച്ചു, ನಮ್ಮನ್ನು ಎಬ್ಬಿಸಿದ್ದಾನೆ. യേശു ഇരിക്കുന്ന ഇടത്ത്, ಯೇಸು ಇರುವಂತ ಸ್ಥಳದಲ್ಲಿ അവനോട് കൂടെ ಅವನೊಂದಿಗೆ നമ്മെ ഇരുത്തി ನಮ್ಮನ್ನು ಕೂಡಿಸಿದ್ದಾನೆ. നമ്മൾ എവിടെ ഇരിക്കുന്നത്? ನಾವು ಎಲ್ಲಿದ್ದೇವೆ? യേശു ഇരിക്കുന്ന ഇടത്ത്, ಯೇಸು ಇರುವಂತ ಸ್ಥಳದಲ್ಲಿ നമ്മെ ഇരുത്തി. ನಮ್ಮನ್ನು ಕೂಡಿಸಿದ್ದಾನೆ. നമ്മെ ഇരുത്തുമെന്നല്ല പറഞ്ഞത്, ನಮ್ಮನ್ನು ಕೂಡಿಸ್ತೇನೆ ಎಂಬುದಾಗಿ ಅಲ್ಲ ಹೇಳಿದ್ದು. നമ്മെ ഇരുത്തി കഴിഞ്ഞു, ನಮ್ಮನ್ನು ಕೂಡಿಸಿದ್ದಾನೆ, ಕೂಡಿಸಿ ಆಗಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് ബൈബിൾ പറയുന്നത്, സത്യവത ಹೇಳ್ತದೆ, തന്റെ അധികമായ സ്നേഹത്തെ പ്രദർശിപ്പിക്കാൻ, ತನ್ನ ಅಧಿಕವಾದಂತಹ ಪ್ರೀತಿಯನ್ನ ತೋರ್ಪಡಿಸುವುದಕ್ಕಾಗಿ വരും കാലങ്ങളിൽ, ಬರುವ ದಿನಗಳಲ್ಲಿ, ಮುಂದಿನ ಯುಗಗಳಲ್ಲಿ തന്റെ കൃപയുടെ, ತನ್ನ ಕೃಪೆಯೊಂದಿಗೆ അത്യന്ത ധനത്തെ, ಅತಿಶಯವಾದಂತ ಅತ್ಯಂತ ಧನത്തെ, ധനം മീൻസ് വെൽത്ത്, ಅತ್ಯಂತ ಸಂಪತ್ತಿನಿಂದ, ಗ್ಲೋರಿಯಸ್ ವೆಲ್ತಿനെ, ಮಹಿಮೆಯ ಸಂಪತ್ತಿನಿಂದ കാണിക്കേണ്ടതിന് ತೋರಿಸಬೇಕೆಂಬುದನ್ನು അവനോട് കൂടെ ಆತನೊಂದಿಗೆ നമ്മെ ഇരുത്തി. ನಮ್ಮನ್ನು ಕೂಡಿಸಿದ್ದಾನೆ. ദൈവത്തിന്റെ സ്നേഹത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ದೇವರ ಪ್ರೀತಿಯನ್ನು ಶ್ರದ್ಧೆ ಅಂತ ಕೇಳ್ರಿ, ನೋಡ್ರಿ. ഒന്ന് അവനോട് കൂടെ ഇരുത്തി, ಒಂದು ಮೊದಲಿಗೆ ಆತನೊಂದಿಗೆ ಕೂಡಿಸಿದ್ದಾನೆ. എന്നിട്ടും തന്റെ സ്നേഹത്തെ കാണിക്കുവാൻ, ಆದ್ರಿಂದ ತನ್ನ ಪ್ರೀತಿಯನ್ನು ತೋರಿಸುವುದಕ್ಕಾಗಿ, തന്റെ വാത്സല്യത്തെ ತನ್ನ കാണിക്കുവാൻ, ವಾತ್ಸಲ್ಯವನ್ನು ತೋರಿಸುವುದಕ್ಕಾಗಿ, തന്റെ കൃപയുടെ, ತನ್ನ ಕೃಪೆಯ അത്യന്ത ധനം, ಅತ್ಯಂತವಾದ ಅಧಿಕವಾದಂತಹ ಸಂಪತ್ತು കാണിക്കേണ്ടതിന് ಅದನ್ನು ತೋರಿಸಬೇಕೆಂಬುದಾಗಿ നമ്മെ ഇരുത്തി. ನಮ್ಮನ್ನು ಕೂಡಿಸಿದ್ದಾನೆ. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ನಿಮ್ಮ ಕ್ರಿಸ್ತಿಯ ಜೀವಿತದಲ್ಲಿ, മുമ്പോട്ടുള്ള യാത്രയിൽ ಮುಂದಿಗಿರುವಂತ ಯಾತ್ರೆಯಲ್ಲಿ നിങ്ങൾ കാണുന്നത് ನೀವು ಕಾಣುವಂತದ್ದು ഗ്ലോറിയസ് വെൽത്ത് ആയിരിക്കും. ಮಹಿಮೆಯ ಸಂಪತ್ತಾಗಿದೆ. കാരണം ദൈവം നിന്നെ ഇരുത്തിയത് ಯಾಕಂದ್ರೆ ದೇವರು ನಿಮ್ಮನ್ನು ಕೂಡಿಸಿದ್ದು യേശു ഇരിക്കുന്നിടത്താണ്. ಯೇಸು ಕೂತಿರುವಂತ ಸ್ಥಳದಲ್ಲಿ അവൻ ഇരിക്കുന്നത് ಆತನು ಇರುವಂತದ್ದು മഹാരാജാവായിട്ട്, ಮಹಾರಾಜನಾಗಿ. നിന്നെ ദൈവം ഇരുത്തിയത് ನಿಮ್ಮನ್ನ ದೇವರು ಕೂತಿಸಿದ್ದು രാജാവായിട്ടാ, ರಾಜನಾಗಿಯೇ. Praise the Lord. Praise the Lord. നമ്മൾ എങ്ങനെ ആയിരിക്കണം ഇനി അത് ആക്ടിവേറ്റ് ആക്കേണ്ടത്? ನಾವು ಅದನ್ನು ಯಾವ ರೀತಿಯಾಗಿ ಅದನ್ನು ಕಾರ್ಯರೂಪಕ್ಕೆ ತರಬೇಕಾದದ್ದು? രാജാവ് ഒരിക്കലും അപേക്ഷിക്കത്തില്ല, രാജാവ് കമാൻഡ് ചെയ്യത്തേയുള്ളൂ. ರಾಜನು ಯಾವಾಗಲೂ ನಿರೀಕ್ಷಿಸುವುದಿಲ್ಲ, ಆತನು ಯಾವಾಗಲೂ ಕಮಾಂಡ್, ಆಜ್ಞೆಯನ್ನ ಕೊಡ್ತಾನೆ. രാജാവ് ഭരിക്കുന്നത് വാക്കുകളില്ല. ರಾಜನು ಆಳ್ವಿಕೆ ಮಾಡುವಂಥದ್ದು ಮಾತಿನ ಮೂಲಕ. രാജാവ് രാജ്യം ഭരിക്കുന്നത്, ರಾಜನು ರಾಜನನ್ನ ಆಳ್ವಿಕೆ ಮಾಡುವ, ರಾಜ್ಯವನ್ನು ಆಳ್ವಿಕೆ ಮಾಡುವಂಥದ್ದು വാക്കുകൾ കൊണ്ട്, ಮಾತಿನ ಮೂಲಕ. എന്ത് ആ രാജ്യത്ത് നടക്കണമെങ്കിലും ಆ ದೇಶದಲ್ಲಿ ಏನು ನಡೆಯಬೇಕೆಂಬುದಾಗಿ താൻ വാക്കുകൾ കൊണ്ടാ പറയുന്നത്. ನನ್ನ ಮಾತಿನ ಮೂಲಕ ಆತನು ಹೇಳ್ತಾನೆ. ബൈബിളിലെ വാക്കുകൾ, ಸತ್ಯದಲ್ಲಿರುವಂತಹ ವಾಕ್ಯಗಳು മഹാരാജാവിന്റെ ആജ്ഞയാ, ಮಹಾರಾಜನ ಆಜ್ಞೆಗಳೇ ಆಗಿದೆ. എന്താണ് ആജ്ഞ? ಏನು ಆಜ್ಞೆ? നിങ്ങൾ പുറപ്പെട്ടു പോകണം, ನೀವು ಹೊರಡಬೇಕು, സകല ജാതികളെയും ശിഷ്യരാക്കണം, ಎಲ್ಲ ಜನಾಂಗಗಳನ್ನು ನೀವು ಶಿಷ್ಯರನ್ನಾಗಿ ಮಾಡಬೇಕು, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം, ನಂಬುವವರನ್ನ ದೀಕ್ಷಾಸ್ನಾನ ಮಾಡಿಸಬೇಕು, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, ನಂಬುವಂತವರನ್ನ ಶಿಷ್ಯರನ್ನಾಗಿ ನಡೆಸಬೇಕು. നിങ്ങൾ കരം വെച്ച രോഗികൾ സൗഖ്യമാകും, ನೀವು ಕರಗಳನ್ನು ಇಟ್ಟರೆ ರೋಗಿಗಳು ಸೌಖ್ಯರಾಗ್ತಾರೆ. ഇത് മഹാരാജാവിന്റെ ആജ്ഞയാ. ಇದು ಮಹಾರಾಜನ ಆಜ್ಞೆಯಾಗಿದೆ. ഹലോ ಹಲೋ,
യേശു ആരാണ്? ಯೇಸು ಯಾರಾಗಿದ್ದಾನೆ? കിങ് ഓഫ് കിങ്, ರಾಜಾದಿ ರಾಜನು. അവൻ എന്താ പറഞ്ഞത്? ಆತನು ಏನೇನು ಹೇಳಿದನು? നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുക, ನೀವು ಹೋಗಿ ಸುವಾರ್ತೆಯನ್ನ ಸಾರ್ರಿ. മഹാരാജാവിന്റെ കൽപ്പനയാ, ಮಹಾರಾಜನ ಅಪ್ಪಣೆಯಾಗಿದೆ, അവന്റെ ആജ്ഞയായത്. ಇದು ಆತನ ಆಜ್ಞೆ. ആമേൻ, ಆಮೇನ್. യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ಯೇಸು ಹೇಳಿದಂತ ಒಂದು ಕಾರ್ಯವಿದೆ. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ತಂದೆ ನನ್ನನ್ನು ಕಳಿಸಿದ ರೀತಿಯಲ್ಲಿ ನಾನು ನಿಮ್ಮನ್ನು ಕಳಿಸ್ತೇನೆ. പിതാവ് യേശുവിനെ അയച്ചു, ತಂದೆ ಯೇಸುವನ್ನು ಕಳಿಸಿದರು. കൂടെ പിതാവും പരിശുദ്ധാത്മാവും വർക്ക് ചെയ്തു. ಆತನ ಜೊತೆಯಲ್ಲಿ ತಂದೆ ಮತ್ತು ಪರಿಶುದ್ಧಾತ್ಮನು ಕೆಲಸವನ್ನ ಮಾಡಿದರು. അതേപോലെ ಅದೇ ರೀತಿಯಾಗಿ അവൻ നമ്മെ അയച്ചു. ಆತ ನಮ್ಮನ್ನು ಕಳಿಸಿದನು. നിങ്ങൾ ആ വിശ്വാസത്തോടെ ನೀವು ಅಪನಂಬಿಕೆಯೊಂದಿಗೆ നിങ്ങൾ പുറപ്പെട്ടാൽ ನೀವು ಹೊರಟರೆ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ കൂടെയുണ്ട്. ದೇವರ ಕಾರ್ಯ ನಿಮ್ಮ ಜೊತೆಯಲ್ಲಿದೆ. ಆ ನಂಬಿಕೆಯಿಂದ ನೀವು ಹೊರಟರೆ ದೇವರ ಕಾರ್ಯ ನಿಮ್ಮ ಮೇಲಿದೆ. Praise the Lord. Praise the Lord. യേശു ഇരിക്കുന്നത് ഹയർ അതോറിറ്റിയില. ಯೇಸು ಇರುವಂತದ್ದು ಉನ್ನತವಾದಂತ ಅಧಿಕಾರದಲ್ಲಿ. ആമേൻ, ಆಮೇನ್. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഒരു കാര്യം ഞാൻ പറയാം. ನಿಮಗೆ ಅರ್ಥವಾಗುವ ರೀತಿ ನಾನು ಹೇಳ್ತೇನೆ. ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ದಾನಿಯೇಲನು ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದನು. പാർസി രാജ്യത്തിലേക്ക് ദാനിയേൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാണ്. ಆ ದಾನಿಯೇಲ್ ಇರುವಂತಹ ಯುದ್ಧ ಪ್ರಾರ್ಥಿಸುವ ಸಮಯದಲ್ಲಿ ಆ ಸಮಯದಲ್ಲಿ അന്ന് ദാനിയേൽ ഇരുന്ന രാജ്യം എന്ന് പറയുന്നത് പാർസികൾ ഭരിച്ച രാജ്യമാണ്. ದಾನಿಯೇಲ್ ಇದ್ದಂತಹ ದೇಶ ಹೇಳುತ್ತೆ ಪಾರ್ಸಿಯರು ಇರುವಂತಹ ದೇಶ. പാർസി മീൻസ് പേർഷ്യ. ಪಾರ್ಸಿಯರು ಅಂತ ಹೇಳಿದ್ರೆ ಪರ್ಸಿಯರು. ആമേൻ. ಇರಾನ್. പേർഷ്യൻ ഭരണം അന്ന് നിലവിലുണ്ടായിരുന്നു. ಪರ್ಸಿಯರೆಲ್ಲ ಅಲ್ಲಿ ಜಾಗದಲ್ಲಿ ಅಲ್ಲಿ ಇದ್ದರು. ഭൂമിയിൽ പേർഷ്യയുടെ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ಭೂಮಿಯಲ್ಲಿ ಪರ್ಷಿಯದ ರಾಜರು ಆಳ್ವಿಕೆಯನ್ನು ಮಾಡುವಾಗ ಆಕಾಶಮಂಡಲದಲ್ಲಿ അവരെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു കിങ്ഡം ഉണ്ട്. ಅವರನ್ನ ಒಂದು ನಿಯಂತ್ರಣ ಮಾಡುವಂತ ಇನ್ನೊಂದು ರಾಜ್ಯ ಇದೆ. അതായിരുന്നു പൈശാചിക രാജ്യം. ಅದಾಗಿದೆ ಸೈತಾನನ ರಾಜ್ಯ. പാർസി രാജ്യത്തിന്റെ പ്രഭുവായിരുന്നു. ಪಾರ್ಸಿ ರಾಜ್ಯ ದೇಶದ ಒಂದು ಪ್ರಭುವಾಗಿದ್ದನು. പ്രഭു മീൻസ് രാജാവ്. ಪ್ರಭು ಅಂದ್ರೆ ಅರಸನು. പാർസി രാജ്യത്തിന്റെ മുകളിൽ മറ്റൊരു രാജ്യം അവരെ കൺട്രോൾ ചെയ്തു. ಪಾರ್ಸಿ ದೇಶದ ಮೇಲೆ ಇನ್ನೊಂದು ದೇಶ ಅವರನ್ನು ಕಂಟ್ರೋಲ್ ಮಾಡ್ತಾ ಇತ್ತು. ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ದಾನಿಯೇಲನು ಪ್ರಾರ್ಥಿಸ್ತಾ ಇರುವಾಗ ദൈവം ഗബ്രിയേലിനെ അയച്ചു. ದೇವರು ಗಬ್ರಿಯೇಲನನ್ನು ಕಳುಹಿಸಿದರು. പാർസി രാജ്യത്തിന്റെ പ്രഭു, ಪಾರ್ಸಿ ದೇಶದ ಒಂದು ಪ್ರಭು, fallen angel, ಬಿದ್ದು ಹೋದಂತ ದೇವದೂತ, വീണുപോയ ദൂതനാഥ്, ಬಿದ್ದು ಹೋದಂತ ದೂತನಾದನು. അവൻ ഗബ്രിയേലിനെ തടഞ്ഞു. ಅವನು ಗಬ್ರಿಯೇಲನನ್ನು ತಡೆದನು. ഇത് എന്റെ കിങ്ഡമാ, ಇದು ನನ್ನ ರಾಜ್ಯ ದೊರೆತನವಾಗಿದೆ, നിനക്ക് എൻട്രി ഇല്ല, ಇಲ್ಲಿ ನಿನಗೆ ಯಾವುದೇ ಪ್ರವೇಶವಿಲ್ಲ. 21 ദിവസം 21 ದಿನ ദൂതൻ അവിടെ നിന്നു. ದೂತನಲ್ಲಿ ನಿಂತನು, ഒരിക്കലും തിരിച്ചു പോയില്ല, ಯಾವತ್ತೂ ಹಿಂದಿರುಗಿ ಹೋಗಲಿಲ್ಲ. ദൈവം ചെയ്ത കാര്യം, ದೇವರು ಮಾಡಿದಂತ ಕಾರ್ಯ, ഹയർ അതോറിറ്റിയുള്ള ಉನ್ನತವಾದಂತ ಅಧಿಕಾರವುಳ್ಳ ಮಿಕಾಯೇಲನನ್ನ അവിടേക്ക് അയച്ചു. ಅಲ್ಲಿ ಕಳುಹಿಸಿದನು. ಮಿಕಾಯೇಲ್ ಬಂದು ಆ ರಾಜ್ಯത്തിന്റെ ಪ್ರಭುವಿനെ, ಆ ದೇಶದ ಪ್ರಭುವನ್ನ വെട്ടിക്കളഞ്ഞു, ಕಡೆದನು, പരാജയപ്പെടുത്തി, ಅಪಜಯಗೊಳಿಸಿದನು. Praise the Lord. Praise the Lord. Amen. Amen. ദൈവം എപ്പോഴും ചെയ്യുന്നത്, ದೇವರು ಯಾವತ್ತೂ ಕೂಡ ಮಾಡುವಂತದ್ದು ഹയർ അതോറിറ്റിയിൽ നിന്ന്, ಉನ್ನತವಾದಂತ ಅಧಿಕಾರದಿಂದ തന്റെ പ്രവൃത്തി, ತನ್ನ ಕಾರ್ಯವನ್ನ ഭൂമിയിലേക്ക് അയക്കും, ಭೂಮಿಯ ಕಡೆ ಕಳಿಸ್ತಾನೆ. നമ്മൾ എവിടെ ഇരിക്കുന്നത്? ನಾವೆಲ್ಲಿರುವಂತದ್ದು? യേശു ഇരിക്കുന്ന ഇടത്ത്, ಯೇಸು ಇರುವಂತ ಸ್ಥಳದಲ್ಲಿ അവനുമായി ഒരുമിച്ചിരിക്കുന്നു. ಆತನೊಂದಿಗೆ ಇದ್ದೇವೆ. അവൻ രാജാതി രാജാവ്, ಆತನು ರಾಜಾದಿ ರಾಜನಾಗಿದ್ದಾನೆ, ഹയർ അതോറിറ്റിയിൽ ഇരിക്കുന്നു, ಉನ್ನತ ಅಧಿಕಾರದಲ್ಲಿದ್ದಾನೆ. ആമേൻ. ಆಮೆನ್. നിങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ ನೀವು ಸುವಾರ್ತೆಯನ್ನ ಸಾರುವುದಕ್ಕೆ ಹೋಗುವಾಗ അവന്റെ സ്ഥാനപതിയായിട്ടാ പോകുന്നത്, ಆತನ ಸ್ಥಾನದಲ್ಲಿ ಇದ್ದುಕೊಂಡೇ ಹೋಗ್ತೀರಾ. അവന്റെ അംബാസിഡർ ആയിട്ടാ പോകുന്നത്, ಆತನ ರಾಯಭಾರಿಯಾಗಿದ್ದು ನೀವು ಹೋಗ್ತೀರಾ. ആ രാജ്യത്തിന്റെ പ്രഭുവായിട്ട്, ആ രാജ്യത്തിന് പകരക്കാരനായിട്ടാ പോകുന്നേ. ಆ ರಾಜನ ಒಂದು ಪ್ರಭುವಾಗಿ, ಆ ರಾಜನ ಒಂದು ಸುದ್ದಿಗಾರರಾಗಿ ನೀವು ಹೋಗ್ತೀರಾ. ആമേൻ. ಆಮೆನ್. നിങ്ങൾ പോകുന്നത്, ನೀವು ಹೋಗುವಂತದ್ದು ഹയർ അതോറിറ്റിയിൽ നിന്ന്, ಉನ್ನತವಾದ ಅಧಿಕಾರದಿಂದ നിങ്ങൾ പോകുന്നത്. ನೀವು ಹೋಗ್ತೀರಾ. യേശു ഇരിക്കുന്നതിന്റെ മുകളിൽ ಯೇಸು ಇರುವಂತ ಮೇಲೆ
മറ്റൊരു അധികാരമില്ല. ಬೇರೆ ಯಾವುದೇ ಅಧಿಕಾರ ಇಲ್ಲ. എല്ലാ വാഴ്ചയും, ಎಲ್ಲ ಅಧಿಕ ದೊರೆತನವು, എല്ലാ ശക്തിയും, ಎಲ್ಲ ಶಕ್ತಿಯು, എല്ലാ കർത്തൃത്വവും, ಎಲ್ಲ ಕಾರ್ಯಗಳು, എല്ലാ ഭരണ സംവിധാനവും ಎಲ್ಲ ಸಂವಿಧಾನಗಳು യേശുവിന്റെ കാൽക്കീഴാണ്. ಯೇಸುವಿನ ಕೈ ಕೆಳಗೇನೆ ಆಗಿದೆ എന്ന് പറഞ്ഞാൽ ಅಂದ್ರೆ ಅರ್ಥ അവൻ ഈക്വലാക്കി, ಆತನವನು ಈಕ್ವಲ್ ಆಗಿ ಸರಿಸಮಾನವಾಗಿ ദൈവം നമ്മെ തീർത്തു. ಆ ಸ್ಥಾನದಲ್ಲಿ ದೇವರು ನಮ್ಮನ್ನು ಇಟ್ಟಿದ್ದಾನೆ. എന്താണ് വാക്കിന്റെ അർത്ഥം? ಆ ಮಾತಿನ ಅರ್ಥವೇನು? അവന് കീഴ്പ്പെടുന്നതെല്ലാം ಆತನಿಗೆ ವಿಧೇಯರಾಗುವಂತದ್ದೆಲ್ಲ നിനക്ക് കീഴ്പ്പെടും. ನಿನಗೆ ವಿಧೇಯರಾಗ್ತದೆ. അവന് കീഴ്പ്പെടുന്നതെല്ലാം ಆತನಿಗೆ ವಿಧೇಯರಾಗುವಂತದ್ದೆಲ್ಲ നിനക്കും കീഴ്പ്പെടും. ನಿನಗೂ ವಿಧೇಯವಾಗ್ತದೆ. അവന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ಆತನಿಂದ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುವಂತೆಲ್ಲ നിനക്കും ചെയ്യാൻ കഴിയും. ನಿಮ್ಮಿಂದಲೂ ಮಾಡ್ಲಿಕ್ಕೆ ಆಗ್ತದೆ. Because you are a children of God. ಯಾಕಂದ್ರೆ ನೀವು ಆತನ ಮಕ್ಕಳಾಗಿದ್ದೀರಾ. Hallelujah. Hallelujah. ദൈവം നമ്മെ ഇരുത്തിയത് ದೇವ ನಮ್ಮನ್ನು ಕುಳ್ಳಿರಿಸಿದ್ದು higher authority, ಉನ್ನತ ಅಧಿಕಾರದಲ್ಲಿ. ആമേൻ. ಆಮೆನ್. അധികാരത്തിന്റെ കീഴിലാണ്. ಆ ಅಧಿಕಾರದ ಕೆಳಗೆ എല്ലാ സാത്താന്യ കിങ്ഡവും, ಎಲ್ಲ ಸೈತಾನನ ರಾಜ್ಯವು, എല്ലാ മാനുഷ്യ ഭരണ സംവിധാനവും, ಎಲ್ಲ ಮಾನಸಿಕವಾದ ಸಂವಿಧಾನಗಳು, ഇന്ന് കാണുന്ന മന്ത്രിമാർ, ಇಂದಿರುವಂತ ಮಂತ್ರಿಗಳು, ഇന്ന് ഇന്ത്യയിലുള്ള സകല ഭരണകൂടവും, ಇಲ್ಲಿ ಇವತ್ತು ಇಂದು ಭಾರತದ ಎಲ್ಲ ವಿಷಯಗಳು, ലോക രാജ്യത്തിലുള്ള എല്ലാ ഭരണ സംവിധാനവും, ಲೋಕ ದೇಶದಲ್ಲಿರುವಂತ ಎಲ್ಲ ಸಂವಿಧಾನಗಳು അവന്റെ കാൽ കീഴാണ്. ಆತನ ಕಾಲ ಕೆಳಗೆ, യേശുവിന്റെ കാൽ കീഴാണ്. ಯೇಸುವಿನ ಕಾಲಿನ ಕೆಳಗೆ എല്ലാ ഭൂത ശക്തികളും, ಎಲ್ಲ ಭೂತ ಶಕ್ತಿಗಳು, എല്ലാ സാത്താന്യ ശക്തികളും, ಎಲ್ಲ ಸೈತಾನಿಕ ಶಕ್ತಿಗಳು, എല്ലാ fallen angels ಎಲ್ಲ ಬಿದ್ದು ಹೋದಂತ ದೇವದೂತರುಗಳು അവന്റെ കാൽ കീഴാണ്. ಆತನ ಕಾಲಿನ ಕೆಳಗೆ, അവന്റെ കാൽ കീഴാണ്. ಆತನ ಕಾಲಿನ ಕೆಳಗೆ. അതൊരിക്കലും ಅದು ಯಾವತ್ತೂ ಕೂಡ നിന്റെ മുകളിലില്ല. ನಿನ್ನ ಮೇಲೆ ಇಲ್ಲ. Praise the Lord. Praise the Lord. Hallelujah. 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 അതൊരിക്കലും ಅದು ಯಾವತ್ತೂ ಕೂಡ നിന്നെ ഡോമിനേറ്റ് ചെയ്യത്തില്ല. ನಿಮ್ಮನ್ನು ಕೆಳಗೆ ಹಾಕುವುದಿಲ್ಲ. നിന്നെ കൺട്രോൾ ചെയ്യത്തില്ല. ನಿಮ್ಮನ್ನು ಒಂದು ಹಿಡಿತಕ್ಕೆ ತೆಗೆದುಕೊಳ್ಳುವುದಿಲ್ಲ. നിന്നെ തകർക്കത്തില്ല. ನಿಮ್ಮನ್ನು ನಾಶ ಮಾಡುವುದಿಲ್ಲ. കാരണം ദൈവം നിന്നെ ആക്കി വെച്ചത്, ಯಾಕಂದ್ರೆ ದೇವರು ನಿಮ್ಮನ್ನು ಇಟ್ಟಿರುವಂತದ್ದು അതിന്റെ മുകളെ, ಅದರ ಮೇಲೆ, അതിന്റെ മുകളെ ಅದರ ಮೇಲೆ നിന്നെ ആക്കി വെച്ചു. ನಿನ್ನನ್ನು ಇಟ್ಟಿದ್ದಾನೆ. Praise the Lord. Praise the Lord. ഹലോ. ಹಲೋ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥವಾಗ್ತದೆ? ഇതാ നിന്റെ റൈറ്റ് പൊസിഷൻ. ಇದೇ ಆಗಿದೆ ನಿಮ್ಮ ಸರಿಯಾದಂತ ಸ್ಥಾನ. ഹലോ. ಹಲೋ. പിശാചിനെ കാണുമ്പോൾ, ಸೈತಾನ ನೋಡುವಾಗ നിങ്ങളുടെ ഉള്ളിൽ ബോധ്യം വരണം, ನಿಮ್ಮ ಒಳಗೊಂದು ದೃಢತೆ ಉಂಟಾಗಬೇಕು. ഞാൻ ഹയർ അതോറിറ്റി നിൽക്കുന്നു. ನಾನು ಉನ್ನತ ಅಧಿಕಾರದಲ್ಲಿದ್ದೇನೆ. I am son of Almighty God. ನಾನು ಸರ್ವಶಕ್ತನಾದ ದೇವರ ಮಗನಾಗಿದ್ದೇನೆ. അത്യുന്നതന്റെ പുത്രനാണ് ഞാൻ. ಉನ್ನತವಾಗಿರುವ ಆತನ ಮಗನಾಗಿದ್ದೇನೆ. അത്യുന്നതന്റെ പുത്രിയാണ് ഞാൻ. ಅತ್ಯುನ್ನತನಾದ ಆತನ ಪುತ್ರಿಯಾಗಿದ್ದೀರ ನೀವು. പിശാചേ, നീ എനിക്ക് ഈക്വൽ അല്ല. ಸೈತಾನನೇ, ನಾನು ನಿನ್ನ ಕೀಳ್ಕೆಳಗೆ ಕೈ ಕೆಳಗಿಲ್ಲ. യേശുവിന് ഈക്വൽ ആണ്. ನಾನು ಯೇಸುವಿಗೆ ಸರಿಸಮಾನನಾಗಿದ್ದೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഈ ബോധ്യത്തോടെ, ಈ ಒಂದು ತಿಳುವಳಿಕೆಯಿಂದ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ಒಂದು ಮಾತು ಹೇಳಿದ್ರೆ ಸಾಕು, അവൻ ഈ രാജ്യം വിട്ടുപോകും. ಅವನು ಈ ದೇಶವನ್ನು ಬಿಟ್ಟು ಹೋಗ್ತಾನೆ. ആമേൻ. ಆಮೆನ್. അവൻ ഈ സംസ്ഥാനം വിട്ടുപോകും. ಅವನು ಈ ಪ್ರಾಂತ್ಯವನ್ನು ಬಿಟ್ಟು ಹೋಗ್ತಾನೆ. ദാനിയേൽ ഒറ്റ മനുഷ്യൻ പ്രാർത്ഥിച്ചു. ದಾನಿಯೇಲನು ಒಬ್ಬನೇ ಪ್ರಾರ್ಥಿಸಿದನು. പാർസി രാജ്യം തകർന്നു പോയി. ಪಾರ್ಸಿ ದೇಶವು ನಾಶವಾಯಿತು. നീ ഒറ്റ ഒരുത്തൻ പ്രാർത്ഥിച്ച, ನೀವು ಒಬ್ಬಂಟಿಗೆ ಎದುಕೊಂಡು ಪ್ರಾರ್ಥಿಸುವುದಾದ್ರೆ ലോക ശക്തികൾ തകർന്നു പോകും. ಲೋಕ ಶಕ್ತಿಗಳು ಬಿದ್ದು ಹೋಗ್ತವೆ. നീ ഒറ്റ ഒരുത്തൻ പ്രാർത്ഥിച്ച, ನೀವು ಒಬ್ಬರೇ ಪ್ರಾರ್ಥಿಸುವುದಾದ್ರೆ രാഷ്ട്രങ്ങളിൽ മാറ്റമുണ്ടാകും. ದೇಶದಲ್ಲಿ ಬದಲಾವಣೆ ಉಂಟಾಗ್ತದೆ. കാരണം നീ ദൈവത്തിന്റെ സന്തതിയാ. ಯಾಕಂದ್ರೆ ನೀವು ದೇವರ ಸಂತತಿಯಾಗಿದ್ದೀರಾ. ക്രിസ്തുവിന്റെ സ്ഥാനപതിയായി ಕ್ರಿಸ್ತನ ಸ್ಥಾನಕ್ಕೆ ಸರಿಯಾಗಿ ദൈവം നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുക. ದೇವರು ನಿಮ್ಮನ್ನು ಕೂಡಿಸಿದ್ದಾನೆ. You are an ambassador of Jesus Christ. ನೀವು ಯೇಸು ಕ್ರಿಸ್ತನ ರಾಯಭಾರಿಗಳಾಗಿದ್ದೀರಾ. Praise the Lord. Praise the Lord. നീ ക്രിസ്തുവിന്റെ സ്ഥാനപതിയാ. ನೀವು ಕ್ರಿಸ್ತನ ರಾಯಭಾರಿಗಳಾಗಿದ್ದೀರಾ. ആമേൻ. ಆಮೆನ್. ആ രാജ്യത്തിലെ കാര്യങ്ങൾ, ಆ ದೇಶದ ಎಲ್ಲ ಕಾರ್ಯಗಳು തീരുമാനിക്കുന്നത് ತೀರ್ಮಾನಿಸುವಂತದ್ದು നീയാ സംസാരിക്കുന്നത്. ನೀವೇ ಮಾತನಾಡುವುದರಿಂದ, നീ പറയുന്നത് ನೀವು ಹೇಳುವಂತದ್ದು ദൈവം അത് ശരിവെക്കും. ದೇವರದನ್ನು ಮಾಡ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഈ ഉടുപ്പിൽ എന്ത് സംഭവിക്കണം? ಈ ಉಡುಪಿಯಲ್ಲಿ ಏನು ಸಂಭವಿಸಬೇಕು? കർണാടകയിൽ എന്ത് സംഭവിക്കണം? ಕರ್ನಾಟಕದಲ್ಲಿ ಏನು ನಡೆಯಬೇಕು? മംഗലാപുരത്ത് എന്ത് സംഭവിക്കണം? ಮಂಗಳೂರಲ್ಲಿ ಏನು ಸಂಭವಿಸಬೇಕು? നീ വിളിച്ചു പറയണം. ಅದನ್ನು ನೀವು ಕೂಗಿ ಹೇಳಬೇಕು. നീ പറയുന്നത് ನೀವು ಹೇಳುವಂತದ್ದು ദൈവം അത് ശരിവെക്കും. ದೇವರನ್ನ ಸರಿ ಮಾಡ್ತಾನೆ. നിന്റെ വായിലെ വാക്കിനാൽ ನಿಮ್ಮ ಮಾತಿಂದ ಬರುವಂತ ವಾಕ್ಯದಿಂದ പൈശാചിക കിങ്ഡം, ಸೈತಾನನ ರಾಜ್ಯವು ഈ ദേശം വിട്ട് ಈ ದೇಶವನ್ನ ಬಿಟ್ಟು മാറിപ്പോകും. ಓಡಿ ಹೋಗ್ತದೆ. കാരണം നീ ദൈവത്തിന്റെ സന്തതി. ಯಾಕಂದ್ರೆ ನೀವು ದೇವರ ಸಂತತಿಯಾಗಿದ್ದೀರಾ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord.
യേശുവിനെ നമ്മെ ഈക്വലാക്കി. ಯೇಸುವಿನಿಗೆ ನಾವನ್ನು ಸರಿ ಸಮಾನವಾಗಿ ಮಾಡಿ. Means teknon. ಅದರ teknon എന്ന ഗ്രീക്ക് വാക്കാണ്. ಟೆಕ್ನೋ ಎಂಬಂತ ಗ್ರೀಕ್ ವಾಕ್ಯ. അതിന്റെ അർത്ഥം ಅದರ ಅರ್ಥ ഉയർത്തിക്കൊണ്ടുവന്നു. ಅದರ ಅರ್ಥ ನಿಮ್ಮನ್ನು ಮೇಲಕ್ಕೆ ಎತ್ತಿ ತೆಗೆದುಕೊಂಡು ಬಂದು. യേശുവിനെ ഈക്വലായി ഉയർത്തി. ಯೇಸುವಿಗೆ ಸರಿ ಸಮಾನವಾಗಿ ಎತ್ತಿ. കർത്താവ് എന്താ നമ്മെ വിളിക്കുന്നത്? ಕರ್ತನು ನಮ್ಮನ್ನು ಏನಂತ ಕರೀತಾರೆ? You are my brother. ನೀವು ನನ್ನ ಸಹೋದರ. You are my sister. ನೀವು ನನ್ನ ಸಹೋದರಿ. Praise the Lord. Praise the Lord. നിങ്ങളുടെ പൊസിഷൻ ഹയർ പൊസിഷനാണ്. ನಿಮ್ಮ ಸ್ಥಾನ ಉನ್ನತವಾದಂಥ ಸ್ಥಾನವಾಗಿದೆ. നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായി ചിന്തിക്കരുത്. ನೀವು ಯಾವತ್ತೂ ಕೂಡ ನಕಾರಾತ್ಮಕವಾಗಿ ಯೋಚಿಸಬಾರದು. ആമേൻ. ಆಮೆನ್. നെഗറ്റീവായ കാര്യങ്ങൾ പറയരുത്. ನಕಾರಾತ್ಮಕವಾದಂಥ ಮಾತುಗಳನ್ನು ಆಡಬೇಡ್ರಿ. ദൈവം നിന്നെ ഉയർത്തിയത് ഹയർ പൊസിഷനിലേക്ക്. ದೇವರು ನಿಮ್ಮನ್ನ ಮೇಲೆತ್ತಿರುವಂಥದ್ದು ಉನ್ನತ ಸ್ಥಾನಕ್ಕೆ. ബൈബിൾ എന്താ പറയുന്നത്? ಸತ್ಯವೇದ ಏನು ಹೇಳ್ತದೆ? ഈ പൊസിഷനിൽ നമ്മെ ആക്കി വെച്ചു. ಈ ಒಂದು ಸ್ಥಾನದಲ್ಲಿ ನಮ್ಮನ್ನ ನಿಲ್ಲಿಸಿದ್ದಾನೆ. യേശുവിനെ ഈക്വലാക്കി. ಯೇಸುವಿಗೆ ಸರಿಸಮಾನರಾಗಿ. ഇനി നമ്മൾ എങ്ങനെ ഭൂമിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ಇನ್ನು ಭೂಮಿಯಲ್ಲಿ ಯಾವ ರೀತಿ ಕಾರ್ಯವನ್ನು ಮಾಡಬೇಕಾದದ್ದು? ഈ പക്വതയോടെ നിങ്ങൾ, ഈ മച്ചരിറ്റിയോടെ നിങ്ങൾ എഴുന്നേറ്റാൽ, ಈ ಒಂದು ಪರಿಪಕ್ವತೆಯಿಂದ ನೀವು ಎದ್ದು ನಿಲ್ಲುವುದಾದರೆ ഈ പ്രകൃതി പോലും ഹീൽഡ് ആകും. ಈ ಪ್ರಕೃತಿ ಕೂಡ ಸ್ವಸ್ಥವಾಗ್ತದೆ. Praise the Lord. Praise the Lord. ഇന്ന് കാണുന്ന ക്രീച്ചേഴ്സ്, ಈಗ ನಾವು ನೋಡ್ತಿರುವಂತ ಎಲ್ಲ ಒಂದು ಸೃಷ್ಟಿಗಳು ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു. വേദനയോടെ ഞരങ്ങി, ವೇದನೆಯೊಂದಿಗೆ ಅದು ಕಾಯ್ತಾ ಇದೆ. അവർ വേദനയോടെ ഇരിക്കുക. ಅಲ್ಲಿ ಅವರು ವೇದನೆಯಿಂದ ಇರೋದಕ್ಕೆ അവരെന്തിനാ വേദനിക്കുന്നത്? ಅವ್ರು ಯಾಕೆ ಅಲ್ಲಿ ವೇದನೆಯಿಂದ ಇದ್ದಾರೆ? ദൈവപുത്രന്മാരുടെ വെളിപ്പെടലിന് വേണ്ടിയിട്ട്, ದೇವಪುತ್ರರ ಒಂದು ಪ್ರಕಟಣೆಗಾಗಿ. ആ വാക്കിന് ഞാൻ നിങ്ങളോട് അതിന്റെ അർത്ഥം പറയാം. ಅದರ ಅರ್ಥ ನಾನು ನಿಮಗೆ ಹೇಳ್ತೇನೆ. ദൈവത്തിന്റെ പുത്രന്മാർ, ದೇವರ ಪುತ್ರರು, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ನಾವು ದೇವರ ಮಕ್ಕಳು. ನಮ್ಮಲ್ಲಿ മച്ചരിറ്റിയുള്ള, ಒಂದು ಪರಿಪಕ್ವತೆ ಉಳ್ಳಂತ, ಪರಿಪಕ್ವತೆ ಉಳ್ಳಂತ പുത്രന്മാരായി ನಾವು ಪುತ್ರರಾದ್ರೆ മാനിഫെസ്റ്റ് ചെയ്യാൻ, ಅದಕ್ಕೆ ಒಂದು ಕಾರ್ಯರೂಪಕ್ಕೆ ತರುವುದಕ್ಕೆ സൃഷ്ടി നോക്കിയിരിക്കുക. ಅದನ್ನ ಸೃಷ್ಟಿ ಎಲ್ಲ ಕಾಯ್ತಾ ಇದೆ. All creatures, ಎಲ್ಲಾ ಸೃಷ್ಟಿಗಳು നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ನಮಗೋಸ್ಕರ ಕಾಯ್ತಾ ಇದೆ. എന്തിനാ അവര് വേദനിച്ച് ഇറങ്ങുന്നത്? ಅದು ಅವ್ರು ಯಾಕಾಗಿ ಬಹಳ ವೇದನೆಯಿಂದ ಕಾಯ್ತಾ ಇದ್ದಾರೆ? നമ്മൾ മച്ചരിറ്റിയുള്ള, ನಮಗೆ ಪರಿಪಕ್ವತೆ ಉಳ್ಳಂತ ദൈവപുത്രന്മാരായി ನಾವು ದೇವಪುತ್ರರಾದ್ರೆ വെളിപ്പെട്ട് കഴിയുമ്പോൾ ಅದು ಪ್ರಕಟವಾಗುವಾಗ അവർ ഹീൽഡ് ആകും. ಅವರೆಲ್ಲ ಸ್ವಸ್ಥರಾಗ್ತಾರೆ. Praise the Lord. Praise the Lord. Amen. Amen. നിങ്ങൾ ദേശത്ത് ഹീലിംഗ് വരാൻ പ്രാർത്ഥിക്കുകയല്ല വേണ്ടുന്നത്. ನೀವೊಂದು ದೇಶದಲ್ಲಿ ಪ್ರಾಂತ್ಯದಲ್ಲಿ ಸ್ವಸ್ಥವಾಗಬೇಕಾಗದಕ್ಕೆ ಪ್ರಾರ್ಥಿಸಬೇಡ್ರಿ. നിന്റെ റൈറ്റ് പൊസിഷനിൽ, ನಿಮ್ಮ ಸರಿಯಾದ ಸ್ಥಾನದಲ್ಲಿ, റൈറ്റ് സ്റ്റാൻഡിൽ, ಸರಿಯಾದ ಸ್ಥಾನದಲ್ಲಿ നിന്നാ മതി. ನೀವು ನಿಂತ್ರೆ ಸಾಕು. എന്താണ് റൈറ്റ് സ്റ്റാൻഡ്? ನಿಮ್ಮ ಸರಿಯಾದ ನಿಲುವು ಯಾವುದು? പക്വതയുള്ള മക്കളാകുക. ಪರಿಪಕ್ವತೆ ಉಳ್ಳಂತ ಮಕ್ಕಳಾಗಬೇಕು എന്ന് പറഞ്ഞാൽ വളർച്ചയുള്ള മക്കളായി തീരുക. ಅದರರ್ಥ ಬೆಳವಣಿಗೆ ಉಳ್ಳಂತ ಮಕ್ಕಳಾಗಿರಬೇಕು. ഒറ്റ ദിവസം കൊണ്ട് വളരത്തില്ല. ಒಂದೇ ದಿನದಲ್ಲಿ ಬೆಳೆಯಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. നമുക്ക് വളർച്ചയ്ക്ക്, ನಾವು ಬೆಳವಣಿಗೆಗೆ, ശരീര വളർച്ചയ്ക്ക്, ನಮ್ಮ ಶರೀರ ಬೆಳವಣಿಗೆಗೆ വൈറ്റമിൻ, പ്രോട്ടീൻ ഒക്കെ ആവശ്യമാണ്. ವಿಟಮಿನ್, ಪ್ರೋಟೀನ್ ಎಲ್ಲ ಅವಶ್ಯಕತೆ ಇದೆ. ഇതേപോലെ ಅದೇ ರೀತಿ മനുഷ്യന്റെ ഗ്രോത്തിന്, ಮನುಷ್ಯನ ಬೆಳವಣಿಗೆಗೆ ദൈവവചനം ആണ്. ಆ ದೇವರ ವಾಕ್ಯವೇ ಆಗಿದೆ. Praise the Lord. Praise the Lord. മത്തായിയുടെ സുവിശേഷം ಮತ್ತಾಯ ಸುವಾರ್ತೆ chapter 4 4ನೇ ಅಧ್ಯಾಯ verse 4. 4ನೇ ವಾಕ್ಯ. ಮನುಷ್ಯನು ರೊಟ್ಟಿ ತಿಂದ ಮಾತ್ರದಿಂದ ಬದುಕುವುದಿಲ್ಲ, ದೇವರ ಬಾಯಿಂದ ಹೊರಡುವ ಪ್ರತಿಯೊಂದು ಮಾತಿನಿಂದಲೂ ಬದುಕುವನು ಎಂದು ಬರೆದದೆ ಅಂದನು. ಮನುಷ್ಯನು ಜೀವಿಸುವಂಥದ್ದು ബ്രെഡ് കൊണ്ടല്ല, ರೊಟ್ಟಿಯಿಂದ ಅಲ್ಲ, അപ്പം കൊണ്ടല്ല, ರೊಟ್ಟಿಯಿಂದ ಅಲ್ಲ. മനുഷ്യൻ ജീവിക്കുന്നത് എങ്ങനെയാണ്? ಮನುಷ್ಯನು ಹೇಗೆ ಜೀವಿಸ್ತಾನೆ? ദൈവത്തിന്റെ, ದೇವರ വായിൽ നിന്ന് വരുന്ന, ಬಾಯಿಂದ ಬರುವಂತ സകല ಪ್ರತಿಯೊಂದು വചനം കൊണ്ടും ಮಾತಿನಿಂದ അവൻ ജീവിക്കും, ಅವನು ಬದುಕ್ತಾನೆ. Praise the Lord. Praise the Lord. അക്ഷരീയ ഭക്ഷണം, ನಿಜವಾದ ಆ ಒಂದು ಆಹಾರ, നിങ്ങൾ കഴിക്കുന്ന ബ്രെഡ്, ನೀವು ತಿನ್ನುವಂತ ರೊಟ್ಟಿ, നിങ്ങൾ കഴിക്കുന്ന ചപ്പാത്തി, ನೀವು ತಿನ್ನುವಂತ ಚಪಾತಿ, നിങ്ങൾ കഴിക്കുന്ന റൈസ്, ನೀವು ತಿನ್ನುವಂತ ಅನ್ನ നിങ്ങളുടെ ശരീരത്തെ വളർത്തും.
ನಿಮ್ಮ ಶರೀರವನ್ನ ಬೆಳೆಸ್ತದೆ. ശരീരമല്ല മനുഷ്യൻ, ಶರೀರ ಅಲ್ಲ ಮನುಷ್ಯನು. man എന്ന് പറയുന്നത് ಮನುಷ್ಯ ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು അകത്ത് ഇരിക്കുന്ന ബോണഗേനായ അകത്തെ മനുഷ്യനാ. ನಿಮ್ಮ ಒಳಗಡೆ ಇರುವಂತಹ ತಿರುಗಿ ಹುಟ್ಟಿದಂತಹ ಒಳಗಿನ ಮನುಷ್ಯನು, വീണ്ടും ജനനം പ്രാപിച്ച ತಿರುಗಿ ಹುಟ್ಟಿದಂತಹ നമ്മുടെ അകത്തെ മനുഷ്യൻ, ನಮ್ಮ ಒಳಗಿನ ಮನುಷ್ಯನು യേശുവിന് അവൻ ഈക്വൽ ആണ്. ಯೇಸುವಿಗೆ ಆತನು ಸರಿಸಮನಾಗಿದ್ದಾನೆ. അവൻ ശക്തിപ്പെടണമെങ്കിൽ, ಅವನು ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕಾದರೆ, യേശു ജീവിക്കുന്നത് പോലെ ജീവിക്കണമെങ്കിൽ, ಯೇಸು ಜೀವಿಸುವ ರೀತಿಯಲ್ಲೇ ಜೀವಿಸಬೇಕಾದರೆ, ആ ലെവലിൽ പ്രവൃത്തി ചെയ്യണമെങ്കിൽ, ಆ ಒಂದು ಹಂತದಲ್ಲಿ ಕಾರ್ಯ ಮಾಡಬೇಕಾದರೆ, ദൈവത്തിന്റെ ದೇವರ വായിൽ നിന്ന് വരുന്ന ಬಾಯಿಂದ ಬರುವಂತ സകല വചനവും ಎಲ್ಲ ವಾಕ್ಯವು അവൻ ഗ്രഹിക്കണം. ಅವನು ಗ್ರಹಿಸಿಕೊಳ್ಳಬೇಕು. ചില വ്യക്തികൾ ചിന്തിക്കുന്നത്, ಕೆಲ ವ್ಯಕ್ತಿಗಳು ಚಿಂತಿಸುವಂತದ್ದು, വചനം വേണ്ട പാസ്റ്റർ, ಫಾಸ್ಟೇ ವಾಕ್ಯ ಬೇಡ, ഗ്രേസ് മതി, ಕೃಪೆ ಸಾಕು. അതുകൊണ്ട് ബൈബിൾ വായിക്കത്തില്ല, ಅವರು ಸತ್ಯವೇದ ಓದುವುದಿಲ್ಲ, അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ಅವರು ಹೀಗೆ ಪ್ರಾರ್ಥಿಸ್ತಾನೆ ಇರ್ತಾರೆ, നിറക്കണമേ, ಕರ್ತನೆ ನನ್ನನ್ನು ತುಂಬಿಸು. നോ, ಇಲ್ಲ. മനുഷ്യൻ ജീവിക്കുന്നത്, ಮನುಷ್ಯನು ಜೀವಿಸುವಂತದ್ದು ദൈവത്തിന്റെ ದೇವರ വായിൽ നിന്ന് വരുന്ന ಬಾಯಿಂದ ಬರುವ സകല വചനം കൊണ്ട്. ಎಲ್ಲ ಪ್ರತಿಯೊಂದು ಮಾತಿನಿಂದ, വായിൽ നിന്ന് വരുന്ന വചനം, ಬಾಯಿಂದ ಬರುವಂತ ಮಾತು. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ಆ ಮಾತಿನ ಅರ್ಥವೇನು? സംസാരിക്കുന്ന വചനം, ಮಾತನಾಡುವಂತ ಮಾತು, സംസാരിക്കുന്ന വചനം, ಮಾತನಾಡುವಂತ ಮಾತು, സ്പോക്കൻ വേർഡ്, ಉಚ್ಚರಿಸಲ್ಪಟ್ಟಂತ ಮಾತುಗಳು. അതുകൊണ്ട് ಅದರಿಂದ മനുഷ്യൻ ജീവിക്കും, ಮನುಷ್ಯನು ಬದುಕುತ್ತಾನೆ. യേശു എങ്ങനെയാണ് മിനിസ്റ്റർ ചെയ്തത്? ಯೇಸು ಹೇಗೆ ಸೇವೆ ಮಾಡಿದನು? പിതാവ് പറഞ്ഞ വചനം കൊണ്ട്. ತಂದೆ ಹೇಳಿದಂತ ಮಾತಿನಿಂದ. യേശു എങ്ങനെയാണ് മരിച്ചത്? ಯೇಸು ಹೇಗೆ ಸತ್ತದ್ದು? പിതാവ് പറഞ്ഞ വചനം മനസ്സിലാക്കിയത് കൊണ്ട്. ತಂದೆ ಹೇಳಿರುವಂತ ಮಾತುಗಳನ್ನ ಅರ್ಥ ಮಾಡಿಕೊಂಡು. യേശു എങ്ങനെ ഉയർത്തത്? ಯೇಸು ಹೇಗೆ ಎದ್ದು ಬಂದದ್ದು? പിതാവ് പറഞ്ഞ വാക്ക് നിമിത്തം അവൻ വിശ്വസിച്ചു. ಯೇಸು ಹೇಳಿದಂತ ವಾಕ್ಯದ ಮೇಲೆ ಆತನ ನಂಬಿಕೆ ಇಟ್ಟದ್ದು. ಆಮೆನ್, ಆಮೆನ್. ಅವನ ಏಲ್ಪಿച്ച ಮಿಷನ್ ಅವನ್ ಕಂಪ್ಲೀಟ್ ചെയ്തു. ಆತನಿಗೆ ಒಪ್ಪಿಸಿಕೊಂಡಿರುವಂತಹ ಕಾರ್ಯವನ್ನು ಆತನು ಮುಗಿಸಿದನು. ಕ್ರೂಸಿಲ್ ಕಡನವನ್ പറഞ്ഞ ವಾಕರಿಯಾಮೋ? ಕ್ರೂಜೆಯಲ್ಲಿ ಇರುವಂತ ಸಮಯದ ಆತನು ಹೇಳಿದಂತ ಮಾತೇನು? സകലതും നിവൃത്തിയായി, ಎಲ್ಲವೂ ತೀರಿತು, സകലതും ഞാൻ ഫിനിഷ് ചെയ്തു, ಎಲ್ಲವನ್ನು ನಾನು ಮುಗಿಸಿದೆನು. ಅಪೊಸ್ತಲನಾದ ಪೌಲನು എന്താണ് പറഞ്ഞത്? ಏನೆಂದು ಹೇಳ್ತಾನೆ? ഞാൻ നല്ല പോർ പൊരുതി, ನಾನು ಒಳ್ಳೆ ಒಂದು ಓಟಗಾರನಾಗಿ എന്റെ ഓട്ടം ഞാൻ ഫിനിഷ് ചെയ്തു, ನನ್ನ ಓಟವನ್ನು ನಾನು ಮುಗಿಸಿದ್ದೇನೆ. അത്ര സക്സസ് ആയ എന്റെ കാര്യം, ಅಷ್ಟೊಂದು ಯಶಸ್ಸು ಕಂಡಿದ್ದೆ ನನ್ನ ಕಾರ್ಯಗಳು. വചനം പഠിച്ചതുകൊണ്ട്, ವಾಕ್ಯವನ್ನ ಕಲಿತದರಿಂದ, വായിൽ നിന്ന് വരുന്ന വചനം, ಬಾಯಿಂದ ಹೊರಡುವಂತ ಪ್ರತಿಯೊಂದು ಮಾತುಗಳು, ദൈവം സംസാരിക്കുന്ന വചനം, ದೇವರು ಮಾತನಾಡುವಂತ ಮಾತುಗಳು, അതിലാണ് നമ്മുടെ ലൈഫ് ഇരിക്കുന്നത്, ಅದರಲ್ಲಾಗಿದೆ ನಮ್ಮ ಜೀವಿತ ಇರುವಂತದ್ದು, അതിലാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്, ಅದರಲ್ಲೇ ಆಗಿದೆ ನಿಮ್ಮ ಯಶಸ್ಸು ಇರುವಂತದ್ದು. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം, ದೇವರ ಮಾತಿಂದ ಬರುವಂತ ಮಾತು, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, ನೀ ಅದರ ಮೇಲೆ ನಂಬಿಕೆ ಇಡುವಾಗ നിങ്ങളുടെ ലൈഫ്, ನಿಮ್ಮ ಜೀವಿತ സക്സസ് ആകും, ಯಶಸ್ಸನ್ನು ಕಾಣ್ತದೆ, നിന്റെ മിഷൻ കംപ്ലീറ്റ് ആകും, ನಿಮ್ಮ ಒಂದು ಎಲ್ಲ ಕಾರ್ಯಗಳು ಕಂಪ್ಲೀಟ್ ಆಗ್ತದೆ, ദൈവത്തിന്റെ പ്രോമിസ് ഫുൾഫിൽ ആയി തീരും, ದೇವರ ವಾಗ್ದಾನಗಳು ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಪೂರ್ಣಗೊಳ್ಳುತ್ತದೆ. എബ്രായ ലേഖനം ಇಬ್ರಿಯರ ಪತ್ರಿಕೆ 11 അധ്യായം 11ನೇ ಅಧ್ಯಾಯ 2-3 ವಾಕ್യം, 2-3 ವಾಕ್ಯಗಳು. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ಅಲ್ಲಿ ನಮಗೆ ಕಾಣುವಂಥದ್ದು അബ്രഹാമിന്റെ വിശ്വാസമാണ്. ಅಬ್ರಹಾಮನ ನಂಬಿಕೆ. അവരുടെ വിശ്വാസം എന്തായിരുന്നു? ಅವರ ನಂಬಿಕೆ ಏನಾಗಿತ್ತು? Praise the Lord. Praise the Lord. അബ്രഹാമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ಅಬ್ರಹಾಮನ ಕುರಿತಾಗಿ ನೋಡುವುದಾದ್ರೆ, അവന്റെ ശരീരം നിർജീവമായി, ಆತನ ಶರೀರ ನಿರ್ಜೀವವಾಗಿತ್ತು, ജീവൻ ഇല്ലാതെ പോയി, ಜೀವ ಇಲ್ಲದೆ ಹೋಯಿತು. ഏകദേശം 100 വയസ്സായി, ಹೆಚ್ಚು ಕಡಿಮೆ 100 ವರ್ಷವಾಯಿತು. ജീവൻ നഷ്ടപ്പെട്ടു. ಜೀವ ಎಲ್ಲ ನಷ್ಟವಾಗಿದೆ. സാറയുടെ ഗർഭപാത്രത്തിലും ಸಾರಳ ಗರ್ಭಪಾತ್ರೆ നിർജീവമായി, ನಿರ್ಜೀವವಾಗಿದೆ. ദൈവം പറഞ്ഞു, ಅದೇ ದೇವರು ಹೇಳ್ತಾನೆ, നിന്നിൽ കൂടെ സന്തതി പുറത്തു വരും. ನಿನ್ನ ಮೂಲಕ ಜನಾಂಗವು ಹೊರಟು ಬರುತ್ತದೆ. കുറെ നാൾ കഴിഞ്ഞു, ಸ್ವಲ್ಪ ದಿನಗಳಾದ ನಂತರ അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. ಅವನ ನಂಬಿಕೆಯಲ್ಲಿ ನಷ್ಟವಾಯಿತು. അവൻ ദൈവത്തോട് പറഞ്ഞു, ಅವನ್ ದೇವರೊಂದಿಗೆ ಹೇಳ್ತಾನೆ, ഇസ്മായേൽ ജീവിച്ചിരുന്നാ മതി. ಇಸ್ಮಾಯೇಲ್ ಜೀವಿಸಿದ್ರೆ ಸಾಕು. ദൈവം പറഞ്ഞു, അങ്ങനല്ല, ದೇವರು ಹಾಗೆ ಹೇಳಲಿಲ್ಲ. നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ സന്തതി വരും, ನಿನ್ನ ಹೊಟ್ಟೆಯಿಂದಲೇ ಸಂತತಿ ಬರ್ತದೆ, നിന്റെ ഭാര്യയായ സാറ കൺസീവ് ആകും. ನಿನ್ನ ಹೆಂಡತಿಯಾದಂತಹ ಸಾರಳು ಗರ್ಭವತಿ ಆಗ್ತಾಳೆ. അബ്രഹാം കമന്ന് കിടന്ന് ചിരിച്ചു.
ಅಬ್ರಹಾಮನಲ್ಲಿ ಅಡ್ಡ ಬೋರ್ಲವಿದು ನಕ್ಕನು. ഹലോ ಹಲೋ, അബ്രഹാം ചെയ്തതിന്റെ കാര്യം എന്താ? ಅಬ್ರಹಾಮನ್ ಮಾಡಿದಂಥ ಕಾರ್ಯ ಏನು? പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ലായിരുന്നു. ಕಾರ್ಯ ನಿಜವಾಗಿ ನೋಡಿದರೆ ಅದು ಸಾಧ್ಯವಿಲ್ಲ. കാരണം തന്റെ ശരീരത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ಯಾಕಂದ್ರೆ ತನ್ನ ಶರೀರದಲ್ಲಿ ಎಲ್ಲ ಜೀವ ನಷ್ಟವಾಗಿದೆ. തന്റെ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെട്ടു. ತನ್ನ ಶರೀರದ ಬಲ ಎಲ್ಲ ನಷ್ಟವಾಗಿದೆ. വാർദ്ധക്യമായി തീർന്നു. ಎಲ್ಲ ಮುಗಿದೋಗಿದೆ. Praise the Lord. Praise the Lord. Amen. Amen. ദൈവം പറഞ്ഞതിന് ശേഷം ದೇವರು ಹೇಳಿದ ನಂತರ അവൻ വിശ്വസിച്ചു. ಆತ ನಂಬಿದನು. അവൻ വിശ്വസിച്ചതെന്താണ്? ಆತ ನಂಬಿದ ಏನನ್ನು? ഈ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ಈ ಭಾಗವನ್ನು ನಾವು ನೋಡುವುದಾದ್ರೆ എബ്രായലേഖനം 11 അധ്യായം 2-3 വാക്യം. ಇಬ್ರಿಯರ ಪತ್ರಿಕೆ 11ನೇ ಅಧ್ಯಾಯ 2 ಮತ್ತು 3ನೇ ವಾಕ್ಯ ഉച്ചത്തിൽ വായിക്കാം. അത് ಜೋರಾಗಿ ಎಲ್ಲರೂ ಓದಿಕೊಳ್ಳೋಣ. ನಮ್ಮ ಪೂರ್ವಿಕರು ನಂಬಿಕೆಯುಳ್ಳವರಾಗಿದ್ದರಿಂದಲೇ ಒಳ್ಳೆ ಹೆಸರನ್ನು ಹೊಂದಿದರು. ಲೋಕಗಳು ದೇವರ ಮಾತಿನಿಂದ ನಿರ್ಮಿತವಾದವೆಂದು ನಂಬಿಕೆಯಿಂದಲೇ ನಾವು ತಿಳಿದುಕೊಂಡು ಕಾಣಿಸುವ ಈ ಜಗತ್ತು ದೃಶ್ಯ ವಸ್ತುಗಳಿಂದ ಉಂಟಾಗಲಿಲ್ಲವೆಂದು ಗ್ರಹಿಸುತ್ತೇವೆ. ആമേൻ. ಆಮೆನ್. എല്ലാവരും ആമേൻ പറഞ്ഞേ. ಎಲ್ಲರೂ ಆಮೆನ್ ಹೇಳ್ರಿ. ഒന്നും കാണാനില്ല, ಕಾಣೋದಕ್ಕೆ ಏನೂ ಇಲ್ಲ. ഒന്നുമില്ലാതിരിക്കുമ്പോൾ, ಏನು ಇಲ್ಲದಿರುವಾಗ ഉള്ളതിനെ പോലെ ಉಂಟು ಎಂಬುದಾಗಿ ദൈവം സകലത്തെയും ದೇವರು ಎಲ್ಲವನ್ನ തന്റെ വചനത്താൽ വിളിച്ചു വരുത്തി. ತನ್ನ ವಾಕ್ಯದ ಮೂಲಕ ಕರೆದನು. അവർക്ക് ആമേൻ പറയാവോ? ಒಮ್ಮೆ ಒಟ್ಟಾಗಿ ಆಮೆನ್ ಹೇಳ್ಬೋದಾ? ഈ വചനത്തെയാണ് ಈ ವಾಕ್ಯವನ್ನ ദൈവം അബ്രഹാമിനോടും സംസാരിച്ചത്. ದೇವರು അബ്രാമനೊಂದಿಗೆ ಮಾತನಾಡಿದನು. അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി. ಅಬ್ರಾಮನಿಗೆ ಒಂದು ಕಾರ್ಯ ಗೊತ್ತಾಯಿತು. എന്നോട് സംസാരിച്ച ഈ വചനം ನನ್ನೊಂದಿಗೆ ಮಾತಾಡಿದಂತ ಈ ಮಾತುಗಳು സകലത്തെയും ಎಲ್ಲವನ್ನ വഹിച്ചു കൊണ്ടുവരുന്നതാ, ತೆಗೆದುಕೊಂಡು ಹೊತ್ತುಕೊಂಡು ಬರುವಂತದ್ದು. Praise the Lord. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. അവൻ മനസ്സിലായി, ಅವನಿಗೆ ಗೊತ್ತಾಯಿತು, എന്റെ ആരോഗ്യത്തെ, ನನ್ನ ಆರೋಗ್ಯವನ್ನ, എന്റെ യൗവനത്തെ, ನನ್ನ ಯೌವನವನ್ನ തിരിച്ചു കൊണ്ടുവരുവാൻ ತಿರುಗಿ ಬರುವುದಕ್ಕೆ ഈ വചനത്തിന് കഴിയും. ಈ ವಾತಿಗೆ ಸಾಧ್ಯವಿದೆ. ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കും, ಒಂದು ವೇಳೆ ನೀವು ಚಿಂತಿಸಬಹುದು, പ്രായമൊക്കെ ഇത്രയായി, ಅಯ್ಯೋ ಪ್ರಾಯ ಇಷ್ಟ ಆಯ್ತು, ഇനി എനിക്ക് പഴയതുപോലെ പ്രസംഗിക്കാനൊന്നും പറ്റത്തില്ല, ಇನ್ನು ನನಗೆ ಹಳೆಯ ರೀತಿಯಲ್ಲಿ ಪ್ರಸಂಗಿಸಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ಹಾಗೆಲ್ಲ ನಾವು ಚಿಂತಿಸಬೇಕಾದದ್ದು. ബൈബിൾ എന്താ പറയുന്നത്? ಸತ್ಯವಿದೆ. ಏನ್ ಹೇಳ್ತದೆ? നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും. ಹದ್ದಿಗೆ ಬರುವಂತೆ ಯೌವನ ನಿನಗೆ ತಿರುಗಿ ಬರುತ್ತದೆ. ഹലോ ಹಲೋ, ഒരു പക്ഷെ 50 വയസ്സെന്നുള്ള അത് ഒരു യാഥാർത്ഥ്യമായിരിക്കും. ಒಂದು ನಿಜವಾಗಿ ಒಂದು 50 ವರ್ಷವಾಗಿರಬಹುದು. 50 വയസ്സിലും 50 ವರ್ಷ, 60ാമത്തെ വയസ്സിലും 60ನೇ ವರ್ಷ, 65ാമത്തെ വയസ്സിലും 65ನೇ ವರ್ಷ നിനക്ക് യൗവനം തരുവാൻ ನಿನಗೆ ಯೌವನವನ್ನು ತರುವುದಕ್ಕೆ അവന്റെ വചനം ശക്തിയുണ്ട്. ಆತನ ವಾಕ್ಯಕ್ಕೆ ಶಕ್ತಿ ಇದೆ. നീ അത് വിശ്വസിക്കുമോ? ನೀವು ಅದನ್ನು ನಂಬುತ್ತೀರಾ? അബ്രഹാം അതാ വിശ്വസിച്ചത്. ಅಬ್ರಹಾಮನು ಅದನ್ನು ನಂಬಿದನು. 103 സങ്കീർത്തനം പറയുന്നു, 103ನೇ ಕೀರ್ತನೆ ಹೇಳ್ತದೆ, അവൻ എന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ಆತ ನನ್ನ ಬಾಯಿಗಳಿಗೆ ಶುಭವನ್ನು ತೃಪ್ತಿಪಡಿಸ್ತಾನೆ. എന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ನನ್ನ ಎಲ್ಲ ರೋಗಗಳನ್ನು ಸೌಖ್ಯಪಡಿಸ್ತಾನೆ. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുവാൻ ನಿನ್ನ ಯೌವನವನ್ನು ಹದ್ದಿಗೆ ತಿರುಗಿ ಬರುವುದಕ್ಕೆ അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ಆತ ನಿನ್ನ ಬಾಯಿಗೆ ಒಳಿತಿನಿಂದ ತುಂಬಿಸ್ತಾನೆ. നിന്റെ യൗവനം തിരികെ വരും. ನಿನ್ನ ಯೌವನ ತಿರುಗಿ ಬರುತ್ತದೆ. ആരോഗ്യം തിരികെ വരും. ಆರೋಗ್ಯ ತಿರುಗಿ ಬರುತ್ತದೆ. ആരോഗ്യം തിരികെ വരും. ಆರೋಗ್ಯ ತಿರುಗಿ ಬರ್ತದೆ. നിന്റെ സൗന്ദര്യം തിരികെ വരും. ನಿನ್ನ ಸೌಂದರ್ಯ ತಿರುಗಿ ಬರ್ತದೆ. നിന്റെ ഹെൽത്ത് തിരികെ വരും. ನಿನ್ನ ಆರೋಗ್ಯ ತಿರುಗಿ ಬರ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. ദിവസം ഞങ്ങളുടെ പാസ്റ്റർ ക്രിസ്റ്റിനെ കണ്ടാൽ 58-60 വയസ്സുണ്ട്. ನಮ್ಮ ಪಾಸ್ಟರ್ ಕ್ರಿಸ್ತವರನ್ನು ಕಂಡ್ರೆ ಅವರಿಗೆ 58-60 ವಯಸ್ಸಿದೆ. ഇപ്പൊ കണ്ടാലും 30-35 വയസ്സ്, 40 വയസ്സിನ ಮೇಲೆ പ്രായം പറയത്തില്ല. ಈಗ ಅವರನ್ನು ಕಂಡ್ರೆ 30-35-40 ವರ್ಷಕ್ಕಿಂತ ಮೇಲೆ ಎಂಬುದಾಗಿ ಹೇಳುವುದಿಲ್ಲ. പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ಪಾಸ್ಟರ್ ಹೇಳುವಂತ ಒಂದು ಕಾರ್ಯವಿದೆ. ഞാൻ ജീവിക്കുന്നത് വചനത്തിലാണ്. ನಾನು ಜೀವಿಸುತ್ತಿರುವಂತದ್ದು ವಾಕ್ಯದಿಂದ. ആമേൻ. ಆಮೆನ್. യൗവനം വരുമെന്ന് പറഞ്ഞാൽ അത് വന്നിരിക്കും. ಯೌವನ ತಿರುಗಿ ಬರ್ತದೆ ಅಂತ ಹೇಳುವುದಾದ್ರೆ ಬಂದಿದೆ. സകലത്തെയും ಎಲ್ಲವನ್ನ ಶಕ್ತಿಯುಳ್ಳಂತ വചനത്താൽ ವಾಕ್ಯದಿಂದ അവനത് വഹിക്കും. ಆತನು ಜೀವಿಸ್ತಾನೆ. നീ വചനം വിശ്വസിച്ചാൽ, ಈ ವಾಕ್ಯ ನಂಬಿದ್ರೆ, വചനം ವಾಕ್ಯ സകലത്തെയും ಎಲ್ಲವನ್ನ വഹിച്ചു കൊണ്ടുവരും, ತೆಗೆದುಕೊಂಡು ಬರ್ತದೆ. Praise the Lord. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. എബ്രായലേഖനം ಇಬ್ರಿಯರ ಪತ್ರಿಕೆ 1-ാം അധ്യായം 1ನೇ ಅಧ್ಯಾಯ 3-ാമത്തെ വാക്യം. 3ನೇ ವಾಕ್ಯ ಓದಿಕೊಳ್ಳೋಣ.
ಈತನು ದೇವರ ಪ್ರಭಾವದ ಪ್ರಕಾಶವು, ಓಕೆ, ಆತನ ತತ್ವದ ಮೂರ್ತಿಯು, ತನ್ನ ಶಕ್ತಿಯ ವಾಕ್ಯದಿಂದ ಸಮಸ್ತಕ್ಕೆ ಆಧಾರವೂ ಆಗಿದ್ದು, ಪಾಪ ವಿಶುದ್ಧಿ ಮಾಡಿದ ಮೇಲೆ ಉನ್ನತ ಲೋಕದೊಳಗೆ ಮಹತ್ವವುಳ್ಳ ದೇವರ ಬಲಗಡೆಯಲ್ಲಿ ಆಸನಾರೂಢನಾದನು. ആമേൻ. അതപ്പുറം അവൻ സകലത്തെയും, ಅಲ್ಲಿ ಸಕಾಲವನ್ನ ഇവിടെ ബൈബിൾ വേഴ്സസ് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. ಸತ್ಯದ ವಾಕ್ಯವನ್ನು ಡಿಸ್ಪ್ಲೇ ಮಾಡಿದ್ದಾರೆ. ആ വചനത്തിൽ എഴുതിയിരിക്കുന്ന കണ്ടോ? ಆ ವಾಕ್ಯದಲ್ಲಿ ಬರೆದಿಟ್ಟು ಕಂಡ್ರು. സകലത്തെയും ಎಲ್ಲವನ್ನು അവൻ വഹിക്കുന്നത്, ಆತನು ಹೊತ್ತಿರುವಂತದ್ದು, ಮೇಂಟೈನಿಂಗ್ ചെയ്യുന്നത്, ಒಂದು ಮೇಂಟೈನ್ ಮಾಡುವಂತದ್ದು. ഈ പ്രപഞ്ചത്തെ, ಈ ಪ್ರಪಂಚವನ್ನ അവൻ മെയിൻറ്റെയിനിങ് ചെയ്യുന്നു, ಅದನ್ನು ಮೇಂಟೈನ್ ಮಾಡ್ತಾ ಇದ್ದಾನೆ, അതിനെ ഹോൾഡ് ചെയ്യുന്നു, ಅದನ್ನ ಸ್ಥಿರಪಡಿಸಿದ್ದಾನೆ, അതിനെ നിയന്ത്രിക്കുന്നു, ಅದನ್ನು ನಿಯಂತ್ರಿಸ್ತಾ ಇದ್ದಾನೆ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ಅದನ್ನು ಮೇಂಟೈನ್ ಮಾಡ್ತಾ ಇದ್ದಾನೆ. സകലത്തെയും ಎಲ್ಲವನ್ನ ಶಕ್ತಿಯುಳ್ಳ വചനത്താൽ ವಾಕ್ಯದಿಂದ അവൻ വഹിക്കും, ಅದನ್ನು ಸ್ಥಿರಪಡಿಸಿದ್ದಾನೆ. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടത്? ನಾವು ಹೇಗೆ ಜೀವಿಸಬೇಕಾದದ್ದು? ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട്, ದೇವರ ಬಾಯಿಂದ ಬರುವಂತ ಪ್ರತಿಯೊಂದು ಮಾತಿನಿಂದ മനുഷ്യൻ ജീവിക്കും, ಮನುಷ್ಯನು ಜೀವಿಸ್ತಾನೆ. കാരണം ദൈവം സംസാരിച്ച വചനങ്ങൾ, ಯಾಕಂದ್ರೆ ದೇವರು ಮಾತನಾಡುವಂತ ಮಾತುಗಳು അതെല്ലാം പോസിബിൾ ആണ്, ಅದೆಲ್ಲವೂ ಸಾಧ್ಯ. കാരണം അത് സകലത്തെയും വഹിച്ചുകൊണ്ടുവരും. ಯಾಕಂದ್ರೆ ಅದು ಎಲ್ಲವನ್ನು ಹೊತ್ತುಕೊಂಡು ಬರ್ತದೆ. നിങ്ങളുടെ ശരീരത്തിൽ ക്ഷീണം വന്നാൽ, ನಿಮ್ಮ ಶರೀರಕ್ಕೆ ಬಲಹೀನತೆ ಬಂದ್ರೆ, ബ്രദർ ആൻഡ് സിസ്റ്റർ, ಸಹೋದರ ಸಹೋದರಿಯರೇ, നീ വിശ്വസിക്കേണ്ടത് ನೀವು ನಂಬಬೇಕಾದದ್ದು സൗഖ്യം വന്നെന്ന്, ಸೌಖ್ಯ ಬಂದಿದೆ ಎಂಬುದಾಗಿ. സൗഖ്യം വന്നിരിക്കുന്നു, ಸೌಖ್ಯ ಬಂದಿದೆ, സൗഖ്യം വന്നിരിക്കുന്നു, ಸೌಖ್ಯ ಬಂದಿದೆ. നീ അത് വിശ്വസിക്കണം, ನೀವು ಅದನ್ನು ನಂಬಬೇಕು. നീതിക്കായി ನೀತಿವಂತನು നീ വാ കൊണ്ട് പറയണം. ನೀ ಬಾಯಿಂದ ಹೇಳಬೇಕು. യെശയ്യാ 53 ಯೆಶಾಯ 53 അധ്യായം 53ನೇ ಅಧ್ಯಾಯ 3ನೇ ವಾಕ್ಯ ಅಲ್ಲಿ ಹೇಳ್ತದೆ, അവനെ തകർത്ത് കളയുവാൻ ಅವನ ನಾಶ ಮಾಡುವುದಕ್ಕೆ യഹോവയ്ക്ക് പ്രസാദം തോന്നി, ಯೆಹೋವನಿಗೆ ಸಾಧ್ಯವೆಂದು ಕಾಣಿತು. എന്നാൽ അവൻ മരിച്ച ശേഷം ಅದರ ಸತ್ತ ನಂತರ അവൻ ദീർഘായുസ്സു പ്രാപിക്കും. ಅವನು ದೀರ್ಘಾಯುಷ್ಯವನ್ನು ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೆ ഈ വചനം യേശു വിശ്വസിച്ചു, ಈ ವಾಕ್ಯವನ್ನು ಯೇಸು ನಂಬಿದನು. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ಅದನಂತರ ಕೂಗಿ ಹೇಳಿದನು, ഈ മന്ദിരം പൊളിക്കുക, ಈ ಮಂದಿರವನ್ನು ಕೆಡವಿರಿ, മൂന്നാമത്തെ ദിവസം കൊണ്ട് 3ನೇ ದಿವಸದಲ್ಲಿ ഞാൻ തിരിച്ചു പ്രാപിക്കും. ನಾನು ತಿರುಗಿ ಹೊಂದಿಕೊಳ್ಳುತ್ತೇನೆ. നിങ്ങൾ വചനം വിശ്വസിച്ചാൽ, ನೀವು ವಾಕ್ಯವನ್ನು ನಂಬಿದರೆ അത് സകലത്തെയും ಅದು ಎಲ್ಲವನ್ನ വഹിച്ചു കൊണ്ടുവരും. ಹೊತ್ತುಕೊಂಡು ಬರ್ತದೆ. നിന്റെ ജീവിതം, ನಿಮ್ಮ ಜೀವಿತ, നിന്റെ ലൈഫ്, ನಿಮ್ಮ ಜೀವನ, നിന്റെ സക്സസ്, ನಿಮ್ಮ ಎಲ್ಲ ಯಶಸ್ಸು, നിന്റെ എഡ്യൂക്കേഷൻ, ನಿಮ್ಮ ವಿದ್ಯಾಭ್ಯಾಸ, നിന്റെ സമ്പത്ത്, ನಿಮ್ಮ ಎಲ್ಲ ಸಂಪತ್ತು, നിന്റെ ഫാമിലി, ನಿಮ್ಮ ಕುಟುಂಬ, നിന്റെ തലമുറകൾ, ನಿಮ್ಮ ಮಕ್ಕಳುಗಳು, നിന്റെ സമ്പത്ത്, ನಿಮ್ಮ ಸಂಪತ್ತುಗಳು എല്ലാം ഇരിക്കുന്നത് ಎಲ್ಲ ಇರುವಂತದ್ದು വചനത്തിൽ. ವಾಕ್ಯದಲ್ಲಿ. ഹലോ, ചില ആൾക്കാർക്ക് ബൈബിൾ വായിക്കാൻ ഭയങ്കര മടിയാ. ಕೆಲವು ವ್ಯಕ್ತಿಗಳಿಗೆ ಸತ್ಯದ ಓದುವುದಕ್ಕೆ ಬಹಳ ನಾಚಿಕೆ. ബൈബിൾ കാണുന്നതേ ചിലവർക്ക് ഉറക്കവാ. ಕೆಲವರಿಗೆ ಸತ್ಯದ ನೋಡುವಾಗಲೇ ನಿದ್ದೆ. നീ എങ്ങനെ ജീവിക്കും? ನೀ ಹೇಗೆ ಜೀವಿಸ್ತೀಯ? മനുഷ്യൻ അപ്പം കൊണ്ടല്ല, ಮನುಷ್ಯನು ರೊಟ್ಟಿಯಿಂದ ಅಲ್ಲ, ദൈവത്തിന്റെ ದೇವರಿಂದ വായിൽ നിന്ന് വരുന്ന ದೇವರ ಬಾಯಿಂದ ಬರುವ സകല വചനം കൊണ്ടും ಎಲ್ಲ ಮಾತಿನಿಂದ ಜೀವಿಸ್ತಾನೆ. എന്താണ് സംസാരിക്കുന്ന വചനം? ಏನಾಗಿದೆ ಮಾತನಾಡುವಂತ ಮಾತುಗಳು? യോഹന്നാൻ എഴുതിയ സുവിശേഷം, ಯೋಹನ ಬರೆದ ಸುವಾರ್ತೆ 1-ാം അധ്യായം 1ನೇ ಅಧ್ಯಾಯ 1-ാമത്തെ വാക്യം. 1ನೇ ವಾಕ್ಯ എല്ലാവരും എടുത്ത് വായിച്ചേ. ಎಲ್ಲರೂ ತೆಗೆದು ಓದಿಕೊಳ್ಳಿರಿ. ചേർന്ന് വായിക്കാം. ಸೇರಿ ಓದಿಕೊಳ್ಳೋಣ. In the beginning, ಆದಿಯಲ್ಲಿ ವಾಕ್ಯವು, before all time, ಆ ವಾಕ್ಯವು ದೇವರ ಬಳಿಯಲ್ಲಿತ್ತು, word Christ, ಆ ವಾಕ್ಯವು ದೇವರಾಗಿತ್ತು, and the word was with God, ಆ ವಾಕ್ಯವೆಂಬವನು, and the word was God, ಆ ವಾಕ್ಯವನ್ನು ಆದಿಯಲ್ಲಿ ದೇವರ ಬಳಿಯಲ್ಲಿದ್ದನು. ആമേൻ. വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ಆದಿಯಲ್ಲಿ ವಾಕ್ಯವಿತ್ತು, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ಆ ವಾಕ್ಯವು ದೇವರ ಬಳಿಯಲ್ಲಿತ್ತು, വചനം ദൈവമായിരുന്നു. ಆ ವಾಕ್ಯವು ದೇವರಾಗಿತ್ತು. രണ്ടാമത്തെ വാക്യം, 2ನೇ ವಾಕ್ಯ, ഒന്ന് നമുക്ക് നോക്കാം. ಆ ವಾಕ್ಯವೆಂಬವನು ಆದಿಯಲ್ಲಿ ದೇವರ ಬಳಿಯಲ್ಲಿದ್ದನು. ഉച്ചത്തിൽ വായിക്കാമോ എല്ലാവരും? ആമേൻ. ആ വചനം ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. ಆ ವಾಕ್ಯವೆಂಬವನು ಆದಿಯಲ್ಲಿ ದೇವರ ಬಳಿಯಲ್ಲಿದ್ದನು. മൂന്നാമത്തെ വാക്യം വായിച്ചേ. 3ನೇ ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. ಆತನ ಮೂಲಕವಾಗಿ ಸಮಸ್ತವು ಉಂಟಾಯಿತು, ಉಂಟಾಗಿರುವ ವಸ್ತುಗಳಲ್ಲಿ ಆತನಿಲ್ಲದೆ ಒಂದಾದರೂ ಉಂಟಾಗಲಿಲ್ಲ. എന്താ വാക്കിന്റെ അർത്ഥം? ಆ ಮಾತಿನ ಅರ್ಥವೇನು? സകലതും ಸಕಲವು അവൻ മുഖാന്തരം ಆತನ ಮುಖಾಂತರವಾಗಿ ഉളവായി. ಉಂಟಾಯಿತು. ആര് മുഖാന്തരം?
ಯಾರ ಮುಖಾಂತರ? The word of God എന്ന് പറഞ്ഞു. ದೇವರ ವಾಕ್ಯ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರು. അതേതോ സിസ്റ്റർ പറയുന്നത് കേട്ടോ. ಅಲ್ಲಿ ಏನು ಸಿಸ್ಟರ್ ಸಹೋದರಿ ಏನು ಹೇಳಿದ ಕೇಳಿ. പറഞ്ഞ ക്രൈസ്റ്റ് ആണല്ലേ? നോ. അവിടെ യേശുവില്ല. ಅಲ್ಲಿ ಯೇಸು ಇಲ್ಲ. അവിടെ വചനമാണ്. ಅಲ್ಲಿ ವಾಕ್ಯ. ഏത് വചനമാണ്? ಯಾವ ವಾಕ್ಯ? 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നത്, 1ನೇ ಅಧ್ಯಾಯ 1ನೇ ವಾಕ್ಯ ಹೇಳ್ತದೆ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ಆದಿಯಲ್ಲಿ ವಾಕ್ಯವಿತ್ತು. ആ വചനം എന്ന് പറയുന്നത്, ಆ ವಾಕ್ಯ ಅಂತ ಹೇಳುವಂತದ್ದು അത് ലോഗോസ് ആണ്. ಅದು ಲೋಗೋಸ್ ಆಗಿತ್ತು. എഴുതപ്പെട്ട വചനം, ಬರೆಯಲ್ಪಟ್ಟಂತ ವಾಕ್ಯಗಳು. പിതാവിന്റെ ഉള്ളിൽ ತಂದೆಯ ಒಳಗೆ എഴുതപ്പെട്ട വചനം, ಬರೆಯಲ್ಪಟ್ಟಂತ ವಾಕ್ಯಗಳು, ഫിക്സ്ഡ് ആയിരിക്കുന്ന വചനം, ಆ ಫಿಕ್ಸ್ ಆಗಿರುವಂತ ವಾಕ್ಯಗಳು. ആമേൻ. ಆಮೇನ್. ആ വചനത്തെ ಆ ವಾಕ್ಯ അവൻ സംസാരിച്ചു. ಆತನವನು ಮಾತನಾಡಿದನು. ഉളവാകട്ടെ എന്ന് പറഞ്ഞു. ಉಂಟಾಗಲಿ ಎಂಬುದಾಗಿ ಹೇಳಿದನು. ആ നിമിഷം ಆ ನಿಮಿಷ സംസാരിച്ച വചനം ಮಾತನಾಡಲ್ಪಟ್ಟಂತ ಮಾತುಗಳು ആത്മാവായിട്ട് പുറപ്പെട്ടു. ಆತ್ಮವಾಗಿ ಹೊರಟಿತು. ഇല്ലാത്ത എല്ലാറ്റിനെയും ಇಲ್ಲ ಎಂಬುದಾಗಿರುವಂತ ಎಲ್ಲವನ್ನ ആ വചനം സൃഷ്ടിച്ചു. ಆ ವಾಕ್ಯ ಸೃಷ್ಟಿ ಮಾಡಿತು. ആരാണ് സൃഷ്ടിച്ചത്? ಯಾರು ಸೃಷ್ಟಿ ಮಾಡಿದ್ದು? സംസാരിച്ച വചനം ಮಾತಾಡಲ್ಪಟ್ಟಂತ ಮಾತು സകലത്തെയും ಎಲ್ಲವನ್ನ സൃഷ്ടിച്ചു. ಸೃಷ್ಟಿ ಮಾಡಿತು. Praise the Lord. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. ഈ വചനം ಈ ವಾಕ್ಯ ദൈവം ದೇವರು തന്റെ പുത്രന് നൽകി. ತನ್ನ ಪುತ್ರರಿಟ್ಟನು. പുത്രൻ എന്താ ചെയ്തത്? ಮಗನು ಏನ್ ಮಾಡಿದನು? അത് നമുക്ക് തന്നു. ಅದನ್ನು ನಮಗೆ ಕೊಟ್ಟನು. യോഹന്നാൻ സുവിശേഷം ಯೋಹಾನ ಸುವಾರ್ತೆ 17-ാം അധ്യായം 17ನೇ ಅಧ್ಯಾಯ 14-ാമത്തെ വാക്യം. 16ನೇ ವಾಕ್ಯ. യോഹന്നാൻ 17-ാം അധ്യായം ಯೋಹಾನ 17 14-ാമത്തെ വാക്യം. 14ನೇ ವಾಕ್ಯ. ചേർന്ന് വായിച്ചു. ಸೇರಿ ಓದಿಕೊಳ್ಳೋಣ. ನಾನು ನಿನ್ನ ವಾಕ್ಯವನ್ನು ಇವರಿಗೆ ಕೊಟ್ಟಿದ್ದೇನೆ. ನಾನು ಲೋಕದವನಲ್ಲದೆ ಇರುವ ಪ್ರಕಾರ ಇವರು ಲೋಕದವರಲ್ಲ. ಆದ ಕಾರಣ ಲೋಕವು ಇವರ ಮೇಲೆ ದ್ವೇಷ ಮಾಡಿ ಅದೇ. Praise the Lord. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. അവിടെ രണ്ട് കാര്യം കർത്താവ് പറയുന്നുണ്ട്. ಇಲ್ಲಿ 2 ಕಾರ್ಯ ಕರ್ತನು ಹೇಳ್ತಾನೆ. നീ എനിക്ക് തന്നിട്ടുള്ള വചനം, ನೀನು ನನಗೆ ಕೊಟ್ಟಿರುವಂತ ವಾಕ್ಯಗಳು ഞാൻ ഇവർക്ക് കൊടുക്കുന്നു. ನಾನು ಇವರಿಗೆ ಕೊಟ್ಟಿದ್ದೇನೆ. ദൈവം നമുക്ക് തന്നത് എന്താണ്? ದೇವರು ನನಗೆ ಏನನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ? പിതാവിന്റെ ഉള്ളിലിരുന്ന ತಂದೆಯ ಒಳಗಿರುವಂತ അതേ വചനം ಅದೇ ವಾಕ್ಯ നമുക്ക് നൽകി. ನಮಗೆ ಕೊಟ್ಟಿದ್ದಾನೆ. യേശുവിന് നൽകിയ പോലെ, ಯೇಸುವಿನಿಗೆ ಕೊಟ್ಟ ರೀತಿಯಲ್ಲಿ ദൈവം പിതാവ് യേശുവിന് നൽകിയതുപോലെ ತಂದೆಯು ಯೇಸುವಿಗೆ ಕೊಟ್ಟ ರೀತಿಯಲ್ಲಿ യേശു ಅದನ್ನ നമുക്ക് നൽകി തന്നു. ನಮಗೆ ಕೊಟ್ಟಿದ್ದಾನೆ. Praise the Lord. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. ആമേൻ. ಆಮೆನ್. ദൈവം നിങ്ങൾക്ക് തന്നത് എന്താണ്? ದೇವರು ನಿಮಗೆ ಕೊಟ್ಟದ್ದು ಎಂತದು? സകലത്തെയും വഹിക്കുന്ന, ಸಕಲವನ್ನ ವಹಿಸುವಂತ, സകലത്തെയും സൃഷ്ടിക്കുന്ന, ಸಕಲವನ್ನ ಸೃಷ್ಟಿಸುವಂತ, സകലത്തെ ഉളവാക്കുന്ന, ಸಕಲವನ್ನ ಉಂಟು ಮಾಡುವಂತ, സകലത്തെയും നിയന്ത്രിക്കുന്ന, ಸಕಲವನ್ನ ನಿಯಂತ್ರಿಸುವಂತ, സകലത്തെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന, ಎಲ್ಲವನ್ನ ಮೇಂಟೈನ್ ಮಾಡುವಂತ, സകലത്തെയും സൃഷ്ടിക്കുന്ന, ಸಕಲವನ್ನ ಸೃಷ್ಟಿಸುವಂತ, സകലത്തെയും കൺട്രോൾ ചെയ്യുന്ന, ಸಕಲವನ್ನ ಆಳ್ವಿಕೆ ಮಾಡುವಂತ, ಅದೇ ವಾಕ್ಯ, ദൈവമായ വചനം, ದೇವವೆಂಬಂತ ವಾಕ್ಯ നമുക്ക് നൽകി, ನಮಗೆ ಕೊಟ್ಟಿದ್ದಾನೆ. ജെರೆಮೀಯನೋട് പറഞ്ഞു, ಯೆರೆಮೀಯನೊಂದಿಗೆ ಹೇಳ್ತಾನೆ, ദൈവം പറഞ്ഞു, എന്റെ കൈ നീട്ടി, ದೇವರು ಹೇಳ್ತಾನೆ, ಕೈ ಚಾಚಿ നിന്റെ ആധാരത്തെ ഞാൻ തൊടുകയാ, ನಿನ್ನ ನಾಲಿಗೆ ನಾನು ಮುಟ್ಟುತ್ತೇನೆ, എന്റെ വചനം ನನ್ನ ಮಾತು നിന്റെ ഉള്ളിൽ തരികയാ, ನಿನ್ನ ಒಳಗೆ ಇಡ್ತೇನೆ, നിന്റെ നാവിൽ തരികയാ, ನಿನ್ನ ನಾಲಿಗೆ ತರ್ತೇನೆ, ಇಡ್ತೇನೆ. ഇനിയും നിന്റെ ഉത്തരവാദിത്തം ಇನ್ನು ನಿನ್ನ ಜವಾಬ್ದಾರಿ പൊളിപ്പാനും ಒಡೆದು ಹಾಕುವುದಕ್ಕೂ, പണിയുവാനും, ಕಟ್ಟುವುದಕ್ಕೂ, നശിപ്പിപ്പാൻ, ನಾಶ ಮಾಡುವುದಕ್ಕೂ, ഇല്ലാതാക്കുവാൻ, ಇಲ್ಲದಾಗಿ ಮಾಡುವುದಕ್ಕೂ നിന്നെ ನಾನು ನಿನ್ನನ್ನ രാജ്യങ്ങളുടെ മേലും, ದೇಶಗಳ ಮೇಲೆ, ജാതികളുടെ മേലും, ಜನಾಂಗಗಳ ಮೇಲೆ, ഭൂമിയുടെ മുകളിൽ, ಭೂಮಿಗಳ ಮೇಲೆ, മിനിസ്ട്രിക്കായി, ಸೇವೆಗಾಗಿ ഞാൻ നിന്നെ ആക്കി വെച്ചു. ನಾನು ನಿನ್ನ ಇಟ್ಟಿದ್ದೇನೆ. വചനം, ವಾಕ್ಯ, യേശു പറഞ്ഞു, ಯೇಸು ಹೇಳಿದನು, നീ എനിക്ക് തന്ന വചനം ನೀನು ನನಗೆ ಕೊಟ್ಟಂತ ಮಾತುಗಳು ഞാൻ ഇവർക്ക് നൽകുന്നു. ನಾನು ಇವರಿಗೆ ಕೊಟ್ಟಿದ್ದೇನೆ. ഈ വചനം, ಈ ವಾಕ್ಯ നിന്റെ നാവിലുണ്ട്, ನಿನ್ನ ನಾಲಿಗೆಯಲ್ಲಿದೆ, നിന്റെ ഉള്ളിലുണ്ട്. ನಿನ್ನ ಒಳಗೆ ಇದೆ. പൊളിപ്പാൻ, ಕೆಡವುದಕ್ಕೂ, പൊളിച്ചു കളയുവാൻ, ಕೆಡವು ಹಾಕುವುದಕ್ಕೂ, നശിപ്പിച്ചു ನಾಶ കളയുവാൻ, ಮಾಡಿ ಹಾಕುವುದಕ್ಕೂ, ഇല്ലായ്മ ചെയ്യുവാൻ, ಇಲ್ಲದಾಗಿ ಮಾಡುವುದಕ್ಕೂ, ബിൽഡ് ചെയ്യുവാൻ, ಕಟ್ಟುವುದಕ್ಕೂ, നടുവാൻ ನೆಡುವುದಕ್ಕೂ നിന്നെ ആക്കി വെച്ചു. ನಿನ್ನ ನಾನು ಇಟ್ಟಿದ್ದೇನೆ. രാഷ്ട്രങ്ങളുടെ മുകളിൽ, ದೇಶಗಳ ಮೇಲೆ, രാജ്യങ്ങളുടെ മുകളിൽ, ದೇಶಗಳ ಮೇಲೆ, ഈ ഭൂമിയുടെ മുകളിൽ ಈ ಭೂಮಿಯ ಮೇಲೆ നിന്നെ ആക്കി വെച്ചു. ನಾನು ನಿನ್ನನ್ನು ಇಟ್ಟಿದ್ದೇನೆ. നിന്റെ പെർമിഷൻ ഇല്ലാതെ, ನಿನ್ನ ಒಂದು ಒಪ್ಪಿಗೆ ಇಲ್ಲದೆ ഈ ഭൂമിയിൽ ഒന്നും ಈ നടക്കത്തില്ല. ಭೂಮಿಯಲ್ಲಿ ಏನು ನಡೆಯುವುದಿಲ್ಲ. നീ ഭൂമിയുടെ ഉപ്പാകുന്നു. ನೀನು ಭೂಮಿಗೆ ಉಪ್ಪಾಗಿದ್ದಿ. നിന്നെ പിരിഞ്ഞുകൊണ്ട് ನಿನ್ನನ್ನು ನಾಶ ಮಾಡೋದಕ್ಕೆ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ಯಾರಿಗೂ ಸಾಧ್ಯವಿಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ.
അതേ വചനം, ಅದೇ ಮಾತು നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്നു. ನಿನ್ನ ಒಳಗಿಟ್ಟಿದ್ದೇನೆ. ദൈവ കുഞ്ഞുങ്ങൾ ದೇವರ ಮಕ್ಕಳು ശക്തിപ്പെടട്ടെ, ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಲಿ, ധൈര്യമുള്ളവരാകുക. ಧೈರ್ಯವುಳ್ಳವರಾಗಿರಿ. നിന്റെ ആദരം കൊണ്ട് ನಿನ್ನ ಮಾತಿನಿಂದ ನೀನು ಹೇಳು, അത് സംഭവിക്കും. ಅದು ನಡೀತದೆ, അത് മാറത്തില്ല, ಅದು ಬದಲಾಗುವುದಿಲ್ಲ. ദൈവത്തിന്റെ പകരമാണ്. ನೀನು ದೇವರ ಹರಡುವಿಕೆ ಆಗಿದ್ಯಾ, ക്രിസ്തുവിന്റെ പകരമാണ്. ನೀನು ಕ್ರಿಸ್ತನ ಜೊತೆಗಾರನಾಗಿದ್ಯಾ. അപ്പോസ്തലൻ പൗലോസ് ಪೌಲನು പറയുവാണ്, ಹೇಳ್ತಾನೆ, ലോകമേ ദൈവത്തോട് നിറക്കുക, ಲೋಕವನ್ನು ದೇವರನ್ನು ತುಂಬಿಸಿರಿ. ഞാൻ ക്രിസ്തുവിന് പകരം, ನಾನು ಕ್ರಿಸ್ತನ ಜೊತೆಗಾರ, പകരമായിട്ട് ಜೊತೆಗಾರನಾಗಿದ್ದುಕೊಂಡು ഞാൻ സംസാരിക്കുന്നു. ನಾನು ಮಾತನಾಡ್ತೇನೆ. നിങ്ങൾ ആർക്ക് പകരമാണ്? ನೀವು ಯಾರಿಗೆ ಜೊತೆಗಾರರು? ക്രിസ്തുവിന് പകരമാണ്. ಕ್ರಿಸ್ತನಿಗೆ ಜೊತೆಗಾರರು. ആ വചനം ಆ ಮಾತು ദൈവം തന്നു കഴിഞ്ഞു. ದೇವರು ತಂದಾಗಿದೆ. Praise the Lord. Praise the Lord. സംസാരിക്കുന്ന വചനം, ಮಾತನಾಡಲ್ಪಟ್ಟಂತ ಮಾತು, അത് ജീവനാണ്, ಅದು ಜೀವವಾಗಿದೆ, അത് ആത്മാവാണ്. ಅದು ಆತ್ಮವಾಗಿದೆ. സംസാരിക്കുന്ന വചനം ಮಾತನಾಡುವಂತ ಮಾತುಗಳು നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയാലും ನಿನ್ನ ಒಳಗಿಂದ ಹೋದರೆ അത് ജീവനാണ്, ಅದು ಜೀವವಾಗಿದೆ, അത് ആത്മാവാണ്. ಅದು ಆತ್ಮವಾಗಿದೆ. നീ സംസാരിക്കുന്ന വചനം, ನೀನು ಮಾತನಾಡುವಂತ ಮಾತುಗಳು അത് നിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടാൽ, ಅದು ನಿನ್ನ ನಾಲಿಗಿಂದ ಹೊರಟರೆ, അത് അപ്രവൃത്തി ചെയ്യാതെ, ಅದು ಕಾರ್ಯವನ್ನ ಮಾಡದೆ, അത് തിരികെ വരത്തില്ല. ಅದು ಹಿಂತಿರುಗಿ ಬರುವುದಿಲ್ಲ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ നീ വിളിച്ചു പറഞ്ഞാൽ, ನೀನು ಕೂಗಿ ಹೇಳಿದರೆ, വാക്കുകൾ പുറപ്പെട്ട് ಆ ವಾಕ್ಯಗಳು ಹೊರಟು അത് സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ಅದು ಸೃಷ್ಟಿಸುವಂತ ಕಾರ್ಯವನ್ನೇ ಮಾಡ್ತದೆ. Praise the Lord. Praise the Lord. നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായി ചിന്തിക്കരുത്. ನೀವು ಯಾವತ್ತೂ ಕೂಡ ನಕಾರಾತ್ಮಕವಾಗಿ ಯೋಚಿಸಬಾರದು. കർത്താവ് എന്താ പറഞ്ഞത്? ಕರ್ತನು ಏನು ಹೇಳ್ತಾನೆ? എന്റെ നീതിമാൻ ನನ್ನ ನೀತಿವಂತರು വിശ്വാസത്താൽ ജീവിക്കും. ನಂಬಿಕೆಯಿಂದಲೇ ಬದುಕುತ್ತಾರೆ. എങ്ങനെയാ ജീവിക്കുന്നത്? ಹೇಗೆ ಬದುಕ್ತಾರೆ? വിശ്വാസത്താൽ. ನಂಬಿಕೆಯಿಂದಲೇ. എന്താണ് വിശ്വാസം? ಏನಾಗಿದೆ ನಂಬಿಕೆ? ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ വിശ്വാസം. ದೇವರ ವಾಕ್ಯವಾಗಿದೆ ನಮ್ಮ ನಂಬಿಕೆ. ഈ വചനം വിശ്വസിച്ചുകൊണ്ട്, ಈ ವಾಕ್ಯವನ್ನು ನಂಬಿಕೊಂಡು നീ എന്ത് പറഞ്ഞാലും, ನೀನು ಏನು ಹೇಳಿದರು അത് നടന്നിരിക്കും. ಅದು ನಡೆಯುತ್ತದೆ. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, ಯೇಸು ತನ್ನ ಶಿಷ್ಯರಿಗೆ ಕಲಿಸಿದ್ದು, ഒരിക്കൽ ഒരു അത്തിയെ നോക്കി പറഞ്ഞു, ಒಂದ್ಸಲ ಆ ಮರವನ್ನು ನೋಡಿ ಹೇಳಿದರು, ഫലമില്ലാതെ പോകട്ടെ, ನಿನ್ನಲ್ಲಿ ಯಾವತ್ತಿಗೂ ಫಲ ಇಲ್ಲದೆ ಹೋಗಲಿ. ആ നിമിഷം അത് ഉണങ്ങി. ಆ ನಿಮಿಷದಲ್ಲಿ ಅದು ಒಣಗಿ ಹೋಯಿತು. പക്ഷെ ആർക്കും അത് മനസ്സിലാക്കി, ಆದ್ರೆ ಯಾರಿಗೂ ಅದು ಅರ್ಥವಾಗಲಿಲ್ಲ, ആർക്കും ಅದು തിരിച്ചറിയാൻ പറ്റി, ಯಾರಿಗೂ ಅದು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ. പിറ്റേ ദിവസം ಮಾರನೇ ದಿನ ഈവനിങ് ಸಾಯಂಕಾಲ അവർ നടന്നു വരുമ്പോൾ ಅವರು ನಡೆದು ಬರುವಾಗ കർത്താവിന്റെ ശിഷ്യന്മാർ ಕರ್ತನ ಶಿಷ್ಯರು പറഞ്ഞു, ഗുരു നീ ശപിച്ച ആത്തി ഉണങ്ങിപ്പോയി. ಗುರುವೇ, ನೀನು ಶಪಿಸಿದಂತ ಒಂದು ಅಂಜೂರದ ಮರ ಒಣಗಿ ಹೋಯಿತು. ആത്തി എപ്പോഴാണ് ഉണങ്ങിയത്? ಅಂಜೂರದ ಮರ ಯಾವಾಗ ಒಣಗಿ ಹೋಯಿತು? ആ മരം എപ്പോഴാണ് ഉണങ്ങിപ്പോയത്? ಆ ಮರ ಯಾವಾಗ ಒಣಗಿ ಹೋಯಿತು? യേശു പറഞ്ഞ നിമിഷം, ಯೇಸು ಹೇಳಿದಂತಹ ನಿಮಿಷದಲ್ಲಿ. ആമേൻ. ಆಮೆನ್. റിസൾട്ട് എപ്പോഴാണ് വന്നത്? ಅದರ ಫಲಿತಾಂಶ ಯಾವಾಗ ಬಂತು? പിറ്റേ ദിവസമാ, ಮಾರನೇ ದಿನ. മനസ്സിലാകുന്നോ? ಅರ್ಥವಾಗ್ತದ? നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ, ನೀವೊಂದು ಕಾರ್ಯವನ್ನ ಹೇಳಿದರೆ ആ നിമിഷം പ്രവൃത്തി ആരംഭിക്കും. ಆ ನಿಮಿಷದಲ್ಲಿ ಅದರ ಕಾರ್ಯ ಪ್ರಾರಂಭಿಸ್ತದೆ. അതിന്റെ റിസൾട്ട് ഒരു പക്ഷേ ಅದರ ಒಂದು ಫಲಿತಾಂಶ ಒಂದು ವೇಳೆ പിന്നീടായിരിക്കും വരുന്നത്. ಅದರ ನಂತರವಾಗಿ ಬರಬಹುದು. റിസൾട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് ಆ ಒಂದು ಫಲಿತಾಂಶ ಕಾಣಲಿಲ್ಲ ಎಂಬುದಾಗಿ ദൈവ പ്രവൃത്തി നടന്നില്ലെന്നല്ല അതിന്റെ അർത്ഥം. ಆದ್ರೆ ದೇವರ ಕಾರ್ಯ ನಡೀಲಿಲ್ಲ ಎಂಬುದಾಗಿ ಅಲ್ಲ ಅದರ ಅರ್ಥ. ഈ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണം. ಈ ನಂಬಿಕೆಯಿಂದ ನೀನಿರಬೇಕು. അവർക്ക് നാമേം പറയാവോ? ಒಟ್ಟಾಗಿ ಆಮೇಲೆ ಹೇಳಬಹುದೇ? Praise the Lord. Praise the Lord. Amen. ಆಮೆನ್. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ, ನೀವು ಏನಾದರೂ ಹೇಳಿದರೆ ആ നിമിഷം അത് ആക്ടിവേറ്റ് ആകും. ಆ ಕ್ಷಣದಲ್ಲಿ ಅದು ಕಾರ್ಯರೂಪಕ್ಕೆ ಬರ್ತದೆ. ആമേൻ. ಆಮೆನ್. നിങ്ങൾ പറയുന്ന വാക്കുകൾ, ನೀವು ಹೇಳುವಂತ ಮಾತುಗಳು അത് അതേപോലെ സൃഷ്ടിക്കപ്പെടും. ಅದೇ ರೀತಿಯ ಸೃಷ್ಟಿಯಾಗ್ತದೆ. പക്ഷെ റിസൾട്ട് എന്ന് പറയുന്നത്, ಆದ್ರೆ ಅದರ ಫಲಿತಾಂಶ ಎನ್ನುವಂಥದ್ದು ചിലപ്പോൾ 3 ദിവസം പിടിക്കും, ಒಂದು 3 ದಿವಸದ ಮೇಲೆ, ചിലപ്പോൾ 1 വീക്ക് പിടിച്ചെന്നിരിക്കാം, ಕೆಲವೊಮ್ಮೆ ಒಂದು ವಾರದ ನಂತರ, ചിലപ്പോൾ 1 ಮಂತ್ പിടിച്ചെന്നിരിക്കാം, ಕೆಲವೊಮ್ಮೆ ಒಂದು ತಿಂಗಳ ನಂತರ ഒരു ദിവസമായിരിക്കാം, ಕೆಲವೊಮ್ಮೆ ಒಂದು ದಿವಸವಾಗಿರಬಹುದು, ഒരു മണിക്കൂർ കഴിഞ്ഞായിരിക്കാം, ಅಥವಾ ಒಂದು ಗಂಟೆ ಆಗಿರಬಹುದು. ആമേൻ. ಆಮೆನ್. ഈ പറയുന്ന വാക്കുകൾ ಆ ಹೇಳುವಂತ ಮಾತುಗಳು വിശ്വാസത്തോടെ പറയുക, ನಂಬಿಕೆಯೊಂದಿಗೆ ಹೇಳಿರಿ, അത് നടന്നിരിക്കും. ಅದು ನಡೆದಿರ್ತದೆ. Praise the Lord. Praise the Lord. ഉറക്കെ ആമേൻ പറയാവോ? ಒಟ್ಟಾಗಿ ಆಮೇಲೆ ಹೇಳ್ಬಹುದಾ? Hallelujah. 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 നീ പറയുന്ന നിമിഷം, ನೀ ಹೇಳುವಂತ ಕ್ಷಣದಲ್ಲಿ അത് നടന്നിരിക്കും. ಅದು ನಡೆದಿರ್ತದೆ. ആ സഹോദരന്മാർ ദയവായിട്ട് എവിടെ ഇരിക്കാൻ പറയാവോ? ಆ ಸೌತ್ ಸಿಸ್ಟರ್ ದಯವಿಟ್ಟು ಕುಳಿತುಕೊಳ್ಳ್ರಿ. ഉറക്കെ ആമേൻ പറയാവോ? ಒಟ್ಟಾಗಿ ಆಮೇಲೆ ಹೇಳ್ಬಹುದಾ? ഓക്കെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. ನಾನು ನನ್ನ ವಿಷಯಕ್ಕೆ ಬರ್ತೇನೆ.
വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, ಬಾಯಿಂದ ಹೊರಟಂತ ಮಾತುಗಳು അത് അപ്രവൃത്തി ചെയ്യാതെ തിരികെ വരത്തില്ല. ಅದು ತನ್ನ ಕಾರ್ಯವನ್ನು ಮಾಡದೆ ಹಿಂತಿರುಗಿ ಬರುವುದಿಲ್ಲ. ഈ ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. ಈ ಒಂದು ದೃಢತೆ ನಿಮ್ಮಲ್ಲಿರಬೇಕು. ഇവിടെ പ്രശ്നം എന്താണെന്നറിയാമോ? ಇಲ್ಲಿ ಸಮಸ್ಯೆ ಏನು ಗೊತ್ತಾ? വചനത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ജീവിതം, ವಾಕ್ಯದ ತಿಳುವಳಿಕೆ ಇಲ್ಲದೆ ಇರುವಂತಹ ಜೀವಿತ, ഇത് ശിശു സഹജമായ ജീവിതമാണ്. ಇದು ಶಿಶುಗಳಿಗೆ ಸಮಾನವಾಗಿರುವಂತಹ ಜೀವಿತ. നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്, ನೀವು ದೇವರ ಮಕ್ಕಳೇ ಆಗಿದ್ದೀರಾ. പക്ഷെ നിങ്ങൾ ഗ്രോ ചെയ്തിട്ടില്ല, ಆದರೆ ನೀವು ಬೆಳವಣಿಗೆಯನ್ನು ಹೊಂದಲಿಲ್ಲ, നിങ്ങൾ വളർന്നു വന്നിട്ടില്ല, ನೀವು ಬೆಳೆದು ಬರಲಿಲ್ಲ. Praise the Lord. Praise the Lord. നിങ്ങൾ വളർന്നു വന്നിട്ടില്ല എങ്കിൽ, ನೀವು ಬೆಳೆದು ಬರಲಿಲ್ಲ, maturity വന്നിട്ടില്ല എങ്കിൽ, ಆ ಒಂದು ಪರಿಪಕ್ವತೆಗೆ ಬರಲಿಲ್ಲ, നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയത്തില്ല. ಆದರೆ ನಿಮಗೆ ಅದನ್ನು ಮಾಡಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. ಶಿಶುക്കൾക്ക് ವಿಶ್ವಾಸമില്ല, ಚಿಕ್ಕ ಚಿಕ್ಕ ಮಕ್ಕಳಿಗೆ ಯಾವುದೇ ನಂಬಿಕೆ ಇರುವುದಿಲ್ಲ. ಅವರೆಪ್ಪರು ಇಮೋಷನಲ್ ಆಗತ್ತೇ ಉള്ളൂ. ಅವರು ಯಾವಾಗಲೂ ಭಾವನಾತ್ಮಕವಾಗಿ ಇರ್ತಾರೆ. ഒരു കുഞ്ഞു അമ്മയോട് ഭക്ഷണം ചോദിച്ചാൽ, ಒಂದು ಮಗು ತನ್ನ ತಾಯಿಯೊಂದಿಗೆ ಆಹಾರವನ್ನು ಕೇಳಿದರೆ 2 മിനിറ്റ് ലേറ്റ് ആയാൽ അത് കരയും. 2 ನಿಮಿಷ ಲೇಟ್ ಆಗುದಾದ್ರೆ ಅದು ಅಳುತ್ತದೆ. കാരണം അമ്മ കൊടുക്കുമെന്നൊരു വിശ്വാസം ഇന്നില്ല. ಯಾಕಂದ್ರೆ ತಾಯಿ ಕೊಡ್ತಾರೆ ಎಂಬಂತ ನಂಬಿಕೆ ಇಲ್ಲ. അതേ സമയത്ത് കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള മനുഷ്യൻ, ಅದೇ ರೀತಿಯಾಗಿ ಒಂದು ಕುಟುಂಬದಲ್ಲಿ ಎಷ್ಟೋ ಒಂದು ಪ್ರಾಯ ಇರುವಂತಹ ವ್ಯಕ್ತಿ ദീർഘക്ഷമയോടിരിക്കും, ದೀರ್ಘ ಶಾಂತಿಯಿಂದ ಕಾಯ್ತಾನೆ. കാരണം അവരുടെ ഉണ്ടാക്കിയ ഫുഡ് അവർക്കുള്ളതാ. ಯಾಕೆಂದ್ರೆ ಅಲ್ಲಿ ನಿರ್ಮಿಸಿರುವಂತಹ ಎಲ್ಲ ಆಹಾರಗಳು ಅವರಿಗೋಸ್ಕರನೇ, അത് ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്, ಅದು ಅವರಿಗೆ ಸಿಗ್ತದೆ ಎಂಬಂತ ದೃಢತೆ ಅವರಿಗಿದೆ. ശിശുവിന് അതില്ല, ಆ ಮಕ್ಕಳಿಗೆ ಅದಿಲ್ಲ. അത് കിട്ടുന്നിടം വരെ കരയും. ಆ ಚಿಕ್ಕ ಚಿಕ್ಕ ಮಕ್ಕಳು ಅದು ಸಿಗುವ ತನಕ ಅಳ್ತಾರೆ. അതാ ക്രിസ്തുവിൽ ശിശുക്കളായാൽ, ಆದ್ರಿಂದ ಕ್ರಿಸ್ತರಲ್ಲಿ ಚಿಕ್ಕ ಚಿಕ್ಕ ಮಕ್ಕಳಾಗಿರೋದಾದ್ರೆ വിശ്വസിക്കാൻ കഴിയത്തില്ല, ನಂಬುದಕ್ಕೆ ಆಗುವುದಿಲ್ಲ. വിശ്വസിക്കാത്ത ആൾക്കാരെന്താ ചിന്തിക്കുന്നത്? ನಂಬಿಕೆ ಇಲ್ಲದಿರುವಂತಹ ವ್ಯಕ್ತಿಗಳು ಏನು ಯೋಚಿಸುತ್ತಾರೆ? ഞാൻ കരഞ്ഞാൽ യേശു എന്നോട് മനസ്സലിയും. ಅಯ್ಯೋ, ನಾನು ಹತ್ತಿರ ಯೇಸು ನನ್ನ ಮೇಲೆ ಮನ ಮರುಗ್ತಾರೆ. ಹಲೋ, ಇಲ್ಲ. യേശു ഉയർത്തതിന് ശേഷം, ಯೇಸು ಎಬ್ಬಿಸಲ್ಪಟ್ಟಂತ ನಂತರ മഗ്ദലക്കാരത്തിയായ മറിയ, ಮಗ್ದಲದ ಮರಿಯಳು അവിടെയിരുന്ന് കരയുവാണ്. ಅಲ್ಲಿಂದ ಅಳುವಾಗ യേശുവിനെ കണ്ടിട്ട് ಯೇಸುವನ್ನು ಕಂಡು യേശുവാന്ന് മനസ്സിലായില്ല. ಯೇಸು ಎಂಬುದಾಗಿ ಅರ್ಥವಾಗಲಿಲ್ಲ. ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്ന് മനസ്സിലാക്കി ಆ ತೋಟದ ಒಡೆಯನ ಎಂಬುದಾಗಿ ಅರ್ಥ ಮಾಡಿಕೊಂಡು യേശുവിനെ ചോദിക്കുവാണ്. ಯೇಸುವಿನಿಗೆ ಕೇಳ್ತಾರೆ, എന്റെ ഗുരുവിന്റെ ശരീരം എടുത്തുകൊണ്ട് നിങ്ങൾ എവിടെ കൊണ്ടുപോയത്? ಅಯ್ಯೋ, ನನ್ನ ಗುರುವಿನ ಶರೀರ ತೆಗೆದುಕೊಂಡು ಎಲ್ಲಿಗೆ ಹೋಗಿದ್ದೀರಾ? അത് എവിടെയാണ് പറയുക, ഞാൻ എടുത്തുകൊണ്ട് പോകാം. ಅದು ಎಲ್ಲಿದೆ ಎಂಬುದಾಗಿ ಹೇಳಿ ನಾನು ಹೊತ್ತುಕೊಂಡು ಹೋಗ್ತೇನೆ. അവൾ കരയുന്നത് കണ്ടു. ಆಕೆ ಅಳುವುದನ್ನು ಕಂಡು യേശു അവളെ വിളിച്ചു മറിയേ എന്ന് വിളിച്ചപ്പോൾ ಯೇಸು ಆಕೆಯನ್ನು ಮರಿಯಳೇ ಎಂಬುದಾಗಿ ಕರೆಯುವಾಗ അവൾക്ക് തിരിച്ചറിഞ്ഞു ഇത് അവളുടെ കർത്താവ് തന്നെയാണ്. ಅವಳಿಗೆ ಗೊತ್ತಾಯ್ತು ಇದು ನನ್ನ ಕರ್ತನೆ ಎಂಬುದಾಗಿ. Praise the Lord. Praise the Lord. അവൾ ഉച്ചത്തിൽ കരഞ്ഞു. ಅವಳು ಜೋರಾಗಿ ಅತ್ತಳು. യേശು ചോദിച്ചത് എന്താണ്? ಯೇಸು ಏನಂತ ಕೇಳಿದರು? സ്ത്രീയെ നീ ಕರೆಯುന്നത് എന്ത്? ಸ್ತ್ರೀಯೇ, ನೀನು ಯಾಕೆ ಅಳುತ್ತೀಯಾ? ആമേൻ. ಆಮೆನ್. അവിടെ ചെന്ന് നോക്കിയപ്പം ಅಲ್ಲಿ ನೋಡುವಾಗ യേശുവിനെ കണ്ടില്ല കല്ലറയിൽ. ಯೇಸುವನ್ನು ಅಲ್ಲಿ ಸಮಾಧಿಯಲ್ಲಿ ಕಾಣಲಿಲ್ಲ. പെട്ടെന്ന് അവർ കരഞ്ഞു. ಕೂಡಲೇ ಅವರು ಅತ್ತರು. അവർ വചനമല്ല വിശ്വസിച്ചത്, ಅವರು ವಾಕ್ಯದ ಮೇಲೆ ನಂಬಿಕೆ ಇಡಲಿಲ್ಲ. യേശു പറഞ്ഞ വാക്കുകൾ അവർ ഓർത്തില്ല. ಯೇಸು ಹೇಳಿದಂತ ಮಾತುಗಳನ್ನು ಅವರು ನೆನಪಿಸಿಕೊಳ್ಳಲಿಲ್ಲ. യേശു നല്ല രീതിയിൽ ടീച്ച് ചെയ്തു. ಯೇಸು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಬೋಧಿಸಿದನು. മരിച്ചു ഉയർക്കുമെന്ന് പറഞ്ഞു, ಸತ್ತು ಏಳ್ತೇನೆ ಎಂಬುದಾಗಿ ಹೇಳಿದನು. പക്ഷെ ശിഷ്യന്മാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ಆದರೆ ಶಿಷ್ಯರಿಗೆ ಅದು ನಂಬಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ. യേശു ರೂಮಿൽ വന്ന സമയത്ത്, ಯೇಸು ರೂಮಿನೊಳಗೆ ಬಂದಂತ ಸಮಯದಲ್ಲಿ ಅವರು ವಿಶ್വസിച്ചില്ല. ಅವರು ನಂಬಲಿಲ್ಲ. കാരണം എന്താണ്? ಅದಕ್ಕೆ ಕಾರಣವೇನು? ശിശുവായിരിക്കുമ്പോൾ ಶಿಶುವಾಗಿರುವಾಗ വിശ്വസിക്കാൻ കഴിയത്തില്ല. ನಿಮಗೆ ನಂಬಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. എന്താണ് ശരിയായ വിശ്വാസം? ಯಾವುದಾಗಿದೆ ಸರಿಯಾದಂತ ನಂಬಿಕೆ? ദൈവത്തിന്റെ വിശ്വാസത്തിലേക്ക് ದೇವರ ನಂಬಿಕೆಗೆ ദൈവം നമ്മെ വിളിച്ചത്. ದೇವರು ನಮ್ಮನ್ನು ಕರೆದಿದ್ದಾನೆ. Praise the Lord. Praise the Lord. Amen. Amen. ആ maturity ഉണ്ടാകാൻ, ಆ ಒಂದು ಪರಿಪಕ್ವತೆ ಉಂಟಾಗುವುದಕ್ಕೆ വചനം പഠിക്കണം, ವಾಕ್ಯವನ್ನ ಓದಬೇಕು. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ನಂಬಿಕೆ ಉಂಟಾಗಬೇಕಾದರೆ വചനം കേൾക്കണം, ವಾಕ್ಯವನ್ನ ಕೇಳಬೇಕು. faith വർദ്ധിക്കും. ಆವಾಗ ನಂಬಿಕೆ ವೃದ್ಧಿ ಆಗ್ತದೆ. കേൾവിയാലും, ನಂಬಿಕೆಯು ಕೇಳುವುದರಿಂದಲೂ, കേൾവി വിശ്വാസത്താൽ വരും. വചനം കേൾക്കുന്നത് കൊണ്ട് faith ഉണ്ടാകും. ವಾಕ್ಯವನ್ನ ಕೇಳುವುದರಿಂದ ನಂಬಿಕೆ ಉಂಟಾಗ್ತದೆ. Praise the Lord. Praise the Lord. Amen. Amen. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ, ನಿಮ್ಮ ನಂಬಿಕೆ ವೃದ್ಧಿ ಆದರೆ നിങ്ങൾ യേശുവിനെ പോലെ നിങ്ങൾ വർക്ക് ചെയ്യും. ನೀವು ಯೇಸುವಿನ ಹಾಗೆ ಕೆಲಸವನ್ನ ಮಾಡ್ತೀರಾ. Praise the Lord.
Praise the Lord. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നു, ಯೆಶಾಯನ ಪ್ರವಾದನೆ ಪುಸ್ತಕ ಹೇಳ್ತದೆ, എഴുന്നേറ്റ് പ്രകാശിക്കുക, ಎದ್ದು ಪ್ರಕಾಶಿಸು, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ನಿನಗೆ ಬೆಳಕು ಬಂದಿದೆ. ഏതാണ് യഹോവയുടെ പ്രകാശം? ಏನಾಗಿದೆ ಯೆಹೋವನ ಬೆಳಕು? ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ದೇವರ ತೇಜಸ್ಸು ಎಂದರೆ ಏನು? ഗ്ലോറി ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് ದೇವರ ಮಹಿಮೆ ಎಂಬುದು ಹೇಳುವಂತದ್ದು ദൈവത്തിന്റെ വചനമാണ്, ದೇವರ ವಾಕ್ಯವೇ ಆಗಿದೆ. യോഹന്നാനിൽ പറയുന്നു, ಯೋಹಾನನು ಹೇಳ್ತಾನೆ, ഏതു മനുഷ്യനെയും പ്രകാശിക്കുന്ന ಯಾವುದೇ ಮನುಷ್ಯರನ್ನ ಪ್ರಕಾಶಿಸುವಂತ സത്യ വെളിച്ചം ಸತ್ಯದ ಮೂಲಕ ലോകത്തിലേക്ക് വന്നു. ಆ ಬೆಳಕು ಲೋಕಕ್ಕೆ ಬಂದಿದೆ. ആമേൻ. ಆಮೆನ್. അത് ദൈവത്തിന്റെ ശബ്ദമാണ്, ಅದು ದೇವರ ಶಬ್ದವಾಗಿದೆ. ദൈവം സംസാരിച്ച വചനമാണ്, ದೇವರು ಮಾತನಾಡಿದಂತ ವಾಕ್ಯಗಳಾಗಿದೆ. അത് നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കും, ಅದು ನಮ್ಮ ಹೃದಯವನ್ನು ಪ್ರಕಾಶಿಸುತ್ತದೆ. നിന്റെ ഹൃദയത്തെ എൻലൈറ്റഡ് ആക്കും, ನಿನ್ನ ಹೃದಯವನ್ನು ಅದು ಪ್ರಜ್ವಲಿಸುತ್ತದೆ, എലിമിനേറ്റ് ചെയ്യും, ಅದು ನಿಮ್ಮನ್ನು ಪ್ರಕಾಶಗೊಳ್ಳುವಂತೆ ಮಾಡ್ತದೆ. Praise the Lord. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്നു, ನಾವು ಯಾವುದೊಂದು ಗ್ರೌಂಡ್ ಅಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗಿ ഒരു വലിയ സ്റ്റേഡിയത്തിൽ, ಒಂದು വലിയ സ്റ്റേഡിയം, ಒಂದು ದೊಡ್ಡ ಸ್ಟೇಡಿಯಂ ಅಲ್ಲಿ ഒരു ഹാലജൻ വെച്ചെന്നിരിക്കട്ടെ, ಒಂದು ಹ್ಯಾಲೋಜಿನ್ ಬಲ್ಬ್ ಇಟ್ಟಿದೆ ಅಂತ ನೆನೆಸ್ಕೊಳ್ಳೋಣ. രാത്രിയിൽ ഒരു ഹാലജൻ മാത്രം ഓൺ ചെയ്തു, ರಾತ್ರಿಯಲ್ಲಿ ಒಂದು ಹ್ಯಾಲೋಜಿನ್ ಬಲ್ಬ್ ಅನ್ನು ಮಾತ್ರ ಆನ್ ಮಾಡಿ, ആദ്യ ദിവസം നമ്മൾ അതിനെ നോക്കുക, ಮೊದಲನೇದಾಗಿ ನಾವು ಅದನ್ನು ನೋಡೋಣ. പിറ്റേ ദിവസം ಮಾರನೇ ದಿನ ഒരു 20,000 ഹാലജൻ ഒരുമിച്ച് വെക്കണം, ಒಂದು 20,000 ಹ್ಯಾಲೋಜಿನ್ ಒಟ್ಟಾಗಿಟ್ಟು അത് ഓൺ ചെയ്യുക, ಅದನ್ನು ಆನ್ ಮಾಡೋಣ. രാത്രി നോക്കുക, ರಾತ್ರಿ ನೋಡೋಣ, ഒരു വലിയ പ്രകാശം ജ്വലിക്കുന്നത് കാണാൻ കഴിയും. ಒಂದು ದೊಡ್ಡ ಪ್ರಕಾಶದಲ್ಲಿ ಪ್ರಜ್ವಲಿಸುವಂತ ಕಾಣ್ತೇವೆ. Praise the Lord. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. വചനം ഇതേപോലെ ವಾಕ್ಯ ಇದೇ ರೀತಿಯಾಗಿ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ನಿಮ್ಮ ಒಳಗಿನ ಮನುಷ್ಯನನ್ನ എൻലൈറ്റഡ് ആക്കും, ಅದು ಪ್ರಜ್ವಲಿಸುವಂತೆ ಮಾಡ್ತದೆ, എലിമിനേറ്റ് ചെയ്യും, ಅದು ಪ್ರಜ್ವಲಿಸುವಂತೆ ಮಾಡ್ತದೆ, അധികം പ്രകാശിക്കും, ಅಧಿಕದಿಂದ ಅಧಿಕಕ್ಕೆ ಪ್ರಕಾಶ, നീതിമാന്റെ പ്രകാശം ನೀತಿವಂತನ ಪ್ರಕಾಶ മധ്യാഹ്ന സൂര്യനെ പോലെ ಮಧ್ಯಾಹ್ನದಲ್ಲಿ ಬೆಳಗುವಂತ ಸೂರ್ಯನಂತೆ അധികം ಅಧಿಕದಿಂದ ಅಧಿಕಕ್ಕೆ അത് വർദ്ധിച്ചു വരും. ಅದು ಹೆಚ್ಚಾಗುತ್ತಾ ಬರ್ತದೆ. ഇങ്ങനെ കത്തിജ്വലിക്കണം നിങ്ങൾ, ಈ ರೀತಿಯಲ್ಲಿ ಪ್ರಜ್ವಲಿಸಬೇಕಾದರೆ. ആമേൻ. ಆಮೆನ್. യോഹന്നാനെ കുറിച്ച് പറയുന്നത്, ಯೋಹಾನ ಕುರಿತು ಹೇಳ್ತದೆ, ദൈവമായിച്ചൊരു മനുഷ്യൻ വന്നു, ದೇವರು ಕಳಿಸಿದಂತ ಒಬ್ಬ ಮನುಷ್ಯನು ಬಂದನು, അവന് യോഹന്നാൻ എന്ന് പേർ. ಅವನು ಯೋಹಾನನು. അവൻ ജ്വലിച്ച് പ്രകാശിച്ച ഒരു വിളക്കായിരുന്നു, ಅವನು ಪ್ರಜ್ವಲಿಸುವಂತ ಬೆಳಕಾಗಿದ್ದನು. അവൻ സ്വയം കത്തി ജ്വലിച്ചു, ಅವನು ಸ್ವತಃ ಉರಿದನು, മറ്റുള്ളവരിലേക്ക് പ്രകാശം നൽകി, ಬೇರೆಯವರಿಗೆ ಪ್ರಕಾಶವನ್ನು ಕೊಟ್ಟನು. എന്തായിരിക്കും അതിന്റെ കാരണം? ಅದರ ಕಾರಣವೇನು? അവൻ മരുഭൂമിയിൽ ഇരുന്നു, ಆತನು ಮರುಭೂಮಿಯಲ್ಲಿದ್ದು ദൈവവചനം പഠിച്ചു, ದೇವರ ವಾಕ್ಯವನ್ನು ಓದಿ ಕಲಿತನು, അത് മുഴുവൻ അവൻ ഗ്രഹിച്ചു, ಅದೆಲ್ಲವನ್ನು ಆತನು ಗ್ರಹಿಸಿಕೊಂಡನು. ദൈവത്തിന്റെ റൈറ്റ് ടൈമിൽ ದೇವರ ಸರಿಯಾದ ಸಮಯದಲ್ಲಿ ദൈവം അവനെ അയച്ചു, ದೇವರವನನ್ನು ಕಳುಹಿಸಿದನು, ദേശത്തെ ഉണർവിലേക്ക് കൊണ്ടുവന്നു, ದೇಶದಲ್ಲಿ ಒಂದು ಉಜ್ಜಿನ ತಂದನು. അവന്റെ മേലെ ഇരുന്ന ആത്മാവ് ಅವನ ಮೇಲೆ ಇದ್ದಂತ ಆತ್ಮನು ഏലിയാവിന്റെ ആത്മാവായിരുന്നു. ಎಲಿಯನ ಆತ್ಮವಾಗಿತ್ತು. ഏലിയാവ് എന്താ ചെയ്തത്? ಎಲಿಯನ್ ಏನನ್ನ ಮಾಡಿದನು? 6 മാസം 6 ತಿಂಗಳು കെരീത് തോട്ടിലിരുന്നു, ಕೆರೆ ತೋಟದಲ್ಲಿದ್ದನು. 3 വർഷം 3 ವರ್ಷ വിധവയുടെ വീട്ടിലിരുന്നു, ವಿಧವೆಯ ಮನೆಯಲ್ಲಿದ್ದನು. 3.5 വർഷം 3.5 ವರ್ಷ അവൻ എന്ത് ചെയ്തു? ಅವನು ಏನು ಮಾಡಿದನು? ദൈവത്തോട് പ്രാർത്ഥിച്ചു, ದೇವರೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸಿದನು, ദൈവമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ದೇವರೊಂದಿಗೆ ಒಂದು ಹೊಂದಾಣಿಕೆ ಮಾಡಿಕೊಂಡನು, ദൈവത്തോടുള്ള ഫെലോഷിപ്പിലിരുന്നു, ದೇವರೊಂದಿಗೆ ಅನ್ಯೋನ್ಯತೆಯಲ್ಲಿದ್ದನು. അവൻ കത്തി ജ്വലിച്ചു, ಆತನು ಉರಿದು ಪ್ರಜ್ವಲಿಸಿದನು. രാജാവ് നോക്കി നിൽക്കെ, ರಾಜನು ನೋಡಿ ನಿಂತಿದ್ದಾನೆ, മന്ത്രവാദികൾ നോക്കി നിൽക്കെ, ಮಂತ್ರವಾದಿಗಳು ನೋಡ್ತಾ ನಿಂತಿದ್ದಾರೆ. സ്വർഗ്ഗത്തിൽ നിന്ന് ಆಗ ಪರಲೋಕದಿಂದ അഗ്നി ഇറക്കി, ಅಲ್ಲಿ ಬೆಂಕಿ ಇಳಿದು ಬಂದಿತು. രാജ്യം മുഴുവൻ, ಒಂದು ದೇಶವಿಡೀ സത്യ ദൈവത്തിലേക്ക്, ಸತ್ಯ ದೇವರ ಕಡೆಗೆ അവൻ തിരിച്ചു, ಅವನು ತಿರುಗಿಸಿದನು, കത്തി ജ്വലിച്ചു, ಪ್ರಜ್ವಲಿಸಿ ಉರಿದನು. അവൻ സ്വയം കത്തി ജ്വലിച്ചു. ಅವನು ಸ್ವತಃ ಪ್ರಜ್ವಲಿಸಿ ಉರಿದನು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ദൈവവചനം ದೇವರ ವಾಕ್ಯ ദൈവം നിങ്ങളുടെ മേൽ തന്നിട്ടുണ്ട്. ದೇವರ ನಿಮ್ಮ ಮೇಲೆ ಇಟ್ಟಿದ್ದಾನೆ. ദൈവം അയച്ച വചനം നിമിത്തം ದೇವರು ಕಳಿಸಿದ ವಾಕ್ಯದ ನಿಮಿತ್ತ അകത്തെ മനുഷ്യൻ, ನಿಮ್ಮ ಒಳಗಿನ ಮನುಷ್ಯನು കത്തി ജ്വലിക്കുവാണ്. ಹೊತ್ತು ಉರಿತಾನೆ. അതുകൊണ്ടാ തിരുവെടുത്ത് പറയുന്നത്, ಅದರಿಂದ ದೇವರ ವಾಕ್ಯ ಹೇಳ್ತದೆ, എഴുന്നേറ്റ് പ്രകാശിക്കുക, ಎದ್ದು ಪ್ರಕಾಶಿಸು, നിന്റെ പ്രകാശം വന്നു കഴിഞ്ഞു. ನಿನಗೆ ಬೆಳಕು ಬಂದಿದೆ. ദുഃഖത്തിൽ ഇരിക്കുന്ന സിസ്റ്റർ, ದುಃಖದಲ್ಲಿರುವಂತ ಸಹೋದರಿಯೇ, വിഷമത്തോടെ ഇരിക്കുന്ന ബ്രദർ, ವೇದನೆಯಿರುವಂತ ಸಹೋದರನೇ, നീ എഴുന്നേൽക്കുക. ನೀನು ಎದ್ದೇಳು. വചനം ദൈവം അയച്ചു കഴിഞ്ഞു. ವಾಕ್ಯವನ್ನು ದೇವರು ಕಳಿಸಿ ಆಗಿದೆ. നിന്റെ അവസ്ഥ മാറി, ನಿನ್ನ ಅವಸ್ಥೆಗಳೆಲ್ಲ ಬದಲಾಯಿತು. നീ എഴുന്നേറ്റ് പ്രകാശിക്കുക. ನೀನು ಎದ್ದು ಪ್ರಕಾಶಿಸು. ദൈവത്തിന്റെ കരം, ದೇವರ ಹಸ್ತ നിന്റെ മേൽ ശക്തിയോടുണ്ട്. ನಿನ್ನ ಮೇಲೆ ಶಕ್ತಿಯಿಂದ ಹಿಡಿದು ಬಂದಿದೆ. ನಿನ್ನ ಮೂಲಕ, നീ നിമിത്തമായിട്ട്, ನಿನ್ನ ಮೂಲಕವಾಗಿ, ചർച്ച നിമിത്തമായി, ನಿನ್ನ ಸಭೆಯ ಮೂಲಕವಾಗಿ ദേശത്ത് ഉണർവിനെ കൊണ്ടുവരും. ದೇಶದಲ್ಲಿ ಉದ್ಯಮ ತರುತ್ತಾನೆ.
വലിയ പ്രവർത്തികൾ ದೊಡ್ಡ ಕಾರ್ಯಗಳು ദൈവം ഇത് ആരംഭിക്കുകയാണ്. ದೇವರಲ್ಲಿ ಆರಂಭಿಸ್ತಾನೆ. യേശുവിൻ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ദൈവം അത് ചെയ്തു കഴിഞ്ഞു. ದೇವರು ಅದನ್ನು ಮಾಡಿ ಆಗಿದೆ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ಎಷ್ಟು ಜನ ಅದನ್ನು ನಂಬುತ್ತೀರಾ? ദൈവത്തെ എഴുന്നേറ്റ് നിൽക്കുക. ದಯವಿಟ್ಟು ಎದ್ದು ನಿಂತುಕೊಳ್ಳ್ರಿ. ശക്തിയോടെ അന്യ ഭാഷയിൽ സംസാരിക്കുക. ಶಕ್ತಿಯೊಂದಿಗೆ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಮಾತನಾಡ್ರಿ. ദൈവത്തെ നിങ്ങൾ മുമ്പോട്ട് വരിക. ದಯವಿಟ್ಟು ನೀವು ಮುಂದಕ್ಕೆ ಬನ್ನಿರಿ. ರಿಬಲ ಶಂದರ ಗದರ ಲಬಲಬ ಮಂಗರೋ ಬಲರಾಬ ಶತರೆ ರೇಕತ ಸೆಕಲಾರಬ ಶತರೋ ಮಂಗರೋಬ ಲಾಮ ಮಂದರೆ ಎಲ್ಲರೂ ಸೇರಿ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಮಾತನಾಡ್ರಿ. ಕರಾಬ ಸೆಕಲಾರಬ ಓರಿಬಲ ಶಂದರ ಗದರ ಲಬಲಬ ರೇಕತ ಸೆಕಲಾರಬ ಶಂದರ ತೋರಿ ಲಬಲ ಶಂದರ ಗದರ ಲಬಲ ಹಸ್ತಗನಾದಿ ಶೌಡಕಾರ ಕದರ ಬಲ ಗದರ ಬಲಬಲಬ ರಿಹಂತರ ಗದ ಬಲಬಲ ಶಹಿತರಾದ ಲಕದ ಗದ ಗದ ಬಲಬ ಶೌಡಕಾರ ಗದೀರ ಗರಂದರ ಗರಂದಾರ ಗದ ಗದ ಬಲಬಲಬ ಶಿಬರ ಕರಬದರಿ ಕತರಿ ಮನಾಲ ಶಹಿತರಾದ ಲಕದ ಗದ ಬಲಬಲ ಶಕ್ತಿಯೊಂದಿಗೆ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಮಾತನಾಡ್ರಿ. ನಿಮ್ಮ ಕೇಳಿದ ವಾಕ್ಯಗಳು ಕಾರ್ಯರೂಪಕ್ಕೆ ಬರಲಿ. ಶೌಡಕಂತರದ ಗದಂ ದೂರೆ ರಿಬಲ ಶಂತರ ಗದ ಗದ ರಿಬಲ ಶೌಡಕಾರ ಗದ ಗಮನ ರಿಬಲ ಬಲ ಬಲ ಗದ 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 ಶಂದರ ಗದ ಬಲ ಹಸ್ತಗನಾದರ ದೂಡಕಾರ ಗದ ಗದ ತೋಷಿ ಹಸ್ತಗನಾದೆ ರಿಬಲ ಶಗದರ ಬಲ ಗದರಿಲ ಬಲ ಮಮ ರಿಹತ್ತು ರಿಬಲ ಗತ್ತು ರಿಬಲ ಬಲ ಬಲ ಶಂತರ ಗದರ ರಿಬಲ ಬಲ ಶೌಡಕಾರ ರಿಕತರ ಬದರಿ ಮನ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತುವಿನ ನಾಮത്തിൽ ಯೇಸು ಕ್ರಿಸ್ತ ನಾಮದಲ್ಲಿ ദൈവ ശക്തിയിൽ ದೇವರ ಶಕ್ತಿ നിങ്ങളുടെ മേൽ വരികയാണ്. ನಿಮ್ಮ ಮೇಲೆ ಬರಲಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ എഴുന്നേറ്റ് നീ പ്രകാശിക്കുക. ಎದ್ದು ನೀನು ಪ್ರಕಾಶಿಸು. നിന്റെ പ്രകാശം വന്നു കഴിഞ്ഞു. ನಿನ್ನ ಬೆಳಕು ಬಂದಾಗಿದೆ. ಅಂಧಕಾരം ಕೂರಿರುತ್ತೆ. ಅಂಧಕಾರ ಲೋಕದಿಂದ ജാതികളെ മുഴുവൻ ಜಾತಿಗಳ ಮಧ್ಯೆ ಅನ್ಯ ಜಾತಿಗಳ ಮಧ್ಯದಲ್ಲಿ ಯೆಹೋವ ನಿನ್ನ ಮೇಲೆ ಉದಿಸಿರಿക്കുന്നു. ಯೆಹೋವ ನಿನ್ನ ಮೇಲೆ ಉದಯಿಸಿದ್ದಾನೆ. ಯೆಹೋವ ನಿನ್ನ ಮೇಲೆ ಉದಿಸಿರಿക്കുന്നു. ಯೆಹೋವ ನಿನ್ನ ಮೇಲೆ ಉದಯಿಸಿದ್ದಾನೆ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ദൈവത്തിന്റെ കൃപാവരങ്ങളാ ದೇವರ ಕೃಪಾವರಗಳಾಗಿ ദൈവം സഭയെ നിറയ്ക്കുവാണ്. ದೇವರ ಸಭೆ ತುಂಬಿಸ್ತಾನೆ. ദൈവം ನಿന്നെ നിർത്തുകയാ. ದೇವರು ನಿನ್ನ ನಿಲ್ಲಿಸಿದ್ದಾನೆ. ദൈവത്തിന്റെ ശക്തിയെ ದೇವರ ಶಕ್ತಿಯಿಂದ ദൈവം തന്റെ ബലത്താൽ ದೇವರ ಬಲದಿಂದ ദൈവം ನಿന്നെ നിറയ്ക്കുവാണ്. ದೇವರು ನಿನ್ನ ತುಂಬಿಸ್ತಾನೆ. യേശുവിൻ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ Thank you, Jesus. ಸ್ತೋತ್ರ ಯೇಸುವೇ. കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുക. ನಿಮ್ಮ ಕರಗಳನ್ನು ಸ್ವರ್ಗದ ಕಡೆಗೆ ಎತ್ತಿಕೊಳ್ಳಿರಿ. ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക. ನೀವು ನಿಮ್ಮ ದೇವರನ್ನು ಆರಾಧಿಸಿರಿ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
Thank you, Jesus.